വെൽക്കം ടു OET വിത്ത് MNC ഇന്ന് നടത്തുന്ന ഒരു ലൈവ് സൂം സെഷൻ നമ്മൾ എക്സാം ഓറിയന്റ് ചെയ്തിട്ടാണ്. ഇപ്പോൾ ഓഗസ്റ്റ് 28 എക്സാം അല്ലെങ്കിൽ വരുന്ന സെപ്റ്റംബർ എക്സാം ഒക്കെ ഓറിയന്റ് ചെയ്തിട്ടാണ് ഇന്നത്തെ ഈ സെഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ സെഷനിൽ നമുക്കിപ്പോ ഞാൻ പഠിപ്പിച്ചിട്ടുള്ള എന്റെ സ്റ്റുഡൻസ് ഉണ്ട് ഇതിനകത്ത്, അല്ലാതെ പല ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്, എക്സാം കഴിഞ്ഞ് സെൽഫ് പ്രിപ്പയറിംഗ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. സോ പഠിക്കുന്നവരാവട്ടെ അല്ലെങ്കിൽ സെൽഫ് പ്രിപ്പയറിംഗ് ആവട്ടെ, ഒരുപാട് കുട്ടികൾ വീഡിയോസ് അല്ലെങ്കിൽ നമ്മുടെ സെഷൻസും കാര്യങ്ങളെല്ലാം യൂസ്ഫുൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇന്നത്തെ അങ്ങനെ ഒരു സെഷൻ നിങ്ങൾക്ക് എക്സാമിന് മുന്നേ നിങ്ങൾ മെയിൻ ആയിട്ട് അറിയേണ്ട അല്ലെങ്കിൽ റൈറ്റിങ്ങിനകത്ത് കോമൺലി വരുന്ന കുറച്ച് മിസ്റ്റേക്സ് എങ്ങനെയൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ കോമൺലി തെറ്റിക്കാറുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് ഇൻഫർമേഷൻസ് ഉണ്ടായിരിക്കാം. മേ ബി നമുക്കത് കറക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് ചോദിക്കാം. എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. സോ ആദ്യമേ തന്നെ ഞാനൊരു ലെറ്റർ വെച്ചിട്ടായിരിക്കും ഈ ഒരു സെഷൻ കൊണ്ടുപോവുക. ഓക്കെ, അപ്പൊ അത് ഒരു ലെറ്റർ വെച്ചിട്ട് അതൊരു നോൺ കേസ് ആവും അൺനോൺ കേസ് ആവും, ഞാൻ അതിനകത്ത് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ചോദിക്കാം. ദെൻ അത് വെച്ചിട്ട് തന്നെ നമുക്ക് ബാക്കി കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമലി വരുന്ന മിസ്റ്റേക്സ് കാര്യങ്ങളെല്ലാം നമുക്ക് ക്ലിയർ ചെയ്ത് പോവാം. എൻഡ് ഓഫ് ദ സെഷൻ നിങ്ങൾക്ക് ഞാൻ ടൈം തരാം, ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഇൻ ബിറ്റ്വീൻ നമ്മൾ പറഞ്ഞു പോകുന്നതിന്റെ ഇടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാലോ അപ്പൊ സെഷൻ? Okay, sir. ഓക്കെ, ഫൈൻ. ഗുഡ് ഈവനിങ്, എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ? Yes, sir. Good evening, sir. ക്ലിയർ Hello, ആണോ? good evening. Welcome to Good evening. Yes. നിങ്ങൾ എല്ലാവരും നമ്മൾ സെഷൻസ് നടക്കുന്നതിന്റെ ടൈമിൽ ഒന്ന് മ്യൂട്ട് ആക്കി വെക്കുക. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുള്ള ടൈം പീരീഡ് ഞാൻ എന്തായാലും തരാം. ആൻഡ് ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് അറിയാം ഇതിനകത്ത് നിങ്ങൾക്ക് ഹാൻഡ് റൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാൻഡ് റൈസ് ചെയ്യാം. സോ ബിക്കോസ് ഒരുപാട് പേർക്ക് ഇപ്പം നമ്മൾ സെഷൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ഗ്രൂപ്പിൽ കണ്ടു കാണും, ലിങ്ക് ഇട്ടപ്പോൾ തന്നെ 100 പാർട്ടിസിപ്പൻസ് ആയി. സോ ബാക്കിയുള്ളവർക്ക് ആർക്കും ജോയിൻ ചെയ്യാൻ പറ്റില്ല. പിന്നെ വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. സോ അവർക്ക് എല്ലാവർക്കും നമ്മൾ ഈ ലിങ്ക് ഈ ഒരു വീഡിയോ റെക്കോർഡഡ് യൂട്യൂബിൽ ഇടും. സോ അവർക്കെല്ലാം അതിനുശേഷം ആക്സസ് ചെയ്യാം. സോ ഇൻ ബിറ്റ്വീൻ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ മാക്സിമം ഡിസ്റ്റർബൻസസും കാര്യങ്ങളൊക്കെ കുറഞ്ഞിരുന്നാൽ ബാക്കിയുള്ള കുട്ടികൾക്കും പിന്നീട് കേൾക്കുമ്പോൾ അവർക്ക് ക്ലിയർ ആയിട്ട് കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും. ഓക്കെ അല്ലേ? Yes, sir. ഓക്കെ, ഫൈൻ, വെരി ഗുഡ്. സോ നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാം. സോ ഇതൊരു ആക്റ്റീവ് അല്ലെങ്കിൽ ഒരു പാസീവ് സെഷൻ ആയിട്ട് കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല. ആക്റ്റീവായിട്ട് തന്നെ നമുക്കൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആയിട്ട് തന്നെ കൊണ്ടുപോവാം. സോ എന്റെ പേര് യദു കൃഷ്ണ, ഞാൻ ഇൻഡിവിജ്വൽ OET ട്രെയിനർ ആണ്. പ്ലസ് ഇവിടെ UK NHS രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോ ഇന്നത്തെ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും നടത്തുന്ന സൂം സെഷൻസ് എന്ന് പറയുന്നത് മിക്കവാറും എക്സാംസിന് മുന്നോടിയായിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു ഓൾറെഡി ഇതിനകത്ത് എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നവർ, ഈ ഓഗസ്റ്റ് എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നവർ കാണും, സെപ്റ്റംബറിലുള്ളവർ കാണും, അല്ലെങ്കിൽ അതിനുശേഷമുള്ളവരുണ്ടായിരിക്കും, ബിഗിനേഴ്സ് കാണും. ഓഫ് കോഴ്സ്, കാര്യം നമ്മൾ സെഷൻസ് എക്സാമിന് മുന്നേ അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും എല്ലാവരും അതിനകത്ത് കിട്ടുന്നവരെല്ലാവരും ജോയിൻ ചെയ്യും ഉറപ്പായിട്ടും. ഓക്കെ, അപ്പോ ഇന്നത്തെ സെഷൻ വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത് ബാക്കിയുള്ള സെഷൻസ്, അതായത് കഴിഞ്ഞ സൂം സെഷനിൽ ഞാൻ ഏകദേശം റീഡിങ്ങിന്റെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം, കണ്ടിട്ടില്ലാത്തവരുണ്ട്, അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഷെയർ ചെയ്യാണ്. OET എക്സാം പ്രിപ്പറേഷൻ, ലാസ്റ്റ് മിനിറ്റ് എക്സാം പ്രിപ്പറേഷൻ എന്നിട്ട് ഒരു വീഡിയോ ഉണ്ട് യൂട്യൂബിൽ. സോ അതിനകത്ത് ഞാൻ റീഡിങ്ങിന്റെയും ലിസ്ണിങ്ങിന്റെ അല്ലാതെ തന്നെ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് യൂട്യൂബിൽ. ഏകദേശം ചെയ്യേണ്ട രീതികൾ, കാര്യങ്ങൾ, മെത്തേഡ്സ്, എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്നും ഞാൻ ലാസ്റ്റ് ഈ ഒരു വീഡിയോയുടെ എൻഡിൽ നിങ്ങൾക്ക് ടൈം തരാം നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട്. അല്ലാത്ത പക്ഷം നമ്മൾ മാക്സിമം കാര്യം എനിക്ക് ഗ്രൂപ്പ്സിലാവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലാവട്ടെ, എനിക്ക് പേഴ്സണലി വാട്സപ്പിലാവട്ടെ, യൂട്യൂബിലുള്ള കമന്റ്സ് ആവട്ടെ, എല്ലാത്തിലും വരുന്നത് മോസ്റ്റ് കോമൺലി വരുന്ന ഡൗട്ട്സ് എന്ന് പറയുന്നത് OET റൈറ്റിങ്ങിനെ പറ്റിയിട്ടാണ് അല്ലെ? നിങ്ങൾക്കും കൂടുതൽ ഉണ്ടാവുക OET റൈറ്റിങ്ങിനെ പറ്റിയിട്ടായിരിക്കുമല്ലോ അല്ലെ? Yes, sir. ഓക്കെ, അപ്പോൾ OET റൈറ്റിംഗിനകത്തുള്ള കുറച്ച് കോമൺ ആയിട്ടുള്ള നിങ്ങളുടെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ക്ലിയർ ചെയ്യുക. സോ ഞാൻ ക്ലിയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഞാനത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ലെറ്റർ എങ്ങനെയാണെന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കുക. ഫസ്റ്റ് കാര്യം, നിങ്ങൾ അതിന്റെ കണ്ടന്റ് എന്താണെന്നുള്ള കാര്യം അറിഞ്ഞിട്ട് വേണം നിങ്ങൾ ലെറ്ററിലേക്ക് പോകാനായിട്ട്. അല്ലാതെ ഒന്നും അറിയാതെ സിംപ്ലി നിങ്ങൾ ഈ ഒരു നിങ്ങളുടെ റൈറ്റിംഗിന്റെ കേസ് നോട്ട് വായിച്ചല്ല നിങ്ങൾ ലെറ്റർ എടുപിടി എന്ന് പറഞ്ഞ് എഴുതേണ്ടത്. എന്താണ് ടാസ്ക്, ആരാണ് നിങ്ങളുടെ റെസിപ്പിയന്റ്, ഓക്കെ, എന്തിനാണ് നിങ്ങൾ ലെറ്റർ എഴുതുന്നത്, അങ്ങനെയുള്ള കുറച്ച് ബേസിക് തിങ്സ് അറിഞ്ഞിട്ട് അതിനാണ് നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് ടൈം കിട്ടുന്നത്. ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലെ, നിങ്ങൾക്ക് എന്താ എഴുതിയിരിക്കുന്നത് ഇതിനകത്ത്? റീഡിംഗ് ടൈം എന്ന് പറയുന്നത് 5 മിനിറ്റ് ആണ്, ആൻഡ് റൈറ്റിംഗ് ടൈം എന്ന് പറയുന്നത് എത്രയാണ്? 40 മിനിറ്റ്സ് ആണ്. സോ ഓവറോൾ 45 മിനിറ്റ്സിൽ 5 മിനിറ്റ് നിങ്ങൾക്ക് ലിറ്ററലി വായിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ആ സമയത്ത് നിങ്ങൾക്ക് ഒന്നും എഴുതാൻ പറ്റില്ല. അത് അറിഞ്ഞൂടാത്തവരുണ്ടെങ്കിൽ ഞാൻ വീണ്ടും റിമൈൻഡ് ചെയ്യുന്നു, നിങ്ങൾ എക്സാമിന് ആദ്യമായിട്ടാണ് പോകുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ അറിഞ്ഞൂടാത്തവരുണ്ടെങ്കിൽ ആ 5 മിനിറ്റ്സിൽ നിങ്ങൾ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലോ നിങ്ങളുടെ ആൻസർ പേപ്പറിലോ ആൻസർ ഷീറ്റിലോ ഒന്നും എഴുതാൻ നിൽക്കരുത്. കാര്യം ഓൾറെഡി നിങ്ങൾക്ക് അവിടെയുള്ള ഇൻവിജിലേറ്റേഴ്സിന് നിങ്ങളെ എന്ത് ചെയ്യാം,
ആ എക്സാമിൽ നിന്ന് നിങ്ങൾ ഡിബാർ ചെയ്ത് കൊണ്ടുപോകാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ബിക്കോസ് ഇൻസ്ട്രക്ഷൻസ് ആണ് എന്താ നിങ്ങൾ ഈ ഒരു ടൈമിൽ ഒന്നും തന്നെ എഴുതരുത് എന്നുള്ള കാര്യം. ഓക്കെ, ഒന്നുകൂടെ ഒന്ന് റിമൈൻഡ് ചെയ്തേ ഉള്ളൂ. സോ ഈ ഒരു 5 മിനിറ്റിലാണ് നിങ്ങൾ നന്നായിട്ട് എന്താണ് നിങ്ങളുടെ ടാസ്ക് എന്ന് മനസ്സിലാക്കേണ്ടതും, എന്തിനാണ് അല്ലെങ്കിൽ ആർക്കാണ് നിങ്ങൾ എഴുതേണ്ടത്, നിങ്ങളുടെ റെസിപ്പിയന്റ് ആരാണെന്നും, എന്താണ് ഈ ലെറ്റർ കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പർപ്പസ്. ഓക്കെ, സോ എപ്പോഴും ഈ ഒരു ലെറ്റർ ചിന്തിക്കുമ്പോൾ ആസ് എ നേഴ്സ് എന്നുള്ള രീതിയിൽ അല്ലേ, ആസ് എ നേഴ്സ് നിങ്ങളൊരു നേഴ്സ് ആണ്. സോ ആസ് എ നേഴ്സ് നിങ്ങൾ എന്താണ് ആ റെസിപ്പിയന്റിനോട് പറയാൻ ഉദ്ദേശിക്കുന്നത്? ഓഫ് കോഴ്സ് എപ്പോഴും നിങ്ങളൊരു ഹാൻഡ് ഓവർ കൊടുക്കുന്നത് പോലെ തന്നെ ആയിരിക്കും ഇല്ലേ? എല്ലാ ലെറ്റേഴ്സും, അതൊരു ഡിസ്ചാർജ് ലെറ്റർ ആവട്ടെ, ട്രാൻസ്ഫർ ലെറ്റർ ആവട്ടെ, റെഫറൽ ലെറ്റർ ആവട്ടെ, എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊരു ഹാൻഡ് ഓവർ കൊടുക്കുന്ന രീതിയിലായിരിക്കും. സോ ഇത്രയും ആലോചിച്ചാൽ മതി. നിങ്ങൾക്കൊരു ഹാൻഡ് ഓവർ നിങ്ങൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എന്തൊക്കെയായിരിക്കും എക്സ്പെക്ട് ചെയ്യുക ആ ഒരു ഹാൻഡ് ഓവർ. ഇപ്പൊ ഞാൻ ഒരു ഹാൻഡ് ഓവർ നിങ്ങൾക്ക് തരികയാണെങ്കിൽ, ഒരു പേഷ്യന്റിനെ പറ്റി തരികയാണെങ്കിൽ എന്തൊക്കെ നിങ്ങൾ അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെ ആ പേഷ്യന്റിനെ പറ്റി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുമായിരിക്കും. ഓഫ് കോഴ്സ് നോർമലി നിങ്ങൾ വൈറ്റൽ സയൻസ് നോക്കും, പേഷ്യന്റ് ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ അല്ലെ, എന്തിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇപ്പം ഞാൻ ICUലോട്ടാണ് നിങ്ങൾ കൊണ്ടുവരുന്നെങ്കിൽ എന്തിനെ എന്റെ ICUലോട്ട് ഈ പേഷ്യന്റിനെ കൊണ്ടുവന്നു അറിയണ്ടേ? വാട്ട് ഈസ് എ പർപ്പസ് ഇല്ലേ? അപ്പൊ പർപ്പസ്. ഓക്കെ, അപ്പോ ആ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് അറിയണം, എന്തിനു കൊണ്ടുവന്നപ്പോൾ അതിന്റെ കൂട്ടത്തിൽ സിറ്റുവേഷൻ എന്തായിരുന്നു, പേഷ്യന്റ് സിറ്റുവേഷൻ, ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ എന്താണ് ഈ ICUലോട്ടേക്ക് വരാനുള്ളത്. ഞാനൊരു എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് പറയാണ് നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ദെൻ ബാക്ക്ഗ്രൗണ്ട്, പേഷ്യന്റ് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, സ്റ്റിൽ പേഷ്യന്റ് എന്തൊക്കെ മെഡിസിൻസിലാണ്, ഡയബറ്റിക് ആണോ, ആൽക്കഹോളിക് ആണോ, എന്താ സ്മോക്കിംഗ് ഉണ്ടോ, അല്ലെങ്കിൽ ഹൈപ്പർടെൻസീവ് ആണോ, അതിന് ഡ്രഗ്സ് എടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രഗ് അലർജി ഉണ്ടോ പേഷ്യന്റിന്, എന്തെങ്കിലും ബ്ലഡ് തിന്നേഴ്സ് ആണോ, ലൈക്ക് ആന്റികോയാഗുലൻസ് എന്തെങ്കിലും എടുക്കുന്നുണ്ടോ, പിന്നെ പേഷ്യന്റിന് ഫോൾ റിസ്ക് ഉണ്ടോ, ഡിമെൻഷ്യ ഉണ്ടോ, അൾഷിമേഴ്സ് ഉണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെഡിക്കൽ ഡിസീസസ് ഉണ്ടോ. അപ്പോൾ അതൊക്കെയാണ് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നത്. പിന്നെ പേഷ്യന്റ് സോഷ്യൽ സ്റ്റാറ്റസ് അല്ലെ, മേ ബി പേഷ്യന്റ് ഇപ്പൊ ലൈക്ക് ഒറ്റയ്ക്കായിരിക്കും താമസിക്കുക, അതെല്ലാം ഓരോരോ കൺസേൺസ് പിന്നീട് വന്നുകൊണ്ടിരിക്കും. സോ നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള ഫാക്ടേഴ്സ്. ഓക്കെ, പ്ലസ് എക്സാമ്പിൾ അതിന്റെ കൂട്ടത്തിൽ തന്നെ എന്താ വൈറ്റൽ സയൻസ്. മോസ്റ്റ് ഓഫ് ദ ടൈം ഞാൻ കണ്ടിട്ടുണ്ട് കുട്ടികളുടെ ലെറ്റേഴ്സ് കറക്റ്റ് ചെയ്യുന്ന സമയത്ത് വൈറ്റൽ സയൻസ് നോർമൽ ആണെന്ന്, ലൈക്ക് പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു രീതിയാണ്, നിങ്ങളെ കുറ്റം പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആസ് എ നേഴ്സ് നിങ്ങൾ ചിന്തിക്കുക. ഓക്കെ, നിങ്ങൾ ഈ OET പഠിക്കുന്നതിലുപരി നിങ്ങൾ ഇത്രയും നാൾ വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് അല്ലേ. അപ്പോൾ ഒരു നേഴ്സ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ഹാൻഡ് ഓവർ മേടിക്കുമ്പോൾ നിങ്ങളുടെ കേസ് നോട്ടിനകത്ത് കിടക്കുന്ന പേഷ്യന്റിന്റെ ഇൻഫർമേഷൻസിനകത്ത് വൈറ്റൽ സയൻസ് നോർമൽ ആണെങ്കിലും നിങ്ങൾ ഒരു ഹാൻഡ് ഓവർ മേടിക്കുന്ന സമയത്ത് നിങ്ങൾ നോർമൽ ആണെന്ന് പറഞ്ഞിട്ട് ആ ആളുടെ അല്ലെങ്കിൽ ഇപ്പൊ ഹാൻഡ് ഓവർ എന്റെ അടുത്ത് നിന്ന് മേടിക്കുകയാണെങ്കിൽ ഞാൻ വൈറ്റൽ സയൻസിന്റെ കാര്യം പേഷ്യന്റിനെ പറ്റി പറഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങൾ എന്റെ അടുത്ത് ചോദിക്കില്ല എന്തായിരുന്നു വൈറ്റൽ സയൻസ് എന്നുള്ള കാര്യം, ചോദിക്കില്ല? ചോദിക്കും. അതിപ്പോ നോർമൽ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ എനിക്കാണ് ഒരു ഹാൻഡ് ഓവർ തരുന്നതെങ്കിൽ നിങ്ങൾ പറയില്ല വൈറ്റൽ സയൻസ് എല്ലാം നോർമൽ ആണ്. ചിലപ്പോൾ എടുത്തു പറയില്ലായിരിക്കും, ചിലപ്പോൾ ശീലമുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർ എടുത്തു പറയും. ഓക്കെ, ഇപ്പൊ നമ്മുടെ കേസ് നോട്ട്സിനകത്ത് വൈറ്റൽ സയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം, അത് നോർമൽ ആണെങ്കിൽ നിങ്ങൾക്ക് നോർമൽ ആണെന്ന് പറയാം. ഓക്കെ, ഓൾ ഹിസ് വൈറ്റൽ സയൻസ് വെയർ അൺറിമാർക്കബിൾ അല്ലെങ്കിൽ വിത്തിൻ നോർമൽ ലിമിറ്റ്സ്. ഓക്കെ, ഓൾ ഹിസ് വൈറ്റൽ സയൻസ് വെയർ അൺറിമാർക്കബിൾ എന്ന് പറയാം. അൺറിമാർക്കബിൾ എന്ന് വെച്ചാൽ എന്താ, റിമാർക്കബിൾ ആയിട്ട് ഒന്നും തന്നെ ഇല്ല, അതായത് നോട്ട് ചെയ്യേണ്ട രീതിയിൽ തന്നെ ഒന്നും തന്നെ ഇല്ല. ഓക്കെ, അങ്ങനെയുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പൊ വൈറ്റൽ സയൻസിന്റെ കാര്യത്തിൽ ഇപ്പോ അൺറിമാർക്കബിൾ ആണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ചിലപ്പോൾ അതിനകത്ത് ടെമ്പറേച്ചർ അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ മാത്രം എലിവേറ്റഡ് ആയിരിക്കും ചിലപ്പോൾ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം, ബാക്കി എല്ലാ വൈറ്റൽ സയൻസും നോർമലും ആയിരിക്കും. അപ്പോൾ എലിവേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിനെ മാത്രം ഒന്ന് എടുത്ത് പറയുക. എന്ത് പറയാം, ഡ്യൂറിങ് എക്സാമിനേഷൻ ഹിസ് വൈറ്റൽ സയൻസ് അല്ലെങ്കിൽ എന്താ ഹിസ് ടെമ്പറേച്ചർ എന്നുള്ള കാര്യം മാത്രം എടുത്ത് പറഞ്ഞിട്ട് എന്താ വാസ് എലിവേറ്റഡ് എന്നുള്ള കാര്യം അല്ലെങ്കിൽ ഡീറേഞ്ച്ഡ് എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ഓൾ അതർ വൈറ്റൽ സയൻസ് വെയർ അൺറിമാർക്കബിൾ എന്നും നമുക്ക് വേണമെങ്കിൽ പറയാം. ഡ്യൂറിങ് എക്സാമിനേഷൻ ഹിസ് ടെമ്പറേച്ചർ വാസ് മാർക്കഡ്ലി എലിവേറ്റഡ് അല്ലെങ്കിൽ ഹിസ് ടെമ്പറേച്ചർ വാസ് എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ആ ഒരു വാല്യൂ നിങ്ങൾക്ക് പറയാം. ആൻഡ് ഓൾ അതർ വൈറ്റൽ സയൻസ് വെയർ അൺറിമാർക്കബിൾ എന്നും പറയാം. അതായത് ബാക്കിയുള്ളതെല്ലാം നോർമലും ഏതെങ്കിലും ഒന്നോ രണ്ടോ വൈറ്റൽ സയൻസ് മാത്രം അബ്നോർമൽ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ആ ഒന്നോ രണ്ടിനെ നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്യുക, ബാക്കിയെല്ലാം നോർമൽ ആണെന്ന് നിങ്ങൾക്ക് പറയാം. ഇത് നോർമലി കണ്ടുവരുന്ന ഒരു മിസ്റ്റേക്ക് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അതുപോലെ തന്നെ വരുന്നൊരു വേറൊരു കാര്യമാണ് ഇപ്പൊ സ്മോക്കിങ്ങിന്റെയും ആൽക്കഹോളിസത്തിന്റെയും കാര്യം. അതിനകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് പേഷ്യന്റിന് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫ് കോഴ്സ് പറയാം പേഷ്യന്റ് ഒരു ഹാബിറ്റ് സ്മോക്കിംഗ് ആൻഡ് ആൽക്കഹോളിസം ഹാബിറ്റ് ഇല്ല എന്ന് നിങ്ങൾക്ക് ഒന്ന് മെൻഷൻ ചെയ്യാം. കാര്യം എപ്പോഴും നമ്മുടെ മെഡിക്കൽ ഹിസ്റ്ററിക്കകത്ത് വരുന്ന അല്ലെങ്കിൽ മെഡിക്കൽ അസസ്മെന്റിനകത്ത് വരുന്ന മെയിൻ രണ്ട് കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒരു കൺസൾട്ടേഷന് പോകുമ്പോൾ ഒരു ഡോക്ടറിനെ കാണാൻ പോകുമ്പോൾ നിങ്ങൾ ഓഫ് കോഴ്സ് പുകവലിക്കില്ലായിരിക്കും, മദ്യപിക്കില്ലായിരിക്കും. എന്നാലും ആ ഒരു ഡോക്ടർ നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും അല്ലെ, പുകവലി ഉണ്ടോ മദ്യപാനം ഉണ്ടോ എന്നുള്ള കാര്യം ചോദിക്കില്ലേ? ഓഫ് കോഴ്സ് ഒരു മെഡിക്കൽ അസസ്മെന്റിൽ ഉണ്ടോ? ചോദിക്കും.
അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ഇതിനകത്തും എക്സ്പെക്ട് ചെയ്യുന്നത്. ലൈക്ക് ഇല്ലാന്ന് നിങ്ങൾ കണ്ടാൽ ഇങ്ങനത്തെ കുറച്ച് ഫാക്ടേഴ്സ് എല്ലാം അല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ അതിനകത്ത് പറയുമായിരിക്കും, ഇപ്പോൾ പേഷ്യന്റിന് പേഷ്യന്റ് റീസെന്റ് സെക്കൻഡ് മാരേജ് കഴിഞ്ഞു, പേഷ്യന്റിന്റെ 2 കുട്ടികൾ ഇറ്റലിയിലാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ പേഷ്യന്റിന് 4 നല്ല വീടുണ്ട്, പേഷ്യന്റിന് ഈവനിങ് ടൈമിൽ ലൈക്ക് പെറ്റ്സുമായിട്ട് കറങ്ങുന്ന ശീലമുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. അതൊന്നും നിങ്ങൾക്ക് ഈ ഒരു കാർഡിയോതൊറാസിക് സർജനെ ഒരു ലെറ്റർ എഴുതണമെങ്കിൽ അതൊന്നും പറയേണ്ട ആവശ്യമില്ല. അതേസമയം അതിനകത്ത് പറയാണ് പേഷ്യന്റിന് നോ ഹാബിറ്റ് ഓഫ് ഡ്രിങ്കിങ് ആൻഡ് ആൽക്കഹോളിസം എന്ന് പറയുമ്പോൾ ആ കാർഡിയോതൊറാസിക് സർജൻ ഒരു പോയിന്റ് ഇട്ടാണ്, ഓക്കെ അപ്പോൾ ഇങ്ങനത്തെ റിസ്ക് ഫാക്ടേഴ്സ് ഒന്നും ഇല്ലാതിരുന്നിട്ട് പോലും എന്തുകൊണ്ട് പേഷ്യന്റ് ഈ ഒരു ഇഷ്യൂ വന്നു, അങ്ങനെ ഒരു ഇൻഫർമേഷൻ അയാൾക്ക് അവിടെ കിട്ടുന്നത്. പക്ഷെ നമ്മളത് പറയാതിരിക്കുമ്പോഴോ അയാൾക്ക് ഒരു ഇൻഫർമേഷൻ ഇല്ല. ലൈക്ക് റിസ്ക് ഫാക്ടറിന്റെ ഒരു ഇൻഫർമേഷൻ നമ്മൾ അവിടെ ഹൈഡ് ചെയ്യാണ്. ഇല്ലാന്ന് നമുക്കറിയാം, പക്ഷെ അയാൾക്ക് അറിയോ? നമ്മൾ പറഞ്ഞാലല്ലേ അയാൾ അറിയുള്ളൂ അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു എന്നുള്ള കാര്യം. മനസ്സിലായോ ഞാൻ പറഞ്ഞത് എന്താണെന്ന്? ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് അങ്ങനെ എന്തെങ്കിലും ലെറ്ററിനകത്ത് കാണുകയാണെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. ഇറലവന്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഒരു കാര്യങ്ങൾ, നിങ്ങൾ ഇത്രയും നാൾ ലെറ്റേഴ്സ് എല്ലാം പഠിച്ച ആൾക്കാരാണ്, എഴുതിയ ആൾക്കാരാണ്. സോ ആസ് എ നേഴ്സ് എന്നുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ നോക്കുന്നതെല്ലാം എന്തായിരിക്കും, നിങ്ങൾക്ക് ഇറലവന്റ് തന്നെ ആയിരിക്കും. ബിക്കോസ് നിങ്ങൾ അത്രയും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, അത്രയും നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആണ്. സോ നിങ്ങൾക്ക് അത് അറിയാമായിരിക്കും ഓഫ് കോഴ്സ്. ഓക്കെ അല്ലേ? പക്ഷെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുക. പഠിച്ചു വെച്ച രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാറ്റം വരുന്നതുകൊണ്ടാണ് നോർമൽ എന്ന് കാണുമ്പോൾ അപ്പൊ തന്നെ നിങ്ങൾ ആ ലെറ്ററിൽ അത് എഴുതാതിരിക്കുന്നത്. ആ ഒരു ശീലം മാറ്റുക, അത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ പറഞ്ഞത്? ഫൈൻ, വെരി ഗുഡ്. അപ്പോ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പൊ ഞാൻ പറയാൻ പോയത് ഇത്രയാണ്. നമ്മളിപ്പോ പറയാൻ പോകുന്നത് എങ്ങനെയാണ് പാരഗ്രാഫ് ഫോർമേഷൻ, ലെറ്റർ എങ്ങനെ അറിയും എന്നുള്ള കാര്യം ഞാനിപ്പോ പറഞ്ഞു. പാരഗ്രാഫ് ഫോർമേഷൻ എങ്ങനെ, പിന്നെ ഇൻഫർമേഷനെ നമുക്ക് എങ്ങനെ സീക്വൻസ് ചെയ്യാം, കണക്റ്റീവ്സ് എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം, പിന്നെ റെക്കമെൻഡേഷൻ ആൻഡ് നമ്മുടെ ക്ലോസിംഗ് റിമാർക്സിന്റെ പാരഗ്രാഫ് നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ യൂസ് ചെയ്യാം, പിന്നെ അപ്പോസ്ട്രോഫി യൂസേജ്. അപ്പോസ്ട്രോഫീസ് നമ്മൾ ഇടുന്നത് ഇപ്പം ലൈക്ക് ചിലർ യുവേഴ്സ് എഴുതുന്ന സമയത്ത്, അല്ലെങ്കിൽ പേഷ്യന്റ് ജെയിംസ് എന്നുള്ള പേഷ്യന്റ് എസ് വരുമ്പോൾ, അപ്പൊ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലീസ് GP, ഹിസ് GP അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ചില അപ്പോസ്ട്രോഫി എസിന്റെ യൂസേജസ് ഉണ്ട്, അല്ലെങ്കിൽ അത് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ള കുറച്ച് മിസ്റ്റേക്സുകൾ, അതിന്റെ ഒന്ന് ക്ലാരിറ്റി. യുവേഴ്സ് സിൻസിയർലി ആണോ, ഫെയ്ത്ത്ഫുള്ളി ആണോ, പിന്നെ ഇന്ന് ഗ്രൂപ്പിനകത്ത് ബട്ട് യൂസ് ചെയ്യോ, ഹൗ ഓവർ യൂസ് ചെയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട് 2-3 മെസ്സേജസ് ഞാൻ കണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴത്തെ ന്യൂ അപ്ഡേഷൻ, ലൈക്ക് കുറച്ച് നാളെ അപ്ഡേഷൻ വന്നിട്ട് ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിൽ ഫുൾ നെയിം യൂസ് ചെയ്യണോ വേണ്ടയോ, സല്യൂട്ടേഷൻ യൂസ് ചെയ്യുമ്പോൾ മിസ്റ്റർ മിസ്സസ് കഴിഞ്ഞിട്ട് ഡോട്ട് വേണോ, ഡോക്ടർ കഴിഞ്ഞിട്ട് ഡോട്ട് വേണോ, അങ്ങനെ കുറെ കാര്യങ്ങൾ. ഓക്കെ അല്ലേ? അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങളും, പിന്നെ ഈ ക്വറി ക്വസ്റ്റ്യൻ മാർക്ക് വരുമ്പോൾ ക്വസ്റ്റ്യൻ ആ ഒരു ഡയഗ്നോസിന് തൊട്ട് മുന്നേ ക്വസ്റ്റ്യൻ മാർക്ക് ഇടുമ്പോഴാണോ അതിനെ സസ്പെക്റ്റഡ് എന്ന് പറയുന്നത്, ഡയഗ്നോസിന് ശേഷം ക്വസ്റ്റ്യൻ മാർക്ക് ഇടുമ്പോഴാണോ അതിനെ സസ്പെക്റ്റഡ് എന്ന് പറയുന്നത്, അങ്ങനത്തെ കുറച്ച് കോമൺ നിങ്ങൾക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് ഡൗട്ടുകളാണ് ഇന്ന് ക്ലിയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിനുശേഷം അതിൽ കൂടുതൽ ബാക്കി എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എൻഡ് ഓഫ് ദി സെഷൻ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ അല്ലേ? വെരി ഗുഡ്. ഓക്കെ, ശരി. അപ്പോ ഫൈൻ, താങ്ക് യു. അപ്പോ ഇതിനകത്ത് നമുക്ക് നോക്കാം. ഇതിനകത്ത് ആദ്യമേ തന്നെ നിങ്ങൾക്ക് ഈ ലെറ്റർ കാണാം. ലെറ്റർ കാണുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പോ ഈ ലെറ്ററിനകത്ത് തന്നെ പറയുന്നുണ്ട് എന്താ, ആദ്യം തന്നെ എഴുതിയിട്ടുണ്ട് നോട്ട്സ് മിസ്സസ് ആനി എലിസ് ആണെന്നുള്ള കാര്യം. അനു പറഞ്ഞോ, അനു എന്താ ഡൗട്ടുള്ള? ഓക്കെ, അറിയാതെ വന്നതാണ് ഹാൻഡ് റൈസ്. ഫൈൻ. അപ്പോ മിസ്സസ് ആനി എലിസ് പറഞ്ഞിട്ടുണ്ട് 76 year old ആണ്, ഇസ് എ പേഷ്യന്റ് ഇൻ ദ മെഡിക്കൽ വാർഡ് ഓഫ് വിച്ച് യു ആർ എ ചാർജ് നഴ്സ്. ഇനി നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ എന്താ, നമ്മൾ നേരെ ആദ്യം ഇതൊന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ നമ്മൾ നെക്സ്റ്റ് എന്താ ചെയ്യുക, നേരെ പോയി നമ്മൾ ഏതിലോട്ട് പോവാ, ജസ്റ്റ് ഒന്ന് കാര്യങ്ങൾ നമ്മൾ നോക്കി കഴിഞ്ഞു ഓൾറെഡി. ദെൻ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം, ആദ്യമേ തന്നെ റൈറ്റിംഗ് ടാസ്കിലോട്ട് നമ്മൾ ഓടി തന്നെ ഒന്ന് പോവാ. എന്താണ് ജസ്റ്റ് ഒന്ന് കാര്യം ഒന്ന് മനസ്സിലാക്കുക. കാര്യം ഒന്ന് മനസ്സിലാക്കിയതിനു ശേഷം നമ്മൾ എന്തിലോട്ട് വരിക, കേസ് നോട്ടിലോട്ട് വരിക. ഒന്ന് ഓടി നോക്കുക. നിങ്ങൾ ഇങ്ങനെ താഴോട്ട് പോകുന്ന സമയത്ത് തന്നെ ഹോസ്പിറ്റൽ ബെറിടൗൺ പബ്ലിക് ഹോസ്പിറ്റൽ നിങ്ങൾക്ക് എല്ലാം കാണാം. ഇവിടെ അഡ്മിഷൻ ഡേറ്റ് 12 ജൂൺ ആണ് 2018, 16 ജൂൺ 2018. ജസ്റ്റ് ഒന്ന് വായിച്ച് പോവാ. എന്നിട്ട് നേരെ തന്നെ നിങ്ങൾ ഏതിലോട്ട് വരും, നിങ്ങളുടെ റൈറ്റിംഗ് ടാസ്കിലോട്ട് വരും. റൈറ്റിംഗ് ടാസ്കിൽ വരുമ്പോൾ എന്താ കാണുക, അതിനകത്ത് using the information in the case note another പറയുന്നുണ്ട്, write a letter to Mr. Paul Ferris, manager of Somerset Nursing Home, Garden Street, Bury Town, who will be responsible for Mrs. Ellis continuing care at nursing home. കണ്ടോ question? Yes. ഫൈൻ. അപ്പോ ഇത് ഇത്രയും കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ലൈക്ക് ലെറ്റർ എങ്ങനെയായിരിക്കും? ലൈക്ക് ഇങ്ങനത്തെ ഒരു പാറ്റേൺ ലെറ്റർ ആണ് നമുക്കിപ്പോ ഏകദേശം വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു റീസെന്റ് ആയിട്ട് നമ്മുടെ 2021 എക്സാംസ് എടുക്കുകയാണെങ്കിൽ ഹോം കെയർ നഴ്സിന് എഴുതുക, അല്ലെങ്കിൽ മാനേജർ ഓഫ് നഴ്സിംഗ് ഹോമിന് എഴുതുക, അല്ലെങ്കിൽ GPക്കുള്ള ലെറ്റർ എഴുതുക, അങ്ങനത്തെ കുറച്ച്, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിന് എഴുതുക, ഹോം വിസിറ്റ് റിക്വസ്റ്റ് ചെയ്യുക, ഇങ്ങനത്തെ കുറച്ച് ലെറ്റേഴ്സ് അല്ലെങ്കിൽ നോൺ അൺനോൺ ടൈപ്പ് ലെറ്റേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇപ്പൊ കോമൺലി വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോഷ്യൽ വർക്കറിന്റെ ലെറ്റർ, ഡയറ്റീഷ്യൻ, അതെല്ലാം മുന്നേ പണ്ടത്തെ സമയത്ത് വന്നുകൊണ്ടിരുന്നെങ്കിലും ഇപ്പോൾ അങ്ങനത്തെ ലെറ്റേഴ്സ് വരുന്നത് ചുരുക്കമാണ്.
വരില്ല എന്നല്ല ഞാൻ പറയുന്നത്, മേ ബി വരാം. പക്ഷെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് വന്നുകൊണ്ടിരിക്കുന്നതെല്ലാം ഇതൊരു ഹോം നഴ്സിംഗ് അല്ലെങ്കിൽ ഹോം കെയർ നഴ്സ്, കമ്മ്യൂണിറ്റി നഴ്സ്, മാനേജറിന് എഴുതുക, അങ്ങനെയൊക്കെയാണ്. എല്ലാ ലെറ്റേഴ്സും നിങ്ങൾ അറിഞ്ഞിരിക്കണം. പക്ഷെ ഞാൻ ജസ്റ്റ് ഇപ്പൊ കോമൺ ഒരു ട്രെൻഡ് അനുസരിച്ച് പറയുന്നതേ ഉള്ളൂ. അപ്പൊ ഈ ഒരു റൈറ്റിംഗ് ടാസ്ക് വായിച്ചിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലായേ? ആരെങ്കിലും ഒരാൾ മെൻഷൻ ചെയ്യാം. ഫോളോ അപ്പ് കെയർ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ലെറ്റർ ആണോ സർ? അതെ, അപ്പൊ ഇതിനകത്ത് പറയുന്നുണ്ട്, റൈറ്റ് എ ലെറ്റർ ടു പോൾ ഫെറിസ് ആണ്, മിസ്റ്റർ പോൾ ഫെറിസ് ആണ്, മാനേജർ ആണ്, സമ്മർസീറ്റ് നഴ്സിംഗ് ഹോം ആണ്, ഗാർഡൻ സ്ട്രീറ്റ് ആണ്, ബറി ടൗൺ ആണ്. ഹു വിൽ ബി, അല്ലെ, ഒരു പോയിന്റ് അവിടെ കിടപ്പുണ്ട് അല്ലെ, ഹു വിൽ ബി റെസ്പോൺസിബിൾ ഫോർ മിസ്സസ് എലിസ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു അപ്പോസ്ട്രോഫി കിടപ്പുണ്ട്. കണ്ടായിരുന്നോ ഈ ഒരു അപ്പോസ്ട്രോഫി? ഓക്കെ അല്ലേ? ഇതാ ഞാൻ പറഞ്ഞ ഈ ഒരു അപ്പോസ്ട്രോഫി യൂസിന്റെ കാര്യം. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഞാൻ ആ ഒരു പോയിന്റ് കൂടെ ക്ലിയർ ചെയ്യാം. ലൈക്ക് നമുക്കിപ്പോ ടോപ്പിക്കിലോട്ട് പോവാൻ ചിഞ്ചു, ഞാൻ ജസ്റ്റ് ഒന്ന് കാര്യം ഒന്ന് മെൻഷൻ ചെയ്തിട്ട് പോവാം. ഓക്കെ അല്ലേ? അപ്പോ ഇതിനകത്ത് ഹു വിൽ ബി റെസ്പോൺസിബിൾ ഫോർ മിസ്സസ് എലിസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു അപ്പോസ്ട്രോഫി ഉണ്ട്. കണ്ടായിരുന്നോ ഈ ഒരു അപ്പോസ്ട്രോഫി എസ് എന്ന് പറഞ്ഞ് കിടക്കുന്നത്? അതായത് ഒരു പേഷ്യന്റിന്റെ പേര് അല്ലെങ്കിൽ ആരുടെയെങ്കിലും പേര് എസ് വെച്ചാണ് എൻഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ വീണ്ടും ഒരു അപ്പോസ്ട്രോഫി ഇട്ട് ഒരു എസും കൊണ്ട് ഇടേണ്ട ആവശ്യമില്ല. അതായത് എലിസിന്റെ കണ്ടിന്യൂയിങ് കെയർ, അല്ലെങ്കിൽ ജെയിംസിന്റെ കണ്ടിന്യൂയിങ് കെയർ, അല്ലെങ്കിൽ തോമസിന്റെ കണ്ടിന്യൂയിങ് കെയർ എന്നൊക്കെ പറയുമ്പോൾ ഓൾറെഡി അവരുടെ പേര് എസ് വെച്ചാണ് എൻഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലൊരു അപ്പോസ്ട്രോഫി ഇട്ടാൽ മതി. മനസ്സിലായോ? കണ്ടത് കണ്ടോ ഇത് ഈ ഒരു സംഭവം? ഓക്കെ. അല്ലാതെ ഇപ്പൊ പറയാണ് ജേക്കബ് എന്ന് പറയാണ്, ജേക്കബ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ മിസ്റ്റർ ജേക്കബ്സ് കണ്ടിന്യൂയിങ് കെയർ എന്ന് എഴുതണമായിരുന്നെങ്കിൽ അവിടെ ഒരു ബി ഇട്ടിട്ട് നമ്മൾ അപ്പോ വേണമെങ്കിൽ ഒന്നും കൂടെ അത് കറക്റ്റ് ആയിട്ട് കാര്യം കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ള കാര്യം. ഒരു സെക്കൻഡ്. ഈ ഒരു വൈറ്റ് ബോർഡ് കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ. അപ്പോ ഇപ്പോ ഞാൻ പറഞ്ഞു ജേക്കബ് ആയിരുന്നെങ്കിൽ എങ്ങനെ, ഇപ്പൊ ഒരു നമുക്ക് മിസ്റ്റർ ജേക്കബ് നമുക്ക് യൂസ് ചെയ്യാം. സെക്കൻഡ്. മിസ്റ്റർ ജേക്കബ് എന്നായിരുന്നു പേരെങ്കിൽ ജേക്കബ്സ് ജി പി എന്ന് നമുക്ക് എഴുതണമായിരുന്നു. ഓക്കെ, റൈറ്റ് ലെറ്റർ ടു ജേക്കബ്സ് ജി പി എന്നാണ് നമുക്ക് എഴുതണമായിരുന്നെങ്കിൽ ദെൻ അടുത്തത് ഇപ്പൊ നമുക്ക് അവരിൽ വന്ന പോലെ തന്നെ മിസ്സസ് എലിസ് എന്ന് വന്നു. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ എലിസിന്റെ ജി പി. ഓക്കെ അല്ലെ? അപ്പൊ ഇവിടെ രണ്ടിടത്ത് ഇവിടെ നോക്കുമ്പോ ലൈക്ക് ജേക്കബിന് ബി വെച്ചിട്ടാണ് പേര് എൻഡ് ചെയ്യുന്നത് ആൻഡ് എലിസിനാണെങ്കിൽ എസ് വെച്ചിട്ടാണ് എൻഡ് ചെയ്യുന്നത്. സോ ജേക്കബിന്റെ ജി പിക്ക് നമ്മൾ ലെറ്റർ എഴുതണം എന്ന് പറയുവാണെങ്കിൽ ഓക്കെ, ജേക്കബ്സ് ജി പി, അല്ലെങ്കിൽ നമ്മൾ പറയണ കൈൻഡ്ലി എൻകറേജ് മിസ്റ്റർ ജേക്കബ്സ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുമ്പോഴും നമുക്ക് അവിടെ ഒരു അപ്പോസ്ട്രോഫി എസ്, അതായത് ഇൻഡെ എന്ന് കാണിക്കാൻ ജേക്കബിന്റെ അമ്മ, മിസ്റ്റർ ജേക്കബ്സ് മദർ, മിസ്റ്റർ എലിസ് മദർ എന്ന് പറയുമ്പോൾ ആ ഒരു അപ്പോസ്ട്രോഫി കാണിക്കുന്ന അവരുടെ റിലേഷനെയാണ്. സോ ഈ ഒരു ജേക്കബ് അല്ലെങ്കിൽ ഇവിടെ ഒരു എസ് ഇല്ലാതെ വരുമ്പോൾ നമ്മൾ അവിടെ ഒരു അപ്പോസ്ട്രോഫി ഇങ്ങനെ കൊടുത്ത് എസ് ഇടേണ്ടി വരും. ഓക്കെ, ഇനി അതേസമയം ഓട്ടോമാറ്റിക്കലി പേരിന്റെ ഏറ്റവും അവസാനം എസ് ഉള്ളവരാണെങ്കിൽ നമ്മളൊരു അപ്പോസ്ട്രോഫി ഏറ്റവും ടോപ്പിൽ ഇട്ടാൽ മാത്രം മതി. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ, ഫൈൻ, വെരി ഗുഡ്, വെരി ഗുഡ്. അത്രേ ഉള്ളൂ കാര്യം. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നിങ്ങൾ ജി പിയുടെ കാര്യം നോക്കുമ്പോഴും. ഓക്കെ, ജി പിയുടെ ഒന്ന് രണ്ട് ലെറ്റേഴ്സ് ഞാൻ ജസ്റ്റ് സിമ്പിൾ ഡിസ്കസ് ചെയ്യാം, എന്നാലും ഒന്ന് പറഞ്ഞേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഒരു ഹിന്റ് കിട്ടും, മനസ്സിലായോ? അതായത് നോൺ കേസ് ആണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഇതേപോലെ മിസ്റ്റർ ജേക്കബ്, റൈറ്റ് എ ലെറ്റർ ടു മിസ്റ്റർ ജേക്കബ്സ് ജി പി, മിസ്സസ് എലിസ് ജി പി, അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഹൂസ് റെസ്പോൺസിബിൾ ഫോർ മിസ്റ്റർ ജേക്കബ്സ് കണ്ടിന്യൂയിങ് കെയർ, ജേക്കബിന്റെ എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒരു റിലേഷൻ ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ പറയാം ജേക്കബിന്റെ അമ്മ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയും, മിസ്റ്റർ ജേക്കബ്സ് മദർ അല്ലെ? അപ്പൊ ആ ഒരു റിലേഷൻ ആണ് ഈ ഒരു അപ്പോസ്ട്രോഫി എസ് കാണിക്കുന്നത്. സോ അങ്ങനെ വരുമ്പോൾ തന്നെ നമുക്കൊരു ഹിന്റ് അവിടെ കിട്ടും, ഇതൊരു നോൺ കേസ് ആകാം എന്നുള്ളൊരു പോയിന്റ്. പക്ഷെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കൺഫേം ആയോ? ഇല്ല. അത് കൺഫേം ആണെങ്കിൽ നമ്മൾ എന്തറിയണം, നമ്മൾ ആ ഒരു ലെറ്റർ കംപ്ലീറ്റ് ആയിട്ട് നോക്കണം, ഇത് നോൺ കേസ് ആണോ അതോ അൺനോൺ കേസ് ആണോ എന്നുള്ള കാര്യം. ഇപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ചെറിയൊരു ഹിന്റ് കിട്ടി അല്ലെ? ഇപ്പൊ ചിഞ്ചു ഇവിടെ പറഞ്ഞ പോലെ ലൈക്ക് നമുക്കൊരു ഹിന്റ് കിട്ടി, ഇതൊരു ഫോളോ അപ്പ് കെയർ ആണോ എന്നുള്ള കാര്യത്തിൽ. നമ്മൾ എന്നിട്ട് നേരെ എന്തിലോട്ട് പോകും? മുകളിലോട്ട് പോകും. കാര്യം ഇവിടെ നിങ്ങൾ ഇത് പറഞ്ഞിട്ടുണ്ട് നഴ്സിംഗ് ഹോം ആണ്. ഓക്കെ, അപ്പോൾ മിക്കപ്പോഴുള്ള സിറ്റുവേഷനിൽ ഇതേപോലത്തെ നഴ്സിംഗ് ഹോമിന്റെ ലെറ്റേഴ്സ് വരുമ്പോൾ പേഷ്യന്റ് ഓൾറെഡി ആ നഴ്സിംഗ് ഹോമിലുള്ള റെസിഡന്റ് ആകാം. പേഷ്യന്റ് എന്തെങ്കിലും പ്രശ്നം ലൈക്ക് ഒരു ഫോളോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ, എന്തായാലും നഴ്സിംഗ് ഹോം ആകുമ്പോൾ നിങ്ങൾ ഉറപ്പിച്ചുള്ള പേഷ്യന്റ് ഏജ്ഡ് ആയിരിക്കും. ഓക്കെ, അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൺഫേം ആക്കാം. സോ പേഷ്യന്റ് എന്തെങ്കിലും ഒരു പ്രശ്നം ആ ഒരു നഴ്സിംഗ് ഹോമിൽ വെച്ച് വന്നതാകാം, പേഷ്യന്റിനെ ഹോസ്പിറ്റലിലോട്ട് വിട്ടിട്ടുണ്ടായിരിക്കാം, ഹോസ്പിറ്റലിൽ വെച്ച് പേഷ്യന്റ് ട്രീറ്റ്മെന്റ് എല്ലാം കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പേഷ്യന്റ് പിന്നെ തിരിച്ച് ട്രാൻസ്ഫർ ബാക്ക് ചെയ്ത് നോർമൽ ആ പേഷ്യന്റ് കെയർ ആയിരുന്ന കാര്യത്തിലോട്ട് സ്ഥലത്തോട്ട് തന്നെ തിരിച്ചു വിടും. അതായിരിക്കും നോർമലി നഴ്സിംഗ് ഹോംസിൽ സംഭവിക്കുക.
പക്ഷേ ചില സമയം അങ്ങനെ ആവില്ല. ഓക്കെ, പേഷ്യന്റ് നോർമലി ചിലപ്പോൾ വീട്ടിൽ നിന്ന് വരുന്നതായിരിക്കാം, ഹോസ്പിറ്റലിലോട്ട് എത്തുമായിരിക്കും. പേഷ്യന്റെ കഥ വായിക്കുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുക പേഷ്യന്റ് ചിലപ്പോൾ നെഗ്ലക്റ്റഡ് കെയറും അല്ലെങ്കിൽ ആരും നോക്കാനില്ലാതായിരിക്കും പേഷ്യന്റ് ആ വീട്ടിൽ താമസിക്കുന്നത്, സ്വന്തമായിട്ടായിരിക്കും ജീവിക്കുന്നത്. സോ അങ്ങനെയുള്ള സാഹചര്യത്തിൽ പേഷ്യന്റിനെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ പേഷ്യന്റ് ഒരു നഴ്സിംഗ് ഹോമിലോട്ടോ അല്ലെങ്കിൽ ഒരു കെയർ ഹോമിലോട്ടോ നമ്മൾ സജസ്റ്റ് ചെയ്ത് റെഫർ ചെയ്യും അങ്ങോട്ടേക്ക്. മനസ്സിലായോ? അത് ഓഫ് കോഴ്സ് ഒരിക്കലും എന്താവില്ല, നോൺ കേസ് ആവില്ല, അൺനോൺ ആയിരിക്കും. സോ ഇതിന്റെ എല്ലാത്തിന്റെയും ഹിഡൻ അല്ലെങ്കിൽ ഒരു മെയിൻ ആയിട്ടുള്ള തിങ് എന്താ, നിങ്ങൾ ലെറ്ററിന്റെ ആ ഒരു കണ്ടന്റ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം. എന്നാലേ, അല്ലാതെ ഇപ്പൊ എല്ലാവരും പറയുന്ന പോലെ ഇപ്പൊ ഈ അപ്പോസ്ട്രോഫി എസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഹിന്റ് കിട്ടുന്നതേ ഉള്ളൂ അതിനകത്ത് നിന്നൊക്കെ, അല്ലാതെ കൺഫേം ആവുന്നില്ല. സെയിം എക്സാമ്പിൾ തന്നെ ഇത് പല കുട്ടികളും എന്ത് എഴുതി, തെറ്റിച്ച് ഈ ഒരു സംഭവം മാത്രം വായിച്ചിട്ട്, ഈ ഒരു ടാസ്ക് മാത്രം വായിച്ചിട്ട് ചിലപ്പോൾ ഇതിന് അൺനോൺ ആയിട്ട് എഴുതി വെക്കും, കാര്യം വേറെ ഒന്നും കാണുന്നില്ലല്ലോ എന്നുള്ള കാര്യത്തിൽ. അപ്പൊ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞു ഈ അപ്പോസ്ട്രോഫി എസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഹിന്റ് കിട്ടിയെന്നും പറഞ്ഞു. പക്ഷെ ഇനി ഇതിൽ കൂടുതൽ വേറെ എന്താ ഉള്ളത്, നമ്മൾ വീണ്ടും മുകളിലോട്ട് പോയിട്ട് നമ്മൾ ലെറ്റർ വായിക്കാൻ തുടങ്ങും. ഇല്ലേ, ലെറ്റർ വായിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഓരോ കാര്യങ്ങളും നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കാം. നമ്മൾ നോക്കുകയാണ് പേഷ്യന്റ് ഹോസ്പിറ്റൽ ഏതാണ് പേഷ്യന്റ് വന്നത്, ബെറി ടൗൺ ഹോസ്പിറ്റലിലാണ്, 24 ബീച്ച് റോഡ്, ബെറി ടൗൺ. അപ്പൊ വീണ്ടും ഒരു ക്ലിക്ക്. കാര്യം എന്താ, പേഷ്യന്റിനെ വിടുന്നതും ബെറി ടൗൺ എന്ന് പറയുന്നത് അല്ലേ, ശ്രദ്ധിച്ചായിരുന്നോ നിങ്ങള് ക്വസ്റ്റ്യനില്? ബെറി ടൗൺ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, ബെറി ടൗൺ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് തന്നെയാണ് നമ്മൾ പേഷ്യന്റിനെ വിടാനും പോകുന്നത്. ആ കെയർ ഹോം അവിടെ തന്നെയാണ്, പേഷ്യന്റ് വന്നിരിക്കുന്ന ഹോസ്പിറ്റലിന്റെ അഡ്രസ്സും ബെറി ടൗൺ തന്നെയാണ്. ഫൈൻ, ഓക്കെ, അതൊരു പോയിന്റ് കിടന്നോട്ടെ. അഡ്മിഷൻ ഡേറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. സോ അപ്പൊ തന്നെ നിങ്ങളുടെ മൈൻഡിൽ അഡ്മിഷൻ ഡേറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ പേഷ്യന്റ് വാസ് അഡ്മിറ്റഡ് എന്നുള്ള കാര്യം എഴുതാനായിട്ട് അപ്പോഴേ ഒന്ന് ചിന്തിക്കുക വായിക്കുമ്പോൾ. ഓക്കെ, അല്ലാതെ പേഷ്യന്റ് അഡ്മിറ്റഡ് ടു ഹോസ്പിറ്റൽ നിങ്ങൾക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? പേഷ്യന്റിന് ഒരിക്കലും, അതെ, പേഷ്യന്റിന് ഒരിക്കലും സ്വന്തമായിട്ട് പോയി ഒരു ബെഡിൽ കയറി കിടന്നിട്ട് ഞാൻ അഡ്മിറ്റ് ആയി എന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് അഡ്മിഷൻ എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ ആണ്, ഡിസ്ചാർജ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ ആണ്. സോ ഇറ്റ് ഷുഡ് ബി ഡൺ ബൈ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഓക്കെ അല്ലെ? അപ്പൊ എന്തുകൊണ്ട് ഞാൻ ഷുഡ് യൂസ് ചെയ്തു? അത് മസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഷുഡ് ഞാൻ ഇപ്പൊ പറഞ്ഞപ്പോൾ യൂസ് ചെയ്തതാണ്. നിങ്ങൾ ഒരിക്കലും ലെറ്റർ എഴുതുമ്പോഴും സ്പീക്കിംഗ് ചെയ്യുന്ന സമയത്തും ഷുഡ് യൂസ് ചെയ്യരുത്. ബിക്കോസ് അതൊരു കമാൻഡ് ഫോം ആണ്. എപ്പോഴും വുഡ് അല്ലെങ്കിൽ കുഡ്, അതാണ് എപ്പോഴും യൂസ് ചെയ്യേണ്ട ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് വുഡ് ബി അപ്രീഷിയേറ്റഡ്, ഇറ്റ് വുഡ് ബി ബെനിഫിഷ്യൽ, ഇറ്റ് കുഡ് ബി എൻകറേജിങ്. അങ്ങനെ വുഡും കുഡും യൂസ് ചെയ്യുക, ഷുഡ് ഒരിക്കലും യൂസ് ചെയ്യരുത് കേട്ടോ. അത് ജസ്റ്റ് ഞാൻ പറഞ്ഞു പോയപ്പോൾ കിട്ടിയൊരു പോയിന്റ് ആഡ് ചെയ്തേ ഉള്ളൂ. ഓക്കെ അല്ലേ? അതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, എല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കും. വെരി ഗുഡ്. സോ ഇവിടെ ഒരു അഡ്മിഷൻ ഡേറ്റ് നിങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ, അപ്പോൾ ആ ഒരു വാസ് അഡ്മിറ്റഡ് എന്ന് കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? ലൈക്ക് ആ ഒരു വാസ് കാണിക്കുന്നത് പാസ്റ്റിനെ അല്ല, പേഷ്യന്റ് ബാക്കിയുള്ളവരാൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു. ഓക്കെ അല്ലെ? അതാണ് വാസ് കാണിക്കുന്നത്. അഡ്മിഷന്റെ പാസ്റ്റ് കാണിക്കില്ല. അഡ്മിറ്റ് ആയി എന്ന് കാണിക്കുന്നത് അഡ്മിറ്റഡ് നമ്മൾ എഴുതി കഴിഞ്ഞു, ED ആഡ് ചെയ്ത് കഴിഞ്ഞു അവിടെ ഓൾറെഡി. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ സിമ്പിൾ ഗ്രാമാറ്റിക്കൽ രീതിയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാലേ ഉള്ളൂ. അല്ലാതെ ഈ എല്ലായിടത്തും കിടന്ന് പറയും പോലെ നിങ്ങൾ 30 ദിവസത്തെ ഗ്രാമർ ക്ലാസ്സിനോ അല്ലെങ്കിൽ 20 ദിവസത്തെ ഗ്രാമർ സെഷനോ ഇതൊന്നും പഠിച്ചു പോകേണ്ട ആവശ്യമില്ല. സിമ്പിൾ ഗ്രാമേഴ്സ് മാത്രം, കുറച്ച് വാസ് യൂസ് ചെയ്യുന്ന കാര്യം, അല്ലെങ്കിൽ ഹാസ് ഹാഡ് യൂസ് ചെയ്യുന്ന കാര്യം, ഹാസ് ബീൻ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ എവിടെ ഹാഡ് യൂസ് ചെയ്യാം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ 1 or 2 ലെറ്ററിൽ പഠിച്ചാൽ അത് തന്നെയാണ് നിങ്ങൾ അടുത്ത ലെറ്ററിൽ എഴുതാൻ പോകുന്നത്. ഇല്ലേ? ഫോർ എക്സാമ്പിൾ, ഇപ്പോ ഈ പേഷ്യന്റ് അഡ്മിറ്റഡ് ആയി എന്ന് പറയുന്നത് ഇപ്പൊ 12 ജൂൺ 2018 നിങ്ങൾ ഡേറ്റ് എഴുതി. അടുത്തൊരു ലെറ്റർ വരുമ്പോൾ നിങ്ങൾക്ക് 16 ജൂൺ 2020 ആയിരിക്കും. അവിടെ നിങ്ങൾ വാസ് അഡ്മിറ്റഡ് അല്ലെ അഡ്മിറ്റഡ് എന്തായാലും എഴുതുള്ളൂ. ലാജി എന്താണ് ഡൗട്ട് ഉള്ള? പ്രസന്റഡ് വിത്ത് പറയാൻ പറ്റുമോ? അല്ല, ഇപ്പൊ നമുക്ക് അഡ്മിഷൻ തന്നിട്ടുണ്ടെങ്കിൽ അഡ്മിറ്റഡ് തന്നെ എഴുതുക. പ്രസന്റഡ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു ക്ലിനിക്കിലാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നെങ്കിൽ പേഷ്യന്റ്, അതിനകത്ത് നമ്മൾ നോക്കുക പേഷ്യന്റ് സ്വന്തമായിട്ട് ഓൺ രീതിയിൽ തന്നെയാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നെങ്കിൽ ഹി പ്രസന്റഡ് ടു ദ ഫെസിലിറ്റി, അല്ലെങ്കിൽ ഹി പ്രസന്റഡ് ടു ഫെസിലിറ്റി നമുക്ക് പറയാം. ഇനി അതേസമയം അതിനകത്ത് പറയാണ് പേഷ്യന്റ് നൈബേഴ്സ് പേഷ്യന്റിനെ എടുത്തുകൊണ്ട് വന്നു, അല്ലെങ്കിൽ പേഷ്യന്റ് റിലേറ്റീവ്സ് പേഷ്യന്റിനെ കൊണ്ടുവന്നു, അതായത് എന്തെങ്കിലും ഒരു സപ്പോർട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹി വാസ് പ്രസന്റഡ് എന്നുള്ള കാര്യം യൂസ് ചെയ്യുക. അല്ലാത്ത പക്ഷം മോസ്റ്റ് കോമൺലി പേഷ്യന്റ് ഒരു ക്ലിനിക്കിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വരുന്നതെല്ലാം ഈ പ്രസന്റഡ് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. വാസിന്റെ ആവശ്യം വരാറില്ല. പക്ഷെ സിറ്റുവേഷൻ നോക്കുക. ഓക്കെ അല്ലേ? ഓക്കെ, ഫൈൻ, വെരി ഗുഡ്. അപ്പോ ഇത്രയേ ഉള്ളൂ സംഭവം. ഇതിനകത്ത് ഞാൻ പറഞ്ഞത് എന്തായിരുന്നു? ഓക്കെ, ഗ്രാമറിന്റെ കാര്യം പറഞ്ഞത്. അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഒരു മെഡിസിൻ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോ ഒരു ന്യൂമോണിയ, ഒരു പേഷ്യന്റ് ന്യൂമോണിയ ഉണ്ട്. ഓക്കെ, ന്യൂമോണിയ പേഷ്യന്റ് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിനകത്ത് നോക്കുകയാണ് പേഷ്യന്റ് ന്യൂമോണിയ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞോ അതോ സ്റ്റിൽ ഓൺഗോയിങ് ആണോ? ഓക്കെ, സ്റ്റിൽ ഓൺഗോയിങ് ആണെന്നുണ്ടെങ്കിൽ മെഡിസിൻസും സ്റ്റിൽ ഓൺഗോയിങ് ആയിരിക്കും. ആണോ അല്ലയോ? ഓൺഗോയിങ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് സിംപ്ലി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇപ്പൊ ന്യൂമോണിയ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? മെഡിസിൻസ് കൊടുത്തോണ്ടിരിക്കുന്നത് ട്രീറ്റ് ചെയ്ത് അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പൊ നിങ്ങൾക്ക് സിംപ്ലി എന്ത് യൂസ് ചെയ്യാം? ഹി വാസ് ഡയഗ്നോസ്ഡ് വിത്ത് ന്യൂമോണിയ ആൻഡ് ഹി വാസ് ട്രീറ്റഡ് വിത്ത് ആന്റിബയോട്ടിക്സ് എന്ന് പറഞ്ഞൂടെ അവിടെ?
ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? ഓക്കെ, അതായത് അവിടെ ന്യൂമോണിയ ആൾക്ക് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞു എന്നും പറഞ്ഞു. ന്യൂമോണിയ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആന്റിബയോട്ടിക്സ് ന്യൂമോണിയക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ന്യൂമോണിയ കഴിഞ്ഞതിന്റെ കൂട്ടത്തിൽ തന്നെ എന്തും കഴിഞ്ഞാണ് ആന്റിബയോട്ടിക്സ് കഴിഞ്ഞിട്ടുണ്ടെന്ന് അതിനകത്ത് മെൻഷൻഡ് ആയിരിക്കും. ഇനി ഒരു പക്ഷേ പറയാണ് ന്യൂമോണിയ കഴിഞ്ഞിട്ടില്ല, ആന്റിബയോട്ടിക് നിങ്ങൾ സ്റ്റിൽ കണ്ടിന്യൂ ചെയ്യണം, അല്ലെങ്കിൽ പേഷ്യന്റ് ആന്റിബയോട്ടിക്കിലാണ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വാസ് യൂസ് ചെയ്യാൻ പറ്റുമോ അവിടെ ന്യൂമോണിയയുടെ കൂട്ടത്തില് ആദ്യം പർപ്പസ് പാരഗ്രാഫ് എഴുതുമ്പോ? അതെ, സിമ്പിൾ അല്ലെ? അത്രേ ഉള്ളൂ കാര്യം. അപ്പോ ഈ ഒരു ബേസിക് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞു വെച്ചിരുന്നാല് ബാക്കി ഏത് ലെറ്റേഴ്സ്, ഇപ്പൊ ന്യൂമോണിയക്ക് പറഞ്ഞ ഞാൻ ചെസ്റ്റ് ഇൻഫെക്ഷൻ പറഞ്ഞാലും ശരി, അല്ലെങ്കിൽ ഹെർണിയ പറഞ്ഞാലും ശരി, അപ്പൻഡിസൈറ്റിസ് പറഞ്ഞാലും ശരി, ടോട്ടൽ നീ റീപ്ലേസ്മെന്റ് എന്ത് കാര്യം പറഞ്ഞാലും ശരി, ഈ ഒരു വാസ് അല്ലെങ്കിൽ ഈസ് ആണോ അല്ലെങ്കിൽ ഹാസ് ബീൻ ആണോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം, അത് മനസ്സിലാക്കിയിട്ട് അല്ലേ? അല്ലാതെ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഗ്രാമർ കാര്യങ്ങൾ സംഭവങ്ങൾ 1, 2, 3 കാര്യങ്ങൾ നിങ്ങളൊന്ന് ബേസിക് ആയിട്ട് മനസ്സിലാക്കിയിരുന്നാൽ നിങ്ങൾക്ക് എന്തിനും യൂസ് ചെയ്യാം. പക്ഷെ നോക്കേണ്ട കാര്യം, ചികിത്സിച്ച് കഴിഞ്ഞോ അതോ സ്റ്റിൽ ട്രീറ്റ്മെന്റിലാണോ, സ്റ്റിൽ മെഡിസിൻസ് ഓൺഗോയിങ് ആണോ, ആ ഒരു ട്രാപ്പ് നിങ്ങൾക്ക് ലെറ്റേഴ്സിന് അവിടെ ഇവിടെ ആയിട്ട് ഇവർ മാറ്റി മാറ്റി കൊടുക്കും. മനസ്സിലായോ? സോ അതാണ് നിങ്ങളൊന്ന് നോക്കേണ്ടത്. ന്യൂമോണിയ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഹി ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് വിത്ത് ന്യൂമോണിയ. ദെൻ അത് കൂടാതെ മെഡിസിൻസിന്റെ കാര്യം നമുക്ക് എന്ത് പറയാം? ഹി ഹാസ് ബീൻ കമൻസ്ഡ് ഓൺ ആന്റിബയോട്ടിക്സ് എന്ന് നമുക്ക് പറയാം. ഓക്കെ അല്ലെ? അതിന്റെ അർത്ഥം എന്താ? ലൈക് പേഷ്യന്റിന് സ്റ്റാർട്ട് ചെയ്തു, ഇപ്പോഴും ബീനും കൂടെ വരുന്നതുകൊണ്ട് സ്റ്റിൽ കണ്ടിന്യൂയിങ് ആണ് മെഡിസിൻസ്. ഓക്കെ അല്ലെ? അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ അല്ലെ? ജസ്റ്റ് കുറച്ച് എക്സാമ്പിൾ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ, ഫൈൻ, വെരി ഗുഡ്. അപ്പോ ബാക്കി ഇതിലോട്ട് പോകണമെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് എന്താ അഡ്മിഷൻ ഡേറ്റ് തന്നിട്ടുണ്ട്, ഡിസ്ചാർജ് ഡേറ്റ് തന്നിട്ടുണ്ട്. നമ്മൾ നോക്കാൻ വന്നത് എന്താ? പേഷ്യന്റ് നോൺ ആണോ അൺനോൺ ആണോ എന്നുള്ള കാര്യമാണ്. അപ്പൊ ഇതിനകത്തൊന്നും നോക്കിയിട്ട് നമുക്ക് ഒന്നും തന്നെ കിട്ടുന്നില്ല. എന്താ പേഷ്യന്റ് ഡീറ്റെയിൽസിലോട്ട് താഴോട്ട് പോവാ. നെയിം തന്നിട്ടുണ്ട്, എന്താ ആനി എലിസ് എന്നുള്ള കാര്യം തന്നിട്ടുണ്ട്. ഓക്കെ, ആനി എലിസും തന്നിട്ടുണ്ട്. പേഷ്യന്റ് ഡീറ്റെയിൽസ് ഫീമെയിൽ ആണെന്ന് പറയുന്നുണ്ട്. ഡേറ്റ് ഓഫ് ബർത്ത് തന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ പേഷ്യന്റ് വിഡോ ആണെന്നുള്ള കാര്യം തന്നിട്ടുണ്ട്. ഹസ്ബൻഡ് ഫ്രെഡ് ആണ്, പേഷ്യന്റ് ഹസ്ബൻഡ് പേര് പറഞ്ഞിട്ടുണ്ട്. ദെൻ അടുത്ത നോക്കിയേ, റെസിഡൻസ് കണ്ടോ? ഇവിടെ ഒരു പോയിന്റ്, റെസിഡൻസിനകത്ത് എന്താ എഴുതിയിരിക്കുന്നത്? സമ്മർസീറ്റ് നഴ്സിംഗ് ഹോം ഗാർഡൻ സ്ട്രീറ്റ് ബറി ടൗൺ ഇല്ലേ? കണ്ടായിരുന്നോ? ഓക്കെ, അപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ട? ഇത് കണ്ടു. അപ്പൊ നമ്മൾ ലെറ്റർ കണ്ട് ടാസ്ക് വായിച്ച ഉടനെ തന്നെ നമ്മൾ ലെറ്റർ എഴുതാൻ, അൺനോൺ ആണെന്ന് ധരിച്ച് നമ്മൾ ലെറ്റർ എഴുതാൻ തുടങ്ങിയാൽ ലെറ്റർ തെറ്റും. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇവിടുത്തെ റെസിഡൻസ് നമ്മൾ നോട്ട് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ, എന്തുകൊണ്ട് ഞാൻ ഈ റെസിഡൻസിന്റെ കാര്യം എടുത്തു പറയുന്നു? ബിക്കോസ് ഇവിടെ അതെ, ഇവിടെ എന്താ നമ്മുടെ അഡ്രസ് പറഞ്ഞിരിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ പേഷ്യന്റിനെ നമ്മൾ വിടേണ്ട സ്ഥലം ഏത് തന്നെയാണ്? ഈ പറഞ്ഞിരിക്കുന്ന റെസിഡൻസിലോട്ട് തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞൊരു സിറ്റുവേഷൻ എന്തായിരുന്നു നേരത്തെ? പേഷ്യന്റിനെ ഇതേപോലെ എന്താ നഴ്സിംഗ് ഹോമിൽ ഇരിക്കുന്ന പേഷ്യന്റ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു സർജറിക്ക് വന്നു കാണാം, അവരെ തിരിച്ച് വീണ്ടും ബാക്ക് ടു അവരുടെ കെയർ ഹോമിലോട്ട് തന്നെയായിരിക്കും വിടുന്നത്. കണ്ടോ? ഇവിടെ വീണ്ടും വന്നത് കണ്ടോ? മിസ്റ്റർ പോൾ ഫെറസ്, മാനേജർ ഓഫ് സമ്മർസീറ്റ് നഴ്സിംഗ് ഹോം ഗാർഡൻ സ്ട്രീറ്റ് ബറി ടൗൺ. ഈ സെയിം അഡ്രസ് തന്നെയല്ലേ നമ്മൾ ഇത് മുകളിലെ പേഷ്യന്റ് റെസിഡൻസിലും കണ്ടത്? കണ്ടോ? സമ്മർസീറ്റ് നഴ്സിംഗ് ഹോം ഗാർഡൻ സ്ട്രീറ്റ് ബറി ടൗൺ. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? അപ്പോ ക്ലിയർ ആണ് സർ. അതെ, ഫൈൻ. അപ്പോ ഈ ഒരു കാര്യം വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ലൈക്ക് നമുക്ക് ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ലെറ്ററിന്റെ ഒരു രീതിയെ മാറിപ്പോവാം. ഓക്കെ അല്ലെ? അപ്പൊ ഇങ്ങനെ കണ്ടിട്ട് നമ്മൾ അത് ശ്രദ്ധിക്കാതെ നമ്മൾ ആ ഒരു ലെറ്റർ അൺനോൺ കേസ് ആയിട്ട് നമ്മൾ എഴുതിയാൽ നമുക്ക് മാർക്ക് കിട്ടണമെന്ന് പറഞ്ഞാൽ ശരിയാവോ? ഇല്ല, ഒരിക്കലും ഇല്ല അല്ലെ? അപ്പോ അത് ഇനിയിപ്പോ നിങ്ങൾ ലെറ്റർ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് എഴുതിയിട്ട് ലാസ്റ്റ് 2 മിനിറ്റ് നിങ്ങൾ പ്രൂഫ് റീഡ് ചെയ്യണമെങ്കിൽ ആ സമയത്ത് നിങ്ങൾ ഇത് റെക്കഗ്നൈസ് ചെയ്തിട്ടും കാര്യമുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റാൻ പറ്റുമോ ആ സമയത്ത്? മാറ്റാൻ പറ്റുമോ ചോദിച്ചാൽ നിങ്ങൾക്ക് പറ്റും. എന്ത് ചെയ്യാൻ പറ്റും? വേണമെങ്കിൽ പർപ്പസ് പാരഗ്രാഫിൽ നിങ്ങൾക്ക് ഒന്ന് ചേഞ്ച് ചെയ്യാം. നമ്മൾ എന്താ നോർമലി യൂസ് ചെയ്യുക? പർപ്പസ് പാരഗ്രാഫിൽ നിങ്ങൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? ഇപ്പൊ ഒരു നോൺ കേസ് ആണ് പേഷ്യന്റ് എങ്കിൽ. ദിയ, എന്താ ഡൗട്ട്? ദിയ പറഞ്ഞോ. സർ, അതൊന്നും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? നോൺ കേസിന്റെ കാര്യം ഇതിനകത്താണോ ഡൗട്ട് വന്നേ ഇപ്പൊ പറഞ്ഞ കാര്യത്തില്? ഓക്കെ, ഫൈൻ. അപ്പൊ ദിയ ഒന്ന് നോക്കിക്കോ. ഇതിനകത്ത് ദിയ അൺമ്യൂട്ട് ചെയ്ത് തന്നെ ദിയ ആയിരുന്നോ? ഓക്കെ, അപ്പൊ ദിയ ഇതിനകത്ത് കണ്ടോ? റെസിഡൻസ് കണ്ടോ പേഷ്യന്റിന്റെ? സമ്മർസീറ്റ് നഴ്സിംഗ് ഹോം ഗാർഡൻ സ്ട്രീറ്റ് ബറി ടൗൺ. കണ്ടായിരുന്നോ? കണ്ടു. ഓക്കെ, പക്ഷെ നമ്മളിത് ആദ്യം കണ്ടില്ലായിരുന്നു. നമ്മൾ ആദ്യം റൈറ്റിംഗ് ടാസ്കിലോട്ടാ പോയെ. ഓക്കെ അല്ലേ? നോർമലി എല്ലാവരും ചെയ്യുന്ന കാര്യം റൈറ്റിംഗ് ടാസ്കിലോട്ട്. അത് ഞാൻ അങ്ങനെ ചെയ്തേ ഉള്ളൂ. സോ റൈറ്റിംഗ് ടാസ്ക് ഇതിനകത്ത് എഴുതിയിരിക്കുന്ന നോക്കിയാൽ എന്താ? യൂസിംഗ് ദ ഇൻഫർമേഷൻ ദ കേസ് നോട്ട്, റൈറ്റ് എ ലെറ്റർ ടു മിസ്റ്റർ പോൾ ഫെറസ്, മാനേജർ. എവിടത്തെ മാനേജർ ആണ് ഇയാളെ നോക്കിയേ? സമ്മർസീറ്റ് നഴ്സിംഗ് ഹോം ഗാർഡൻ സ്ട്രീറ്റ് ബറി ടൗൺ.
who will be responsible for Mrs. Ellis continuing care at the nursing home. അപ്പൊ ഇവിടെ നമുക്ക് 2-3 ഹിന്റുകൾ ഞാൻ ആദ്യമേ പറഞ്ഞു. എന്താ, ഈ ഒരു മിസ്സസ് എലിസിന്റെ കാണുമ്പോ അല്ലെ, അവിടെ നമുക്കൊരു ഹിന്റ് കിട്ടി. പക്ഷെ നമ്മൾ ഉറപ്പിച്ചില്ല ആണോ അല്ല എന്നുള്ള കാര്യം. എവിടെ വെച്ച് നമ്മൾ ഉറപ്പിച്ചു? നമ്മൾ റെസിഡൻസ് നോക്കുകയാണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾ ഇതേപോലത്തെ നഴ്സിംഗ് ഹോം കാണുമ്പോൾ തന്നെ നോക്കുക, ലെറ്റർ നോട്ട് നേരെ മുകളിൽ പോയി നോക്കുക, പേഷ്യന്റ് റെസിഡൻസും ഇവിടെ പറഞ്ഞിരിക്കുന്ന അഡ്രസ്സും സെയിം ആണെന്ന്. അതാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ എളുപ്പ വഴി പറഞ്ഞു തരികയാണ്. മനസ്സിലായോ? ഇങ്ങനെ കാണുമ്പോൾ ലൈക്ക് ഇതിനകത്ത് വരുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ലൈക്ക് നാട്ടിൽ നമ്മൾ ഇതുമായിട്ട് യൂസ്ഡ് അല്ല. ഈ നഴ്സിംഗ് ഹോംസ് ആവട്ടെ, ജീറിയാട്രിക് കെയർ ആവട്ടെ, കുറെ കാര്യങ്ങളായിട്ട് നമ്മൾ യൂസ്ഡ് അല്ല. ഇതെല്ലാം നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത് ലൈക്ക് യു കെയിലാവട്ടെ, നിങ്ങൾ യൂറോപ്യൻ കൺട്രീസിലാവട്ടെ, അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലാവട്ടെ, ന്യൂസിലൻഡ് ആവട്ടെ, നിങ്ങൾ പോയി കഴിയുമ്പോൾ അവിടുത്തെ സിറ്റുവേഷൻസുമായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടണം. സോ നോർമലി ഇവിടെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്, അപ്പോൾ എനിക്കിപ്പോൾ ഒരു പേഷ്യന്റിനെ കിട്ടിക്കഴിഞ്ഞാൽ നോർമലി ഇവിടെ നമ്മൾ NHS ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്, ഈ പേഷ്യന്റ് ഏബിൾ ആണോ, പേഷ്യന്റ് വീട്ടിലോട്ട് പോകാൻ, അല്ലെങ്കിൽ പേഷ്യന്റ് നോർമലി നഴ്സിംഗ് ഹോമിൽ നിന്നാണോ വന്നത്. നഴ്സിംഗ് ഹോമിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ പേഷ്യന്റ് അതിന്റെ ഒരു പേപ്പർ കാണും, ആ നഴ്സിംഗ് ഹോമിന്റെ കാര്യം, ഡീറ്റെയിൽസ് ഒക്കെ. ഓക്കെ, പേഷ്യന്റ് ചിലപ്പോൾ അവിടെ ഒരു ഫോൾ ആയിട്ടായിരിക്കും പേഷ്യന്റ് നമ്മളെ അടുത്തോട്ട് വരുന്നത്. മനസ്സിലായോ? സോ തിരിച്ച് പേഷ്യന്റെ കാര്യങ്ങൾ, പേഷ്യന്റെ ഫോൾ നമ്മൾ നോക്കി എക്സ്റേ എടുത്തപ്പോൾ കുഴപ്പമില്ല, ബാക്കി ട്രീറ്റ്മെന്റ് ഒന്നും പേഷ്യന്റ് പ്രശ്നമില്ല, ട്രീറ്റ്മെന്റ് എല്ലാം പേഷ്യന്റ് കറക്റ്റ് എടുക്കുന്നുണ്ട്, നോ പ്രോബ്ലം, ഒരു കുഴപ്പമില്ല. ലാസ്റ്റ് പേഷ്യന്റ് പോകുന്നതിന് മുന്നേ പേഷ്യന്റെ വാക്കിംഗ് അസസ്മെന്റും കൂടെ നമ്മൾ ചെയ്ത് നോക്കും, പേഷ്യന്റ് നന്നായിട്ട് നടക്കുന്നു, ഒരു പ്രശ്നമില്ല, പേഷ്യന്റ് റെഡി ടു ഡിസ്ചാർജ് ആണ്. സോ റെഡി ടു ഡിസ്ചാർജ് ആയിട്ടുള്ള പേഷ്യന്റ് ആണെങ്കിൽ നമ്മൾ നേരെ പേഷ്യന്റിനെ നഴ്സിംഗ് ഹോമിൽ നിന്ന് വന്ന പേഷ്യന്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതേ നഴ്സിംഗ് ഹോമിലോട്ട് തന്നെ ഒരു കോൾ വിളിക്കും ബൈ ഹാൻഡ്. കാര്യം കൂടുതൽ ഹിസ്റ്ററി ഒന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. എന്താ, പേഷ്യന്റ് ഇങ്ങനെ എങ്ങോട്ട് വന്നേ, ഒരു ഫോൾ അവിടെ വെച്ച് നടന്നുണ്ട് ഇല്ലേ? അപ്പൊ നമ്മൾ അവരെ എന്ത് അപ്ഡേറ്റ് ചെയ്താൽ മതി, ഈ ഫോൾ ആയിട്ട് വന്ന പേഷ്യന്റ് നമ്മൾ എന്തൊക്കെ ചെയ്തു എന്ന് അപ്ഡേറ്റ് ചെയ്താൽ പോരെ? അവരുടെ പഴങ്കഥ കാര്യങ്ങൾ ബാക്കിയെല്ലാം അവരുടെ അടുത്ത് പറയേണ്ട ആവശ്യമുണ്ട്. ബിക്കോസ് എന്തുകൊണ്ട് പറയണ്ട, അവർക്കറിയാം അല്ലേ, നോൺ കേസ് ആണ് കാര്യം, അവർക്കറിയാം. അപ്പൊ ഇത് നോർമലി ഇവിടെ നടക്കുന്ന സംഭവമാണ് ഈ കാര്യങ്ങളൊക്കെ. ഓക്കെ അല്ലേ? അപ്പോ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, അവരെ വിളിച്ചിട്ട് നമ്മൾ പറയാം ലൈക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, പേഷ്യന്റ് വന്നു, സോ പേഷ്യന്റ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാലോ. അതാണ് നമ്മൾ ഈ ലെറ്ററിനെ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് പറയാം, ആസ് യു ആർ അവയർ എന്ന് പറയുന്ന ഒരു പോയിന്റ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെ പറയാറില്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി അറിയാലോ, പേഷ്യന്റ് ഫോൾ ആയിട്ട് ഇങ്ങോട്ട് വന്നതാണ്. സോ നമ്മൾ പേഷ്യന്റ് കാര്യങ്ങളെല്ലാം നോക്കി, പേഷ്യന്റ് വന്നപ്പോൾ നല്ല പെയിനും സ്വെല്ലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, നമ്മൾ എക്സ്റേ എടുത്തു, പേഷ്യന്റ് ഒബ്സർവേഷൻസിന് പേഷ്യന്റ് വൈറ്റൽസ് എല്ലാം സ്റ്റേബിൾ ആയിരുന്നു, വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. എക്സ്റേ എടുത്തപ്പോൾ എക്സ്റേ നോർമൽ ആണ്. നമ്മൾ പേഷ്യന്റിന് പെയിൻ കില്ലേഴ്സിന് വേണ്ടിയിട്ട് പാരസെറ്റമോൾ ആസ് റിക്വയർഡ് നമ്മൾ കൊടുത്തു, ഐബുപ്രൊഫൻ കൊടുത്തു. കുറച്ചും കൂടെ പെയിൻ വന്ന സമയത്ത് നമ്മൾ ഓറൽ മോർഫിൻ സൊല്യൂഷൻ നമ്മൾ കൊടുത്തു. പേഷ്യന്റ് ഇപ്പൊ കംപ്ലീറ്റ്ലി സ്റ്റേബിൾ ആണ്. പേഷ്യന്റ് വാക്കിംഗ് അസസ്മെന്റ് നടത്തി, പേഷ്യന്റ് നന്നായിട്ട് വാക്ക് ചെയ്യുന്നുണ്ട്. ഫ്രെയിംസ് ആണ് പേഷ്യന്റ് നോർമലി യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഫ്രെയിംസ് ഇല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യാണ്, ഫ്രെയിംസ് അവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ പേഷ്യന്റിന് 1-2 ഫ്രെയിം നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ഞങ്ങൾ പേഷ്യന്റിന്റെ കൂടെ നിങ്ങൾ അടുത്തോട്ട് വിടുന്നുണ്ട് ഫ്രെയിംസും കൂടെ. കണ്ടിട്ടുണ്ടോ ലെറ്ററിൽ അങ്ങനെയൊക്കെ റെക്കമെൻഡേഷൻ പോയിന്റ്സ് ആയിട്ട്? ഓക്കെ, അപ്പൊ നോർമലി ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോ നമ്മൾ വിളിച്ച് പറയാണ്. സോ വിളിച്ച് പറഞ്ഞിട്ട് അവരോട് നമ്മൾ ചോദിക്കും, ട്രാൻസ്പോർട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് വിടാൻ പറ്റുമോ അതോ നമ്മൾ അറേഞ്ച് ചെയ്യണം? സോ അവർ പറയണം, ഓക്കെ ഞങ്ങൾ ട്രാൻസ്പോർട്ട് വിട്ടോളാം, അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് അറേഞ്ച് ചെയ്തോളാം. ഓഫ് കോഴ്സ് ഫൈൻ, ദേ ആർ ഹാപ്പി ടു ടേക്ക് കെയർ ഓഫ് ദ പേഷ്യന്റ് ബാക്ക്. വീണ്ടും പേഷ്യന്റിനെ തിരിച്ചെടുക്കാൻ അവർക്ക് താല്പര്യമാണ്, നോ പ്രോബ്ലം. മനസ്സിലായോ? സോ നമ്മൾ നോക്കുമ്പോൾ എന്താ, ഇപ്പൊ ഇതേപോലെ തന്നെ ഇവിടെ കണ്ടു, എന്താ ഇത് തന്നെയാണ്, നമ്മൾ അഡ്രസ്സ് നോക്കി വീണ്ടും തിരിച്ച് നമ്മൾ പേഷ്യന്റിന്റെ ഹിസ്റ്ററിയിലോട്ട് പോകുന്നു. ഹിസ്റ്ററിയിലോട്ട് പോകുമ്പോഴും നമ്മൾ നോക്കുമ്പോൾ എന്താ എഴുതിയിരിക്കുന്ന, റെസിഡൻസിൽ സമ്മർസീറ്റ് നഴ്സിംഗ് ഹോം, ഗാർഡൻ സ്ട്രീറ്റ്, ബെറിറ്റോൺ. സോ സെയിം ആണ്, നോൺ ആണെന്ന് മനസ്സിലായി. അവിടുത്തെ ഫോൺ നമ്പർ നമ്മൾ ഗൂഗിളിൽ തപ്പുന്നു, ഇല്ലെങ്കിൽ അവരുടെ ആ ഒരു നോട്ട്സിനകത്ത് അവരുടെ ഓൾറെഡി ഒരു നോട്ട്സ് കാണും അവർക്ക്, അതിനകത്ത് നമ്പർ കാണും, അവരെ കോൺടാക്ട് ചെയ്യുന്നു, അറിയിക്കുന്നു, അവരെ വിടുന്നു, കഴിഞ്ഞ കാര്യം. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഒരു സംഭവം ഇതിനകത്ത് തന്നെ വരുന്ന കുറച്ച് കാര്യം. ഓക്കെ, താങ്ക് യു. സോ അപ്പൊ ഇതിനകത്ത് തന്നെ വരുന്ന കുറച്ച്, ജിനു എന്താ ഉള്ള ഡൗട്ട്? സർ, നമ്മള് ഈ നോൺ കേസില് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ് വരുന്ന പാരഗ്രാഫ് ഇല്ലേ, അതിന്റെ അകത്ത് ആസ്യു തുടങ്ങണോ? അല്ല, ആസ് യു ആർ അവയർ നിങ്ങൾ ആദ്യമേ എഴുതണമെന്നില്ല, ഡിപ്പെൻസ്. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ സിറ്റുവേഷൻ നിങ്ങൾ ഇപ്പോൾ പെയിൻ കില്ല ലൈക്ക് പേഷ്യന്റ് ഇപ്പോൾ ഫോൾ ആയിട്ടാണ് വന്നെങ്കിൽ പേഷ്യന്റ് ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ പറയുക. മനസ്സിലായോ? അല്ലാതെ ബാക്കി കാര്യങ്ങൾ പറയുന്നത് എഴുതേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ആസ് യു ആർ അവയർ പേഷ്യന്റ് കെയിം വിത്ത്, അല്ലെങ്കിൽ എന്താ അഡ്മിറ്റഡ് വിത്ത് കംപ്ലൈൻസ് ഓഫ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് പറയാം. കാര്യം എന്താ, അവർക്ക് അറിയാം എന്തുകൊണ്ടാണ് പേഷ്യന്റ് വന്നതെന്നുള്ള കാര്യം. മനസ്സിലായോ? സോ വേണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യമേ പറയാം, ഇല്ലെങ്കിൽ സിംപ്ലി നിങ്ങൾക്ക് എന്ത് പറയാം, മിസ്സസ് എക്സ് വാസ് അഡ്മിറ്റഡ് വിത്ത് കംപ്ലൈൻസ് ഓഫ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് പറയാം. അല്ലാതെ ആസ് യു ആർ അവയർ ആദ്യമേ എഴുതണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഓക്കെ അല്ലേ? ഇനി ചില സമയത്ത് ഇപ്പോൾ നിങ്ങൾക്ക് പേഷ്യന്റിന്, ഫോർ എക്സാമ്പിൾ ഇപ്പോ ഈ ഒരു പേഷ്യന്റ് ആവട്ടെ, ഇപ്പൊ പേഷ്യന്റിന്റെ നോർമൽ മെഡിസിൻസ്, ഓക്കെ, ഈ പേഷ്യന്റ് സർജറിക്ക് വന്നതാണെന്ന് വെച്ചോ, പേഷ്യന്റ് സർജറിക്ക് വന്നു, പക്ഷേ പേഷ്യന്റ് സർജറി നമ്മൾ ക്യാൻസൽ ചെയ്യേണ്ടായി, പേഷ്യന്റ് തിരിച്ചു വീണ്ടും. കാര്യം എന്താ, പേഷ്യന്റ് BP കൂടിയിരുന്നു എന്ന് വെച്ചോ, ഫോർ എക്സാമ്പിൾ. ഓക്കെ,
അപ്പോൾ പേഷ്യന്റ് ബി പി കൂടിയോണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് സർജറി ചെയ്യാൻ പറ്റില്ല അല്ലേ. നോർമലി നമ്മൾ ക്യാൻസൽ ചെയ്യാറില്ലേ, അങ്ങനെയൊക്കെ വരുമ്പോൾ ക്യാൻസൽ ചെയ്യാറുണ്ട്. സോ അങ്ങനെ ആയപ്പോൾ പേഷ്യന്റ് നമ്മൾ തിരിച്ച് വീണ്ടും ഡിസ്ചാർജ് ചെയ്ത് വിട്ടു. അതിന്റെ കൂട്ടത്തിൽ തന്നെ എന്ത് ചെയ്തു, പേഷ്യന്റ് നോർമൽ കഴിച്ചുകൊണ്ടിരുന്ന മെഡിസിൻ എല്ലാം നമ്മൾ റിവൈസ് ചെയ്ത് കൂട്ടി ഡോസ് ഒക്കെ. ഓക്കെ, ഇപ്പൊ ബീറ്റാ ബ്ലോക്കേഴ്സ് അല്ലെങ്കിൽ ലിസ്നോപ്രിൽ പേഷ്യന്റ് ഒരു 5 mg കഴിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അമ്ലോഡിപ്പിൻ 5 mg കഴിച്ചുകൊണ്ട് നമ്മൾ അതിനെ 10 mg ആക്കി. ആസ്പിരിൻ 75 കഴിച്ചുകൊണ്ടിരുന്ന പേഷ്യന്റിനെ നമ്മൾ 150 mg ആക്കി. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ചേഞ്ചസ് പേഷ്യന്റിന്റെ ആ ഒരു പാസ്റ്റിൽ നിന്ന് നമ്മൾ വ്യത്യാസം വരുത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ ആസ് യു ആർ അവയർ എന്നുള്ള ഒരു പോയിന്റ് ആഡ് ചെയ്യേണ്ടി വരും. കാര്യം എന്താ, അവർ കഴിച്ചുകൊണ്ടിരുന്ന നോർമൽ മെഡിസിൻസിനെ നമ്മൾ ഇവിടെ ചേഞ്ച് ചെയ്തിരിക്കുകയാണ് കുറച്ച്. ഓക്കെ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ എന്ത് പറയാൻ വേണമെങ്കിൽ ആസ് യു ആർ അവയർ എന്താ, പേഷ്യന്റ് ഓൾറെഡി റെഗുലർ മെഡിസിൻസിലായിരുന്നു, പക്ഷേ അല്ലെ ഹൗവർ ഡ്യൂ ടു ദ പ്രസന്റ് മെഡിക്കൽ കണ്ടീഷൻ എന്താ പറയാൻ നമുക്ക് വേണമെങ്കിൽ റെഗുലർ മെഡിക്കേഷൻ ഹാസ് ബീൻ റിവൈസ്ഡ് വിച്ച് ഇൻക്ലൂഡ്സ് എന്ന് പറഞ്ഞിട്ട് അതെ റിവൈസ്ഡ് എന്തെങ്കിലുമൊക്കെ വരും. ഫൈൻ, പോട്ടെ. അപ്പോ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ആസ് യു ആർ അവയർ എന്നുള്ള ഒരു പോയിന്റ് നമുക്ക് ആഡ് ചെയ്യാം. ലൈക്ക് അങ്ങനെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അതും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? ലാജിയാണോ ഇപ്പൊ ചോദിച്ചേ? സോറി, ലൈജി എന്താ ചോദിച്ചാൽ മനസ്സിലായില്ല. ഏത് പോയിന്റ്സ്? റെഗുലർ എടുത്തിരിക്കുന്ന മെഡിക്കേഷൻസിന്റെ ഡോസേജ് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം ആസ് യു ആർ അവയർ അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു ഹർ പ്രസന്റ് മെഡിക്കൽ കണ്ടീഷൻ എന്നുള്ള പോയിന്റ് നമുക്ക് യൂസ് ചെയ്യാം. അക്കോർഡിംഗ് ടു ഹർ പ്രസന്റ് മെഡിക്കൽ കണ്ടീഷൻ her regular medication has been revised which includes എന്ന് നമുക്ക് പറയാം. ഓക്കെ അല്ലേ, which includes according to her present medical condition, her regular medications has been revised എന്ന് പറഞ്ഞിട്ട് റിവൈസ്ഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇൻക്രീസ് എന്ന് പറയാം, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ അല്ലെ, റിവൈസ്ഡ് എന്ന് പറയുമ്പോൾ ഓക്കെ ചേഞ്ച് ചെയ്തു എന്നുള്ള ഒരു പോയിന്റ് അവിടെ വരും. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം, വിച്ച് ഇൻക്ലൂഡ്സ് ഏതൊക്കെയാണ് നിങ്ങൾക്ക് പറയാം. ലിസ്നോപ്പറിൽ ചേഞ്ച് ചെയ്ത കാര്യം, അവർക്ക് നോർമൽ ഡോസ് അവർക്ക് അറിയായിരിക്കും, നിങ്ങളിപ്പോൾ മാറ്റിയ ഡോസസ് മാത്രം എഴുതിയാൽ മതി. ഓക്കെ അല്ലേ, അങ്ങനെ ഒരു പോയിന്റ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇപ്പൊ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആസ് യു ആർ അവയർ ജോയിൻ ചെയ്യുന്ന സമയത്ത് പിന്നെ ഇപ്പൊ പേഷ്യന്റിലേക്ക് ഇപ്പൊ എന്താ നോർമലി അലർജീസോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചോ. അപ്പൊ നമ്മൾ എപ്പോഴും പേഷ്യന്റിനെ തിരിച്ചു വിടുന്ന സമയത്താണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അലർജീസോ കാര്യം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പെൻസിൽ അലർജി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് ഇപ്പൊ GP അടുത്തൊക്കെയാണ് നമ്മൾ പേഷ്യന്റിനെ തിരിച്ചു വിടുന്നതെങ്കിൽ ഓക്കെ, അങ്ങനെയൊക്കെ വിടുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഈ അലർജീസ് ഒക്കെ ഉള്ള പേഷ്യന്റ് ആണെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്താലും കുഴപ്പമില്ല ആസ് യു ആർ അവയർ വെച്ചിട്ട്. കാര്യം ഇവരെന്ന് പറയുന്നത് ലിറ്ററലി എല്ലാ പേഷ്യന്റിനെ പറ്റി ഓർത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരല്ല. ഓക്കെ, GP നോൺ ആണെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് എന്താ ഇവർക്ക് ഒരു പേഷ്യന്റിനെ കണ്ടു കഴിയുമ്പോൾ തന്നെ അവരുടെ ഹിസ്റ്ററി എല്ലാം അവരുടെ ബ്രെയിനിൽ തെളിഞ്ഞു വരും, അങ്ങനെയൊന്നും അല്ല. ഓക്കെ അല്ലേ, ഇവരുടെ ഇൻഫർമേഷൻസ് എല്ലാം അവർക്ക് ഡേറ്റ ഫീഡഡ് ആണ് അവരുടെ സിസ്റ്റത്തിൽ. ഓക്കെ അല്ലേ, അത്രേ ഉള്ളൂ സംഭവം. പിന്നെ ഈ GP എന്ന് പറയുന്ന ആളെന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഏരിയ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ എന്റെ ഏരിയ എന്ന് പറയുന്ന ഒരു ഇപ്പൊ ഇങ്ങനെ എടുത്ത് AB എന്ന് പറഞ്ഞ ഒരു പോസ്റ്റ് കോഡ് ആണെന്ന് വെച്ചോ. അപ്പൊ ആ ഒരു ABക്കകത്ത് ഒരു GP കാണും. ഇനി അടുത്ത് CD എന്ന് പറയുന്ന ഒരു പോസ്റ്റ് കോഡിന് വേറൊരു GP പ്രാക്ടീസ് കാണും. ഓക്കെ അല്ലേ, ക്ലിയർ ആണോ? അപ്പൊ അങ്ങനെയായിരിക്കും ഈ GP പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ GPക്കകത്ത് ഈ ഒരു പോസ്റ്റ് കോഡിനകത്ത് ഒരുപാട് വീടുകളാണ്, 100-200 വീടുകൾ കാണും, മനസ്സിലായി, ആൾക്കാർ കാണും, ഇഷ്ടംമാതിരി ആൾക്കാർ കാണും. അപ്പൊ അവരുടെ എല്ലാവരുടെയും GP ഒരാൾ തന്നെ ആയിരിക്കും, നോൺ ആയിരിക്കും. പക്ഷെ എല്ലാം അവർക്ക് അറിഞ്ഞുകൊള്ളുന്നില്ല, അവരുടെ മൈൻഡിൽ വെക്കൊണ്ടിരിക്കണമെന്നില്ല. റെഗുലർ പേഷ്യന്റ് ആണെങ്കിൽ ഓക്കെ ഫൈൻ, അവർക്ക് ഓർമ്മ കാണും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതേപോലത്തെ പേഷ്യന്റ് അലർജിക് ആയിട്ടുള്ള പേഷ്യൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രഗ് അലർജി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ആസ് യു ആർ അവയർ ഇട്ടിട്ട് നിങ്ങൾക്ക് എന്ത് പറയാം, ആസ് യു ആർ അവയർ ഹീസ് അലർജിക് ടു പെനിസിലിൻ എന്നൊരു പോയിന്റ് പറഞ്ഞ് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കേട്ടോ. ഓക്കെ അല്ലേ, അതൊക്കെ നല്ലതാണ് പറയുന്നത്. അന്നമ്മ എന്താ ഡൗട്ട് ഉള്ളത്? ഇപ്പൊ പറഞ്ഞില്ലേ നമുക്ക് നോൺ കേസിന്റെ ലെറ്റർ ചെയ്യുമ്പോ അല്ലെങ്കിൽ യൂഷ്വലി നമ്മൾ ലെറ്റർ ചെയ്യുമ്പോൾ സെക്കൻഡ് പാരഗ്രാഫിൽ നമ്മൾ പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി അല്ലെങ്കിൽ സോഷ്യൽ ഹിസ്റ്ററി ഒക്കെ അല്ലേ പറയാ. അപ്പൊ ഈ നോൺ കേസിന്റേത് ചെയ്യുമ്പോ അപ്പൊ സെക്കൻഡ് പാരഗ്രാഫിൽ നമ്മൾ എന്ത് എഴുതും? നോൺ കേസ് പറയുമ്പോൾ സെക്കൻഡ് പാരഗ്രാഫിൽ നിങ്ങൾ ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ പറഞ്ഞാൽ എന്താ സംഭവിച്ചെന്നുള്ള കാര്യം പേഷ്യന്റിന് നോർമലി പറയും പോലെ. ഇപ്പൊ നമ്മളിപ്പോ ഫസ്റ്റ് പാരഗ്രാഫ് പറഞ്ഞു, ഞാനിപ്പോ കാണിച്ചു തരാം, ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാൻ ഒരു എക്സാമ്പിൾ കാണിക്കാം. ഓക്കെ, ഇപ്പോ ഈ ക്വസ്റ്റ്യൻ കാണുന്നുണ്ടോ? ക്ലിയർ ആണല്ലോ? ഓക്കെ, ഒരു സെക്കൻഡ്. ഈ ഒരു ലെറ്റർ കാണുന്നുണ്ടോ നിങ്ങള്? ഓക്കെ, ഇത് യു ആർ എ കാർഡിയോതൊറാസിക് സർജൻ ആണ്, യു ആർ എ രജിസ്റ്റേർഡ് നഴ്സ് എന്ന് വിചാരിക്കും. ഇതൊരു OET മെഡിസിന്റെ ലെറ്റർ ആണ്. സോ ഇതിനകത്ത് പറയുന്നുണ്ട് എന്താ, the writing task നിങ്ങൾക്ക് കാണാൻ പറ്റും തോന്നുന്നു. Using the information in the case notes, not write a letter of discharge to the patient's GP. Okay, including എന്താ കിടക്കുന്ന നോക്കിയേ, ഹിസ്റ്ററി, മെഡിക്കേഷൻ ആൻഡ് അഡ്വൈസ്. ഓക്കെ, അഡ്രസ് ലെറ്റർ. അപ്പൊ ഇങ്ങനെ ഒരു പോയിന്റ് കിടക്കുമ്പോൾ ഹിസ്റ്ററി, മെഡിക്കേഷൻ, അഡ്വൈസ് കണ്ടോ? അപ്പോ അങ്ങനെ റയർ ആയിട്ടായിരിക്കും ചിലപ്പോൾ ലെറ്റേഴ്സിൽ വരിക. ഓക്കെ, എന്തുകൊണ്ട് അങ്ങനെ വന്നു നമുക്ക് നോക്കാം, എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നുള്ള കാര്യം. അപ്പൊ ഇവിടെ പേഷ്യൻസ് GP എന്ന് പറഞ്ഞപ്പോൾ ഇത് എന്താ ലെറ്റർ, നോൺ ആണോ അൺനോൺ ആണോ?
നോൺ കേസ്. നോൺ കേസ് ആയി. കാര്യം എന്താ, നിങ്ങൾക്ക് പേഷ്യൻസ് GP തന്നെ ഇവിടെ പറയുന്നത്. അപ്പൊ വേറെ ഒന്നും ഇനി ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഓഫ് കോഴ്സ് ഇത് എന്താണ്, ഒരു നോൺ കേസ് തന്നെയാണ്. ഓക്കെ, ഇനി അന്നമ്മ പറഞ്ഞ കാര്യത്തിലോട്ട് നമുക്ക് പോകാം, ഡൗട്ട് ചോദിച്ചാലോട്ട്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ലൈക്ക് പേഷ്യന്റിന്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്താ നോക്കിയേ, എന്താ സംഭവിച്ചെന്നുള്ള കാര്യം. റൈറ്റ് എ ഡിസ്ചാർജ് ലെറ്റർ ആണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. എന്താ സംഭവിച്ചത് നമുക്ക് നോക്കാം പേഷ്യന്റിന്. അപ്പോൾ പേഷ്യന്റിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. മിസ് ജാനറ്റ് പ്രീസ്ലി ആണ്, ഏജ് പറയുന്നുണ്ട് 72, സോഷ്യൽ ഹിസ്റ്ററി പറയുന്നുണ്ട്, വിഡോ റിട്ടയർഡ് അക്കൗണ്ടന്റ് ആണ്, കെയർ ഓഫ് 5 ഗ്രാൻഡ് ചിൽഡ്രൻ നോക്കുന്നുണ്ട്, അവര് നോൺ ആൽക്കഹോളിക് ആണ്, പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, ടൈപ്പ് 2 ഡയബറ്റീസ് മെലിറ്റസ് ഉണ്ട്, ഡിപ്രഷൻ ഉണ്ട്, നെഫ്രോപ്പതി, ഇസ്കീമിക് ഹാർട്ട് ഡിസീസ്, പിന്നെ അക്യൂട്ട് മയോകാർഡ് ഇൻഫെക്ഷൻ 2018 വന്നിട്ടുണ്ട്. മെഡിക്കേഷൻസ് നോക്കിയേ, ആസ്പിരിൻ 75 എടുക്കുന്നുണ്ട്, ബീറ്റാ ബ്ലോക്കേഴ്സ് 10 mg ഉണ്ട്, സിറ്റലോപ്രാം 10 ഗ്രാം അല്ല 10 മില്ലിഗ്രാം ആണ്, ഇൻസുലിൻ 50 ഇന്റർനാഷണൽ യൂണിറ്റ് എടുക്കുന്നുണ്ട്, സ്റ്റാറ്റിൻസ് 40 മില്ലിഗ്രാം എടുക്കുന്നുണ്ട്. ഇനി 2/8/2019 എന്ത് സംഭവിച്ചു പേഷ്യന്റിന്? ഓക്കെ, നോൺ ക്രിട്ടിക്കൽ കൊറോണറി ആർട്ടറി ബൈപ്പാസ് ക്യാൻസൽഡ് ആയി അവരുടെ. ഓക്കെ, പ്രൊസീജിയർ എന്തുകൊണ്ട് നടത്തിയില്ല? നോട്ട് ഡൺ ഡ്യൂ ടു സ്മോക്കിംഗ് പ്രയർ അഡ്മിഷൻ. ഓക്കെ, ഓൺ അഡ്മിഷൻ എന്ത് സംഭവിച്ചു? പേഷ്യന്റ് BP 180 or 100 ആയിരുന്നു. അത് ഈ ഇങ്ങനെ ഒരു ആരോ ഇട്ടിരിക്കുന്നിട്ട് ബീറ്റാ ബ്ലോക്കേഴ്സ് കൊടുക്കുന്നതിന്റെ മീനിങ് എന്താ? ഇൻക്രീസ്ഡ് ബീറ്റാ ബ്ലോക്കേഴ്സ്. അതെ, ഇൻക്രീസ്ഡ് ബീറ്റാ ബ്ലോക്കേഴ്സ്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ സയൻസും സിംബൽസും കൂടെ നോക്കുക. അപ്പൊ ബീറ്റാ ബ്ലോക്കേഴ്സിന്റെ ഡോസ് അവിടെ കൂട്ടി കൊടുത്തു എന്നാണ് അതിന്റെ ഒരു മീനിങ് അല്ലെ. അതിന്റെ ഡോസ് കൂടുതൽ കൊടുത്തപ്പോ എന്ത് സംഭവിച്ചു? BP fall to 140 or 80. അപ്പൊ ഇങ്ങനെയുള്ള പോയിന്റുകളും കൂടെ നിങ്ങൾ എന്ത് ചെയ്യാ, ഒന്ന് കണക്ട് ചെയ്യാനും കൂടെ ശ്രമിക്കാം എന്റെ കൂട്ടത്തില്. ഓക്കെ അല്ലേ? അപ്പോ കേട്ടില്ല, എന്തെങ്കിലും ചോദിച്ചായിരുന്നോ? ഓക്കെ ഫൈൻ. അപ്പോ ഞാൻ പറയാൻ വന്നത് എന്താ, ഇപ്പൊ ഈ 2/8/2019 കാര്യം പറഞ്ഞു. ദെൻ നിങ്ങൾക്ക് തൊട്ട് താഴെ വീണ്ടും ഒരു ഡേറ്റ് ഉണ്ട്. നമുക്ക് ഡേറ്റ് അറിയണമല്ലോ എന്നാണെന്നുള്ള കാര്യം അല്ലെ. വന്നേ, ഡിസ്ചാർജ് പ്ലാനിൽ കിടപ്പുണ്ട് 3/8/2019. അപ്പൊ നമ്മുടെ ഡേറ്റ് നമുക്ക് മനസ്സിലായി. എന്തായിരിക്കും നമ്മൾ എഴുതേണ്ട ഡേറ്റ് ലെറ്ററിന്റെ? 3/8/2019. കാര്യം എന്താ, അതിനുശേഷം കിടക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് റീ അഡ്മിഷന്റെ അഡ്വൈസ് ആണ് 19/10 എന്ന് പറയുന്നത് അല്ലെ. വേറെ ഡേറ്റ് ഒന്നും ഇല്ല. അപ്പൊ 3/8/2019 വെച്ച് നമ്മൾ ഈ ഡേറ്റ് എഴുതുമ്പോൾ നമ്മൾ എഴുതുന്ന ആർക്കാ? നോൺ കേസ് ആയിട്ടുള്ള GP. അപ്പൊ GPക്ക് ഇപ്പൊ എന്താ അറിയാം പേഷ്യന്റിനെ പറ്റിയിട്ട്? പേഷ്യന്റ് വന്ന എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഈ ഒരു നോൺ ക്രിട്ടിക്കൽ കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ് പേഷ്യന്റിനെ ഇങ്ങോട്ട് വിട്ടത്. അത് ആർക്ക്, അതുവരെയുള്ള കാര്യം ആർക്കറിയാം? GPക്ക് അറിയാം ഇല്ലേ? അതേ സമയം GPക്ക് എന്താ അറിയില്ല? ഈ ഒരു നോൺ ക്രിട്ടിക്കൽ കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഇപ്പൊ ക്യാൻസൽ ചെയ്തത് എന്തുകൊണ്ടാണ്? ഈ ഒരു സ്മോക്കിംഗ് പ്രയർ അഡ്മിഷൻ ആണെന്നും, അല്ലെങ്കിൽ ഇത് ക്യാൻസൽ ചെയ്യപ്പെട്ടു എന്നും, ഇത്രയും BP കൂടിയെന്നും, അതിന്റെ പകരം ബീറ്റാ ബ്ലോക്കർ കൊടുത്തു എന്നും, BP കുറഞ്ഞു എന്നും, അല്ലെങ്കിൽ ഇതിനുശേഷം എന്താ വീണ്ടും പറയുന്നുണ്ട്, ആ സമയത്ത് 2/8/2019 എന്ത് സംഭവിച്ചു? പേഷ്യന്റിന് സൈക്കാട്രിക് കൗൺസിലിംഗ് കൊടുത്തിട്ടുണ്ട് ഇല്ലേ? അതെ, പേഷ്യന്റ് സൈക്കാട്രിക് കൗൺസിലിംഗ് കൊടുത്തിട്ടുണ്ട്. ദെൻ സൈക്കാട്രിക് കൗൺസിൽ എന്ത് പറഞ്ഞു? സ്മോക്കിംഗ് സെസേഷനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. സോഷ്യൽ ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഇൻക്ലൂഡിംഗ് ഗ്രാൻഡ് ചിൽഡ്രൻ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്തുകൊണ്ട്? കാര്യം ലെറ്ററിനകത്ത് തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട് പേഷ്യന്റിന് കെയർ ഓഫ് 5 ഗ്രാൻഡ് ചിൽഡ്രൻ പേഷ്യന്റ് നോക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഇല്ലേ. അപ്പോ അതിനെ പറ്റിയിട്ട് പറഞ്ഞു. ദെൻ അത് കൂടാതെ ഡയഗ്നോസ്ഡ് ആസ് മോഡറേറ്റ് ഡിപ്രഷൻ. എന്തുകൊണ്ട് ഇതൊക്കെ പറഞ്ഞു? ബിക്കോസ് ഏറ്റവും ടോപ്പിൽ പറയുന്നുണ്ട്, പേഷ്യന്റിന് ഹിസ്റ്ററിയിൽ നിങ്ങൾ വായിച്ചപ്പോൾ ശ്രദ്ധിച്ചായിരുന്നോ? പേഷ്യന്റ് ഓൾറെഡി ഡിപ്രഷൻ ഉള്ള ഒരാളായിരുന്നു. കണ്ടായിരുന്നോ? അത് ഓർമ്മയുണ്ടോ? ഞാൻ കാണിച്ചു തരാം ഒന്നുകൂടി. ഒരു സെക്കൻഡ്. കണ്ടോ? പേഷ്യന്റ് ഓൾറെഡി ഡിപ്രഷൻ ഉള്ള ഒരാളാണ്. കണ്ടോ? ദേ ഡിപ്രഷൻ. ഓക്കെ, ഡിപ്രഷൻ ഉണ്ട്. ബാക്കി നെഫ്രോപ്പതി, ഇസ്കീമിക് ഹാർട്ട് ഡിസീസ്, പേഷ്യന്റ് കഴിക്കുന്ന മെഡിസിൻസ് ആസ്പിരിൻ 75 mg, കാര്യങ്ങളെല്ലാം ഉണ്ട്. ബീറ്റാ ബ്ലോക്കേഴ്സ് ഉണ്ട്, സിറ്റലോപ്രാം ഉണ്ട്, 10 മില്ലിഗ്രാം ആണ്, ഇൻസുലിൻ ഉണ്ട്, സ്റ്റാറ്റിൻ ഉണ്ട്. ഇപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചു? പേഷ്യന്റ് ബ്ലഡ് പ്രഷർ കൂടി ഇല്ലേ? പേഷ്യന്റിന് മോഡറേറ്റ് ഡിപ്രഷൻ ആണെന്ന് ഡയഗ്നോസ് ചെയ്തു. പേഷ്യന്റ് സ്മോക്കിംഗ് പ്രയർ കാരണം പേഷ്യന്റ് സർജറി ക്യാൻസൽ ചെയ്തു. നോക്കിയേ, മോഡറേറ്റ് ഡിപ്രഷൻ ആയപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ പേഷ്യന്റ് സിറ്റലോപ്രാമിന്റെ ഡോസ് 10 നിന്ന് എത്രയാക്കി? 20 ആക്കി. കണ്ടോ? ഓക്കെ, ദെൻ അത് കൂടാതെ പേഷ്യന്റ് 75 mg ആണ് ആസ്പിരിൻ കഴിച്ചുകൊണ്ടിരുന്നത്. അതിന് എത്രയാക്കി? ഇപ്പോ 150 ആക്കി. എന്നിട്ട് അത് കൂടാതെ എന്ത് പറയുന്നുണ്ട്? സ്റ്റോപ്പ് ഓൺ റീ അഡ്മിഷൻ പറയുന്നുണ്ട് ഇല്ലേ. ദെൻ ലിസ്നോപ്രിലിലെ പേഷ്യന്റിന് 8 mg വീണ്ടും പ്രിസ്ക്രൈബ് ചെയ്തു. ഓക്കെ അല്ലെ. ലിസ്നോപ്രിൽ വീണ്ടും എത്ര പ്രിസ്ക്രൈബ് ചെയ്തു? 8 mg പ്രിസ്ക്രൈബ് ചെയ്തു. ഓക്കെ, ലിസ്നോപ്രിൽ നേരത്തെ ബീറ്റാ ബ്ലോക്കേഴ്സ് മാത്രമേ പറഞ്ഞുള്ളൂ. സോ നമുക്ക് അറിയില്ല ഏതാണെന്നുള്ള കാര്യം. അപ്പോ ഇത്രയേ ഉള്ളൂ. ഇപ്പൊ അന്നാമ ചോദിച്ച ക്വസ്റ്റ്യനിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് എന്ത് ക്ലിയർ ആയി? പേഷ്യന്റിന്റെ സെക്കൻഡ് പാരഗ്രാഫ് എഴുതാനുള്ള പോയിന്റ് നമുക്ക് ക്ലിയർ ആയി. എന്താ സംഭവം? സിറ്റുവേഷൻ എന്താ ഇവിടെ സെക്കൻഡ് പാരഗ്രാഫിൽ എഴുതാനായിട്ട്? ഫസ്റ്റ് നമുക്ക് എന്താ എഴുതാം ഇവിടെ? ഫസ്റ്റ് പാരഗ്രാഫിൽ എന്തിനു വന്നു, എന്തുകൊണ്ട് ക്യാൻസൽ ചെയ്തു എന്ന് എഴുതാം.
അതെ, അതായത് ആദ്യമേ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം അല്ലെ. ഐ എം റൈറ്റിംഗ് ടു അപ്ഡേറ്റ് റിഗാർഡിംഗ് ദ കറന്റ് ഹെൽത്ത് സ്റ്റാറ്റസ് ഓഫ് അല്ലെ, പേഷ്യന്റിന്റെ കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്യാണ്. അവിടെ കാര്യം എന്താ, അപ്ഡേറ്റ് ചെയ്യാണ് വേണ്ടത്. കാര്യം ഓൾറെഡി പഴയ കാര്യങ്ങളെല്ലാം ആൾക്ക് അറിയാം. ഇതിനകത്ത് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഐ എം റൈറ്റിംഗ് ടു അപ്ഡേറ്റ് റിഗാർഡിംഗ് ദ കറന്റ് ഹെൽത്ത് സ്റ്റാറ്റസ് ഓഫ് ആരാ, ഇതിനകത്ത് പറയുന്ന പേഷ്യന്റിന്റെ നമ്മൾ ഫുൾ നെയിം എഴുതും. അതാണ് ഇപ്പോഴത്തെ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിനകത്ത് വന്നിട്ടുള്ള ഒരു പുതിയ ചേഞ്ച്. കുറെ നാളായി വന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ അതിനകത്ത് അവരുടെ ഫുൾ നെയിം യൂസ് ചെയ്യും. ആണല്ലോ, അതിൽ ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല സർ. Okay, I am writing to update regarding the current health status of Miss. ഇതിനകത്ത് നമുക്ക് പേര് പറയുന്നുണ്ട്, നമുക്ക് പേര് നോക്കാം. എന്താ പേര്? മിസ് ജാനറ്റ് പ്രീസ്ലി. കണ്ടോ, മിസ് ജാനറ്റ് പ്രീസ്ലി. നമ്മൾ അത് തന്നെ എഴുതുക. നിങ്ങൾ എന്ത് ചെയ്യരുത്, തെറ്റിക്കാതിരിക്കുക. മിസ് എന്നുള്ളത് മിസ്സസ് ആക്കി വെക്കുക. അങ്ങനെ എന്തെങ്കിലും രീതിയിൽ മാറ്റരുത് കേട്ടോ. സല്യൂട്ടേഷൻസും കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ യൂസ് ചെയ്യുക. സോ മിസ് ജാനറ്റ് പ്രീസ്ലി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എന്തിനു വേണ്ടിയിട്ടാ? റിഗാർഡിംഗ് കറന്റ് ഹെൽത്ത് സ്റ്റാറ്റസ് ഓഫ് മിസ് ജാനറ്റ് പ്രീസ്ലി. അവർക്ക് എന്ത് സംഭവിച്ചു? എന്ത് സംഭവിച്ചു? സർജറി ക്യാൻസൽ ചെയ്തു, സ്മോക്കിംഗ്. ഓക്കെ, അപ്പൊ അത് നമ്മൾ പറയുന്നതിന് മുന്നേ നമ്മൾ പർപ്പസ് പാരഗ്രാഫ് ആയതുകൊണ്ട് തന്നെ ആദ്യമേ നമ്മൾ എന്ത് പറയും? ഐ എം റൈറ്റിംഗ് ടു അപ്ഡേറ്റ് റിഗാർഡിംഗ് ദ കറന്റ് ഹെൽത്ത് സ്റ്റാറ്റസ് ഓഫ് മിസ് ജാനറ്റ് പ്രീസ്ലി. അവർക്ക് എന്ത് വേണം എന്നുള്ള കാര്യം പറയും. എന്ത് പറയാം? നമ്മൾ ഇവിടെ ഫോളോ അപ്പ് കെയർ ആണ് പുള്ളിക്കാരിക്ക് വേണ്ടത് അല്ലെ. ഹു റിക്വയർസ് യുവർ ഫോളോ അപ്പ് കെയർ ആൻഡ് ഫർദർ മാനേജ്മെന്റ്, അല്ലെങ്കിൽ ഹു റിക്വയർസ് യുവർ ഫോളോ അപ്പ് കെയർ ആൻഡ് അസിസ്റ്റൻസ്. ഓക്കെ, അത്രയും പറഞ്ഞ് നമുക്ക് എൻഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അടുത്ത പോയിന്റ് ആയിട്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് നമുക്ക് എന്ത് പറയാം? ഹെർ നോൺ ക്രിട്ടിക്കൽ കൊറോണറി ആർട്ടറി ബൈപാസ് സർജറി അല്ലെങ്കിൽ ബൈപാസ് ഹാസ് ബീൻ ക്യാൻസൽ, അല്ലെങ്കിൽ വാസ് ക്യാൻസൽഡ്. കാര്യം ക്യാൻസൽ ആയി കഴിഞ്ഞല്ലോ. വാസ് ക്യാൻസൽഡ് ഡ്യൂ ടു സ്മോക്കിംഗ് പ്രയർ അഡ്മിഷൻ, അല്ലെങ്കിൽ ഓവിങ് ടു ഓവിങ് ടു സ്മോക്കിംഗ് പ്രയർ അഡ്മിഷൻ. മനസ്സിലായോ? അപ്പോ അവർ ആരാണെന്ന് പറഞ്ഞു അല്ലെ. നമ്മൾ ആദ്യം പറയും, നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ പോവാണ് നിങ്ങളുടെ പേഷ്യന്റ് ജാനറ്റ് പ്രീസ്ലിനെ പറ്റിയിട്ട്. ഓക്കെ, പുള്ളിക്കാരിക്ക് നിങ്ങളുടെ ഫോളോ അപ്പ് കെയർ അസിസ്റ്റൻസ് വേണം. എന്തുകൊണ്ട്? റീസൺ നമ്മൾ പറയാൻ പോവാണ്. അവരുടെ ഷെഡ്യൂൾ ചെയ്തിരുന്ന നോൺ ക്രിട്ടിക്കൽ കൊറോണറി ആർട്ടറി ബൈപാസ് സർജറി ക്യാൻസൽ ചെയ്ത് ഡ്യൂ ടു സ്മോക്കിംഗ് പ്രയർ അഡ്മിഷൻ. കഴിഞ്ഞില്ല ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ്? ഓക്കെ, ഇൻട്രൊഡക്ഷൻ പാരയാണ് ഇപ്പൊ പറഞ്ഞത്. ഇപ്പൊ ഇൻട്രൊഡക്ഷൻ. ഇനി സെക്കൻഡ് പാരഗ്രാഫിലോട്ട് നമ്മൾ പോവാണ്. സെക്കൻഡ് പാരഗ്രാഫിലോട്ട് പോകുമ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? പേഷ്യന്റ് വന്നപ്പോ, പേഷ്യന്റ് വാസ് അഡ്മിറ്റഡ് ഡ്യൂറിങ് അഡ്മിഷൻ. എന്ത് പറയാം നമുക്ക്? പേഷ്യന്റ് വന്നത് എങ്ങനെയായിരുന്നു? ഇവിടെ പറയുന്നുണ്ട് ഓൺ അഡ്മിഷൻ. കണ്ടോ, ഇവിടെ ഓൺ അഡ്മിഷൻ എന്ന് പറഞ്ഞിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? BP കൂടുതലായിരുന്നു അല്ലെ ഡ്യൂറിങ് അഡ്മിഷൻ. ഓക്കെ, മിസ് പ്രീസ്ലീസ് ബ്ലഡ് പ്രഷർ വാസ് 180/100. അതാണ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അതാണ് സെക്കൻഡ് പാരഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലായ്പ്പോഴും അന്നമ്മ ചോദിച്ച പോലെ ഒരുപോലെ വരണം എന്നില്ല. ഓക്കെ, ചില സമയത്ത് നിങ്ങൾക്ക് ആദ്യമേ ചിലപ്പോൾ എന്താ ആസ് യു ആർ അവയർ എന്ന് പറഞ്ഞ് ചിലപ്പോൾ എഴുതേണ്ടി വരും. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ ലെറ്റർ. മനസ്സിലായോ? അതുകൊണ്ട് ലെറ്റർ അനുസരിച്ച് നിങ്ങൾ മാറ്റുക. അല്ലാതെ ഇതിന് OET-യുടെ ലെറ്ററിനകത്ത് ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു ഘടന എന്ന് പറയുന്ന ഒരു സംഭവം പാരഗ്രാഫിന് ആരും ഒന്നും ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഓക്കെ അല്ലെ? ഇപ്പോഴും ഞാൻ വീണ്ടും നിങ്ങളിത് ക്ലിയർ ചെയ്ത് പറയാണ്. ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് കഴിഞ്ഞാൽ പിന്നെ മെഡിക്കൽ അല്ലെങ്കിൽ എന്താ പ്രസന്റ് മെഡിക്കൽ ഹിസ്റ്ററി, പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി, സോഷ്യൽ ഹിസ്റ്ററി, അങ്ങനെ ഒരു റൂളേ ഇല്ല. മനസ്സിലായോ? എന്താണോ നിങ്ങളുടെ കണ്ടന്റിൽ നിങ്ങൾ പറയും. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. സിമ്പിൾ ആയിട്ട് നിങ്ങളിപ്പോ ഒരു പേഷ്യന്റിന്റെ ഹാൻഡ് ഓവർ കൊടുക്കുകയാണെങ്കിൽ, ഓക്കെ, അതായത് ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പോ നമുക്ക് പറയാം, ഈ പേഷ്യന്റിനെ തന്നെ എടുത്തോ. ഈ പേഷ്യന്റ് ഹിസ്റ്ററി നിങ്ങൾക്ക് അറിയാലോ എന്താ സംഭവിച്ചിരിക്കുന്ന കാര്യം ഇല്ലേ? ഇതൊരു അൺനോൺ കേസ് ആണെന്ന് വെച്ചോ. നോൺ അല്ല, അൺനോൺ കേസ് ആണെന്ന് വെച്ചോ. ഓക്കെ, അപ്പോ ഈ പേഷ്യന്റ് നിങ്ങളുടെ അടുത്തോട്ട് കൊണ്ടുവരികയാണ്. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ പറയുന്നുണ്ട്, ഇവരുടെ സോഷ്യൽ ഹിസ്റ്ററി നമ്മൾ നോക്കിയപ്പോൾ കണ്ടായിരുന്നു. എന്താ? പേഷ്യന്റിന് വിഡോഡ് ആണ്, റിട്ടയർഡ് അക്കൗണ്ടന്റ് ആണ്, കെയർ ഓഫ് 5 ഗ്രാൻഡ് ചിൽഡ്രൻ ഉണ്ട്, നോൺ ആൽക്കഹോളിക് ആണ്, സ്മോക്കിംഗ് 35 സിഗരറ്റ്സ് അല്ലേ? ഞാൻ ഈ പേഷ്യന്റിനെ നിങ്ങളുടെ അടുത്തോട്ട് കൊണ്ടുവരികയാണ്. അപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് പേഷ്യന്റ് സർജറി ക്യാൻസൽ ചെയ്തുകൊണ്ട് പേഷ്യന്റിനെ എന്താ BP മാനേജ് ചെയ്യാനായിട്ട് ഞാൻ ICUലോട്ട് കൊണ്ടുവരികയാണ്. ഓക്കെ അല്ലേ? അപ്പോ ഇപ്പൊ അന്നമ്മയ്ക്കാണ് ഞാൻ ഈ പേഷ്യന്റിനെ ഹാൻഡ് ഓവർ കൊടുക്കുന്നത്. ഓക്കെ, ഞാൻ കൊണ്ടുവന്ന ഉടനെ തന്നെ അന്നമ്മയ്ക്ക് ഹാൻഡ് ഓവർ കൊടുത്തിട്ട് പറയാണ്, ഇത് ജാനറ്റ് പ്രീസ്ലി ആണ്, പേഷ്യന്റ് വിഡോഡ് ആണ്, റിട്ടയർഡ് അക്കൗണ്ടന്റ് ആയിരുന്നു, 5 പിള്ളേരെ നോക്കുന്നുണ്ട്, ആൽക്കഹോൾ എന്താ നോൺ ആൽക്കഹോളിക് ആണ്, സ്മോക്കിംഗ് ഹിസ്റ്ററി 35 സിഗരറ്റ് അവർ പെർ ഡേ കഴിക്കുന്നുണ്ട്, അവർക്കൊരു 4 നില വീടുണ്ട്. ഇത്രയും വന്നിട്ട് ഇപ്പൊ ഇവർ ഇങ്ങോട്ട് വിടാനുള്ള കാരണം ഇവരുടെ എന്താ സർജറി ക്യാൻസൽ ചെയ്തു. സർജറി ക്യാൻസൽ ചെയ്ത് അവർ അതിന് മുന്നേ ഒന്ന് സ്മോക്ക് ചെയ്തായിരുന്നു. ഇങ്ങനെയാണോ അന്നമ്മ എൻ്റെ അടുത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്? അതോ ഞാൻ ആദ്യമേ കൊണ്ടുവന്നിട്ട് അല്ലേ എന്താ എക്സ്പെക്ട് ചെയ്യപ്പോ ആദ്യമേ തന്നെ? പ്രയോറിറ്റി കൊടുക്കും. എന്തിനു കൊണ്ടുവന്നു, എന്തായിരുന്നു പർപ്പസ്, പിന്നെ അത് എന്തുകൊണ്ട് ക്യാൻസൽ ചെയ്തു, എന്താണ് ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലെ? അപ്പോ അതാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്. നമ്മളിപ്പോ ഒരു ഹാൻഡ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഇത് പേഷ്യന്റ് ജാനറ്റ് പ്രീസ്ലി ആണ്, ഇവരുടെ സർജറി ക്യാൻസൽ ആയി പോയി, എന്തുകൊണ്ട്? അവരുടെ സ്മോക്കിംഗ് പ്രയർ അഡ്മിഷൻ കാരണം. ഓക്കെ, ഇനി എന്താണ് ഇവരുടെ സിറ്റുവേഷൻ, എന്തിന് എന്റെ അടുത്തോട്ട് കൊണ്ടുവന്നു? ഫൈൻ, ആദ്യത്തെ കാര്യം മനസ്സിലായി.
പേഷ്യന്റ് വന്നപ്പോൾ തന്നെ പേഷ്യന്റ് ബ്ലഡ് പ്രഷർ കൂടുതലായ ബ്ലഡ് പ്രഷർ ഞങ്ങൾ ബ്ലഡ് പ്രഷറിന്റെ ബീറ്റ ബ്ലോക്കേഴ്സ് കൂടുതൽ കൊടുത്തത് മാനേജ് ചെയ്തു. ആൻഡ് സൈക്കാട്രിക് ഒരു കൗൺസിലിംഗ് നടന്നു. പേഷ്യന്റിന് ഡിപ്രഷൻ ഇപ്പൊ മോഡറേറ്റ് ഡിപ്രഷൻ ആയിട്ട് ഡയഗ്നോസ് ചെയ്തു. അതുകൂടാതെ സ്മോക്കിംഗ് സെസേഷന്റെ കൗൺസിലിംഗ് കൊടുത്തു. പേഷ്യന്റ് ഡ്രഗ്സ് എല്ലാം നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ആസ്പിരിൻ 75 ആയിരുന്നത് എത്രയാക്കി ഇതിനകത്ത് പറയുന്നുണ്ട് 75 ആയിരുന്നു, അതിനെ നമ്മൾ 150 ആക്കി. ഇപ്പൊ ചെയ്തിട്ടുള്ള കാര്യം നമ്മൾ പുതിയതായിട്ട് നിക്കോട്ടിൻ പാച്ചസ് പേഷ്യന്റിന് കൊടുത്തു, ഇല്ല നിക്കോട്ടിൻ പാച്ചസ് കൊടുത്തു. ബീറ്റ ബ്ലോക്കേഴ്സ് ലിസ്നോഫറിൽ കൂടുതൽ ആഡ് ചെയ്തു. സിറ്റലോപ്രാം 20 mg ആക്കി. ഇതെല്ലാം പറഞ്ഞു അല്ലേ. ഇനിയായിരിക്കും നമ്മൾ എന്തിലോട്ട് പോകുന്നത്? പേഷ്യന്റ് ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററിയിൽ നമ്മൾ എന്ത് പറയും? പേഷ്യന്റ് അടുത്ത പാരഗ്രാഫ് ആണ് എന്താ? മിസ് പ്രീസ്ലി ഹാസ് ഹാഡ് ഹൈപ്പർ ടെൻഷൻ. ഇപ്പൊ നമുക്ക് ഹാസ് ഹാഡ് യൂസ് ചെയ്യാൻ പറ്റില്ല, കാര്യം എന്താ? ഇതിനകത്ത് ഇയേഴ്സ് പറഞ്ഞിട്ടില്ല. നമുക്ക് എന്ത് പറയാം? ഇതിനകത്ത് പേഷ്യന്റ് പേഷ്യന്റ് ഓൾറെഡി ഇസ് എ നോൺ കേസ് ഓഫ് ഹൈപ്പർ ടെൻഷൻ ആണ്, ടൈപ്പ് 2 ഡയബറ്റീസ് മെലിറ്റസ് ആണ്, ഡിപ്രഷൻ ഉണ്ട്, നെഫ്രോപ്പതി ഉണ്ട്, ഇസ്കെമിക് ഹാർട്ട് ഡിസീസ് ഉണ്ട്. പക്ഷെ അക്യൂട്ട് മയോകാർഡിയൽ ഇൻഫെക്ഷൻ പേഷ്യന്റ് ഉണ്ടായിട്ടുണ്ട് 2018 ഇല്ലേ? ഇത്രയും കാര്യങ്ങളുണ്ട്. ഇതൊരു അൺനോൺ കേസ് ആണെങ്കിൽ എങ്ങനെയെന്നുള്ള കാര്യം ഞാൻ പറയാണ്, ഹാൻഡ് ഓവർ ആണെങ്കിൽ. മനസ്സിലായോ? ദെൻ അതിന്റെ കൂട്ടത്തിൽ പേഷ്യന്റ് ഓൺ റെഗുലർ മെഡിക്കേഷൻസിലായിരുന്നു, ഇന്ന മെഡിസിൻസ് എല്ലാം ഉണ്ട് ഇല്ലേ? കണ്ടോ? അപ്പോ ഇതെല്ലാം പറഞ്ഞിട്ടായിരിക്കും നമുക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് പറയാം? സോഷ്യൽ ഹിസ്റ്ററിയിലോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് എന്ത് പറയാം? എന്തൊക്കെ പറയാം? ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പറയാം. പേഷ്യന്റ് വിഡോ ആണ്, റിട്ടയർഡ് അക്കൗണ്ടന്റ് ആണോ പറയണമെന്ന് ഒരു നിർബന്ധമില്ല. ഇവിടുത്തെ സിറ്റുവേഷൻ അത് ചേരുന്നത് വേണമെങ്കിൽ നമുക്ക് പറയാം. കാര്യം എന്താ? നമ്മുടെ സൈക്കാട്രിക് കൗൺസിലിംഗിൽ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? സൈക്കാട്രിക് കൗൺസിലിംഗിൽ പറയുന്നുണ്ട് പേഷ്യന്റ് സോഷ്യൽ ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റാറ്റസും പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം. കണ്ടോ? എന്തുകൊണ്ട് ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് പറഞ്ഞു കാണും? ബിക്കോസ് 5 പേരെ നോക്കുന്നുണ്ട്, ആള് റിട്ടയർഡ് അക്കൗണ്ടന്റും ആണ് അല്ലേ? മനസ്സിലായോ? അപ്പൊ റിട്ടയർഡ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഇൻകം എന്ന് പറയുന്നത് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നതിൽ നിന്ന് ഇപ്പൊ കുറഞ്ഞു കാണും പൈസ ഇല്ലേ? എന്തായാലും സോ മേ ബി ഇതൊരു റെലവന്റ് ഇൻഫർമേഷൻ ആയിരിക്കും നമ്മൾ പറയുന്നത് ചിലപ്പോ. ഓക്കെ അല്ലേ? കാര്യം എന്താ? ചിലപ്പോ ഈ ഒരു ലെറ്റർ ഒരു സോഷ്യൽ വർക്കറിനോട്ടാണ് പോകുന്നതെങ്കിൽ ഈ ഒരു ഇൻഫർമേഷൻ നമ്മൾ പറയേണ്ട ഉറപ്പായിട്ടും റിട്ടയർഡ് അക്കൗണ്ടന്റ് ആണെന്നുള്ള കാര്യം പറയണ്ടേ? വേണ്ടി വരും. അപ്പൊ ഇതിനകത്തുള്ള ഇൻഫർമേഷൻസ് ആവശ്യമാണ്. പിന്നെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ നോൺ ആൽക്കഹോളിക് ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാം. നോൺ ആൽക്കഹോളിക് ആണെന്നുള്ള കാര്യം പറയാം. മനസ്സിലായോ? ഓക്കെ അല്ലേ? അപ്പൊ ഓക്കെ ഫൈൻ. അപ്പൊ നോൺ ആൽക്കഹോളിക് ആണ്, അല്ലെങ്കിൽ ഇത്രയും സ്മോക്കിംഗ് ഹാബിറ്റ് ഓഫ് സ്മോക്കിംഗ് 35 cigarettes per day, ഇതെല്ലാം നിങ്ങൾക്ക് പറയാം ഇതിനകത്ത്. അപ്പൊ അങ്ങനെ ആയിരിക്കും അതിന്റെ ഒരു സ്ട്രക്ചർ പോവുക. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെയാണ്. ഒരു ഡൗട്ട് കൂടെ, ഇൻ കേസ് ഇത് നോൺ കേസ് ആയിട്ട് പറയുവാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഓൾറെഡി പ്രീവിയസ് മെഡിക്കൽ ഹിസ്റ്ററിയിൽ പറയുന്നുണ്ടല്ലോ ഈ മെഡിസിൻസിന്റെ കാര്യങ്ങളൊക്കെ. അത് നമുക്ക് റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ, ചേഞ്ച് ആയ മെഡിസിൻസ് മാത്രം പറഞ്ഞാൽ മതി. അതിനുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിൾ റിവൈസ്ഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല, ഓർമ്മയുണ്ടോ? അക്കോർഡിംഗ് ടു ഹർ പ്രസന്റ് മെഡിക്കൽ കണ്ടീഷൻ ഹർ മെഡിക്കേഷൻ ഹാസ് ബീൻ റിവൈസ്ഡ് എന്ന് പറഞ്ഞിട്ട് അതേപോലെ നമുക്ക് ആഡ് ചെയ്യാം. നോ പ്രോബ്ലം. അല്ലാതെ പ്രീവിയസ് നമ്മൾ ഇതൊക്കെ കൊടുത്തിരുന്നു പിന്നെ അങ്ങനെ പറയണ്ടല്ലോ. ഒന്നും പറയേണ്ട ആവശ്യമില്ല. അതൊന്നും പറയണ്ട. ഇൻക്ലൂഡിംഗ് നിങ്ങൾക്ക് പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററിയുടെ കാര്യം പറയേണ്ട ആവശ്യമില്ല, സോഷ്യൽ ഹിസ്റ്ററിയുടെ കാര്യങ്ങൾ നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല, അതൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇപ്പോ നോർമൽ, അതാ ഞാൻ പറഞ്ഞത്, അക്കോർഡിംഗ് ടു ഹർ പ്രസന്റ് മെഡിക്കൽ കണ്ടീഷൻ അല്ലെങ്കിൽ ആസ് യു ആർ അവയർ ഷീ ഈസ് ഓൺ റെഗുലർ മെഡിക്കേഷൻസ് ഇൻക്ലൂഡിംഗ് ചേഞ്ച് ചെയ്ത മെഡിസിൻസ് മാത്രം പറയുക വേണമെങ്കിൽ. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് പറയാം? അടുത്ത പോയിന്റ് ആയിട്ട് അക്കോർഡിംഗ് ടു ഹർ മെഡിക്കൽ കണ്ടീഷൻ അല്ലെങ്കിൽ പ്രസന്റ് മെഡിക്കൽ കണ്ടീഷൻ ഹർ റെഗുലർ മെഡിസിൻസ് ഹാസ് ബീൻ റിവൈസ്ഡ് എന്ന് പറഞ്ഞിട്ട് വിച്ച് ഇൻക്ലൂഡ്സ് ഏതൊക്കെ ചേഞ്ചസ് വരുത്തി അത് നിങ്ങൾക്ക് എഴുതാം. അത്രേ ഉള്ളൂ. അതായത് ചേഞ്ചസ് വരുത്തിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് പറയുക. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? അപ്പൊ അതില് ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് എഴുതി നമ്മൾ പ്രസന്റ് മെഡിക്കൽ കണ്ടീഷൻ അല്ലെങ്കിൽ എന്ത് ചെയ്തു എഴുതി, അത് കഴിഞ്ഞിട്ട് ഇനിയും നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത്, അതായത് എന്താണ് ഡിസ്ചാർജ് പ്ലാനിങ് വന്നിരിക്കുന്നത്, അത് എഴുതി നമുക്ക് എക്സേ കൺക്ലൂഡ് ചെയ്യാം അല്ലെ? അത് എഴുതി നിങ്ങൾക്ക് റെക്കമെൻഡേഷൻ പാരഗ്രാഫ് നിങ്ങൾക്ക് പോവാലോ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇല്ലേ? ഡയറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് റെക്കമെൻഡേഷൻ പാരഗ്രാഫിലോട്ട് പോകാം എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള കാര്യം. പിന്നെ നിങ്ങൾ രണ്ടാമത്തെ പാരഗ്രാഫിലോട്ട് പോകുമ്പോൾ അതിനെ നിങ്ങൾ ഡിവൈഡ് ചെയ്യേണ്ടി വരും. മനസ്സിലായോ? അതായത് പാരഗ്രാഫിനകത്ത് നിങ്ങൾ ഒരിക്കലും അതിനെ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യരുത്, കോംപ്ലക്സ് ആക്കരുത്. ഓക്കെ അല്ലെ? മാക്സിമം ഒരു എന്റെ ഒരു സജഷൻ ആണ്. നിങ്ങൾ എങ്ങനെയാ പ്രാക്ടീസ് ചെയ്തതെന്ന് വെച്ചാൽ, നമ്മൾ ലെറ്റർ കാണുമ്പോൾ വായിക്കാനുള്ള ഒരു ടെൻഡൻസി ആണ്, ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച് ഇല്ലേ? നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ തന്നെ വിചാരിച്ചാൽ മതി, ആലോചിച്ചാൽ മതി, നിങ്ങൾ റീഡിങ്ങിന്റെ സി പാർട്ട് വായിക്കാനാണോ? പ്ലാനി ചോദിച്ച പോലെ തന്നെ നമുക്ക് എന്താ എഴുതാം? അവരുടെ മെഡിസിൻസ് ഇതിൽ നിന്ന് അതിലേക്ക് ഇൻക്രീസ് ചെയ്തു, ആസ്പിരിൻ ഹാസ് ബീൻ ഇൻക്രീസ്, അല്ലെങ്കിൽ ഹർ റെഗുലർ ഡോസ് ഓഫ് മെഡിസിൻ ഹാസ് ബീൻ റിവൈസ്ഡ് വിച്ച് ഇൻക്ലൂഡ് ആസ്പിരിൻ ഇൻക്രീസ് ഫ്രം 75 mg to 150 mg. അത്ര എഴുതാനുള്ള ഒരു സാവകാശം നിങ്ങൾക്ക് കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, ഇല്ലെങ്കിൽ റിവൈസ്ഡ് എന്ന് എഴുതുമ്പോൾ തന്നെ നോർമലി കഴിച്ചുകൊണ്ടിരുന്ന മെഡിസിൻസ് എന്താണെന്നുള്ള കാര്യം ഈ നോൺ ആയിട്ടുള്ള പേഷ്യന്റ് ആണെങ്കിൽ അവർക്കറിയാം എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ് ഇതിനകത്ത്. മനസ്സിലായോ? അപ്പോ ഡിപ്പെൻസ്, നിങ്ങൾക്ക് എഴുതണം എന്നുണ്ടെങ്കിൽ എഴുതാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ അവോയ്ഡ് ചെയ്തിട്ട് എന്താണോ റിവൈസ് ചെയ്ത ഡോസ് അത് നിങ്ങൾക്ക് എഴുതി പോവാം, ഒരു കുഴപ്പമില്ല. ഓക്കെ അല്ലേ? എനിക്ക് ക്ലിയർ ആണോ?
Yes, sir. Okay, fine. Yes, sir. Fine. Okay. So ഇനി നമ്മൾ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറയണം. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് ലൈക്ക് ഓരോന്നിന്റെ കാര്യങ്ങൾ നോക്കുമ്പോഴും ഞാനൊരു ക്വസ്റ്റ്യൻ കൂടെ വെച്ച് പറഞ്ഞുതരാം. നിങ്ങൾ ഈ പാരഗ്രാഫ് സീക്വൻസ് ഇപ്പൊ നിങ്ങൾ ചോദിച്ചു അല്ലെ, പാരഗ്രാഫ് എങ്ങനെയാണ് സീക്വൻസ് ചെയ്യുക, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ ചോദിച്ചു. അപ്പോ ഈ പാരഗ്രാഫ് നമ്മൾ സീക്വൻസ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ അതിനകത്തുള്ള ഇൻഫർമേഷൻസ്, ഈ പാരഗ്രാഫിനകത്ത് എഴുതുന്ന ഇൻഫർമേഷൻസിനെ നമ്മളൊന്ന് സീക്വൻസ് ചെയ്യാൻ പഠിക്കണം. മനസ്സിലായി? ഈ ഒരു കേസിനോട്ട് കാണുന്നുണ്ടോ നിങ്ങൾ മാർസലോ കാപ്രിഷ് ഉണ്ടോ? ഇതിനകത്ത് ഇപ്പൊ പറയുന്നുണ്ട് എന്താ, നമുക്ക് നോക്കാം, ജസ്റ്റ് ടാസ്ക് ഒന്ന് നോക്കാം. സിംപ്ലി മാർസലോ കാപ്രിച്ച് ആണ്. ഡേറ്റ് ഓഫ് ബർത്ത് പറയുന്നുണ്ട്, ഹൈറ്റ് വെയിറ്റ് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്, സോഷ്യൽ ഹിസ്റ്ററി പറയുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് ഓടിച്ചു പോവാണ്, നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ എന്തായാലും ഇല്ലേ? ഓക്കെ. ദെൻ പറഞ്ഞോ. സാർ പറഞ്ഞില്ലേ ഇപ്പം ആസ്പിരന്റ് ഹാസ് ബീൻ റിവൈസ്ഡ് 2 എന്നാണ്. അപ്പം എത്ര MG ആ ചെയ്തതെന്ന് മാത്രം എഴുതിയാൽ മതിയോ? മതി, അത് എഴുതി ലൈക്ക് അതാ ഞാൻ പറഞ്ഞു. ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എത്ര MG ആണ് റിവൈസ് ചെയ്യുന്നുള്ള കാര്യം അറിയാം, എഴുതാം. 150 MG എന്നുള്ള കാര്യം എഴുതാം. കാര്യം എന്താ, നോർമലി അവർക്ക് അറിയാലോ, ഓൾറെഡി ഉള്ള ആൾക്കാർക്ക് 75 MG ആണെന്നുള്ള കാര്യം. ഇല്ല, നിങ്ങൾക്ക് എഴുതാൻ തോന്നുകയാണ്, നിങ്ങൾക്ക് അത്രയും സമയമുണ്ട്, ബാക്കി കാര്യങ്ങൾ എഴുതാൻ പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഫ്ലോയിൽ എഴുതി പൊക്കോ, നോ പ്രോബ്ലം. ഓക്കെ അല്ലേ? ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് either or 75 MG to 150 MG എഴുതിയാലും നിങ്ങൾക്ക് തെറ്റില്ല. 150 MG മാത്രം എഴുതിയാലും അതിനകത്ത് യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, ബിക്കോസ് ഓൾറെഡി നോൺ പേഷ്യന്റ് ആയതുകൊണ്ട് മാത്രം. അതേസമയം ഇതൊരു അൺനോൺ പേഷ്യന്റ് ആണെന്നുണ്ടെങ്കിൽ നോർമൽ ഡോസ് എത്രയായിരുന്നു, ഇപ്പൊ റൈസ് ചെയ്ത ഡോസ് എത്രയാണെന്നുള്ള കാര്യം നമ്മൾ ഉറപ്പായിട്ടും പറഞ്ഞിരിക്കണം. മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ. ഞാനൊരു നോൺ കേസിന് വന്നാൽ എങ്ങനെയാണെന്നുള്ള കാര്യമാണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ, ഫൈൻ. അപ്പോ ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ, ഈ ഒരു കേസിനോട്ട് നമ്മൾ നോക്കുമ്പോൾ പേഷ്യന്റിന്റെ പ്രസന്റ് മെഡിക്കൽ ഹിസ്റ്ററി നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, പേഷ്യന്റിന്റെ ചേഞ്ച് ഇൻ ബ്ലഡ് പ്രഷർ ആണ്. ലാസ്റ്റ് റെക്കോർഡ് 150/100 പറയുന്നുണ്ട്. പ്രസന്റിംഗ് സിംറ്റംസ് ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്, സിവിയർ ഹെഡേക്ക്, സിവിയർ ആങ്സൈറ്റി, നോസ് ബ്ലീഡിംഗ് പറയുന്നുണ്ട്. ഡയഗ്നോസിസ് ഹൈ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നുണ്ട്. 170/100, 110 പറയുന്നുണ്ട്. റിസൾട്ട് ഹൈപ്പർ ടെൻഷൻ സ്റ്റേജ് 2 കണ്ടോ? ഓക്കെ. അപ്പൊ പ്ലാനിനകത്ത് ഇത്രേ പറയുന്നുള്ളൂ. റെഫർ ടു ഡോക്ടർ അവലിൻ കൂപ്പർ ഫോർ ഫർദർ അനാലിസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്. ഓക്കെ. ദെൻ നമ്മൾ ഇതിനകത്ത് ടാസ്ക് നോക്കിക്കഴിഞ്ഞാൽ റൈറ്റിംഗ് ടാസ്ക് നോക്കണം. ഒരു സെക്കൻഡ്. റൈറ്റിംഗ് ടാസ്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് എന്താ എഴുതിയിരിക്കുന്നത്? യൂസിംഗ് ദ ഇൻഫർമേഷൻ ഇൻ ദ കേസ് നോട്ട് റൈറ്റ് എ ലെറ്റർ ഓഫ് റെഫറൽ ഫോർ ഫർദർ ട്രീറ്റ്മെന്റ് ആൻഡ് മാനേജ് ഫർദർ ട്രീറ്റ്മെന്റ് ടു മിസ്റ്റർ അവലിൻ കൂപ്പർ അറ്റ് MKZ ഹോസ്പിറ്റൽ. അഡ്രസ് എല്ലാം പറയുന്നുണ്ട് ഇല്ലേ? ഞാൻ പറയാൻ പോകുന്ന ഇത്രേ ഉള്ളൂ. പാരഗ്രാഫ് നിങ്ങൾക്കറിയാം. ഇതിനകത്ത് നിങ്ങൾ എങ്ങനെ എഴുതും പാരഗ്രാഫ്? ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ ഇല്ലേ, പർപ്പസ് പാരഗ്രാഫ് വന്നു. ദെൻ നെക്സ്റ്റ് എന്ത് എഴുതുമായിരിക്കും? പേഷ്യന്റ് പ്രസന്റിംഗ് പ്രോബ്ലം ഇല്ലേ, പ്രസന്റ് സിറ്റുവേഷൻ എഴുതും ഇല്ലേ? ദെൻ പ്രസന്റ് സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് അടുത്ത് എന്തായിരിക്കും നിങ്ങൾ പോവുക? എന്തായാലും ഇതൊരു ഹൈപ്പർ ടെൻഷൻ ആണ്, ഒരു മെഡിക്കൽ കണ്ടീഷൻ ആണ്. അപ്പൊ ആദ്യം നിങ്ങൾ ഏത് എഴുതും? മൂന്നാമത്തെ പാരഗ്രാഫ് മെഡിക്കൽ ഹിസ്റ്ററി. അല്ലാതെ നിങ്ങൾ സോഷ്യലിലോട്ട് പോവില്ല അല്ലേ? സോഷ്യലിലോട്ട് പോവോ? സോഷ്യൽ എഴുതിയിട്ടാണോ നിങ്ങൾ പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി എഴുതോ, അതോ പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി കഴിഞ്ഞിട്ട്? പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി എഴുതിയിട്ട്. അതെ, പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി എഴുതിയിട്ട് നിങ്ങൾക്ക് സോഷ്യൽ ഹിസ്റ്ററി എഴുതാം. അല്ലാതെ ഞാൻ ഇപ്പൊ കണ്ടിട്ടുണ്ട് ലൈക്ക് പിള്ളേർ എന്ത് എഴുതും, ആദ്യമേ സോഷ്യൽ ഹിസ്റ്ററി. അപ്പൊ അവരുടെ അടുത്ത് എന്തുകൊണ്ട് സോഷ്യൽ ഹിസ്റ്ററി ഞാൻ എഴുതിയെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് എന്താ, ഞങ്ങൾക്ക് അങ്ങനെയാണ് ഇൻഫർമേഷൻ, അല്ലെങ്കിൽ ഞങ്ങൾ പഠിച്ചത് അങ്ങനെയാണ് സാർ, അതാണ് ഓർഡർ എന്ന് പറയുന്നത്. ആദ്യം ഇൻട്രൊഡക്ഷൻ, പിന്നെ പ്രസന്റ് മെഡിക്കൽ ഹിസ്റ്ററി, പിന്നെ സോഷ്യൽ ഹിസ്റ്ററി, പിന്നെ പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി. ലൈക്ക് അത് ഒരു ലെറ്ററിൽ പഠിച്ചതായിരിക്കും ചിലപ്പോ. മനസ്സിലായോ? അപ്പോൾ അല്ലാതെ ഇതിനൊരു മാൻഡേറ്ററി റോൾ അല്ലെങ്കിൽ മാൻഡേറ്ററി സംഭവം എന്നുള്ളൊരു സംഭവം ഇതിനകത്ത് വരുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഓക്കെ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ കാര്യം ഒന്ന് മനസ്സിലാക്കുക. എന്താണ് നമുക്ക് വേണ്ടതെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഈ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാനായിട്ട്. ഓക്കെ. സോ നമ്മൾക്ക് എഴുതാം. ആദ്യം ഇവിടുത്തെ ലെറ്ററിൽ ഒരു മെഡിക്കൽ കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഡിമാൻഡ് ചെയ്യുന്നത് എന്താ, നമ്മൾ പേഷ്യന്റ് പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി ആദ്യം പറയുക ഇല്ലേ? എന്നിട്ട് അതിനുശേഷം നമുക്ക് എന്ത് പറയാം? സോഷ്യൽ ഹിസ്റ്ററി. ഇപ്പൊ ഇതിനകത്ത് തന്നെ നിങ്ങൾ പറഞ്ഞു പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററിയും സോഷ്യൽ ഹിസ്റ്ററിയും കൂടെ ഒരുമിച്ച് എഴുതാം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്. നിങ്ങളത് ചോദിച്ചു, നിങ്ങൾ ഒരു ലെറ്റർ അല്ലെങ്കിൽ ഒരു റീഡിങ്ങിന്റെ ടോപ്പിക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് എ പാർട്ട് വായിക്കാനാണോ അതോ സി പാർട്ട് വായിക്കാനാണോ ഇഷ്ടം? ഇൻട്രസ്റ്റ് എന്തുകൊണ്ടാ? അത് ചെറുതായിരിക്കും. തന്നെയല്ല, അത് നല്ല ഒരു സീക്വൻസ് ഓർഡറിലായിരിക്കും കൊടുത്തിരിക്കുന്നത്. വായിക്കാൻ കൺസേഴ്സ് ആയിരിക്കും, ബ്രീഫ് ആയിരിക്കും അല്ലെ, എല്ലാം പിക്ക് ചെയ്യാൻ പറ്റും പെട്ടെന്ന്. മറ്റത് എന്താ ലൈക്ക് ഇൻഫർമേഷൻസ് ഒരുപാട് കാണുമ്പോഴേ നമ്മുടെ മൈൻഡ് ആദ്യമേ സ്ട്രഗിൾഡ് ആവും അല്ലെ, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും കാണുമ്പോൾ തന്നെ അല്ലെ. നമ്മൾ ആദ്യമേ ഒന്ന് സ്ട്രഗിൾ അടി പതറും നമ്മൾ മൊത്തത്തിൽ തന്നെ. ഓക്കെ, ആ ഒരു സൈസ് കാണുമ്പോൾ. സോ അത് ഒരു സ്യൂട്ടബിൾ റീഡിങ്ങിനായിട്ടുള്ള, നമ്മൾ ഈ ഒരു ലെറ്റർ എഴുതി ഒരാൾക്ക് അയക്കുന്ന സമയത്ത് ഒരു ബൾക്കി ആയിട്ടുള്ള പാരഗ്രാഫ് ഒട്ടും സ്യൂട്ടബിൾ അല്ല.
ഓക്കെ, അല്ലാതെ പാരഗ്രാഫിനകത്ത് ഇത്ര ലൈൻ വന്നുകൂടെ, ഇത്ര ലൈനെ വരാവൂ എന്നുള്ളൊരു മാൻഡേറ്ററി റൂൾ ഇല്ല. പക്ഷേ സൈക്കോളജിക്കലി ഒരു എക്സാമിനർ ഒരാൾ വായിക്കുന്ന ഒരാൾക്ക് കൺസൈസ് ആയിട്ട് ഒരു പാരഗ്രാഫ് കിട്ടുമ്പോൾ ലൈക്ക് ഡിപ്പെൻഡ്സ് അപ്പോൺ നിങ്ങളുടെ എഴുതുന്ന രീതി പോലെ ഇരിക്കും. അത് ഞാൻ ഒരിക്കലും ഒരു റൂള് പറയില്ല. നിങ്ങൾ വലിയ അക്ഷരത്തിൽ എഴുതുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഓഫ് കോഴ്സ് നിങ്ങളുടെ പാരഗ്രാഫ് വലുതായിരിക്കും. ഓക്കെ, ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല, ഡിപ്പെൻസ്. ഞാൻ നോർമലി ജനറലൈസ് ചെയ്തൊന്ന് പറയാണ്, നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് എന്തില്ല ഒരു 5 or 6 അല്ലെങ്കിൽ 6 or 7 ലൈൻസിൽ നിങ്ങൾക്ക് ഒതുക്കുക. 9, 10, 11, 12 ലൈൻസിൽ ഒരിക്കലും ആ പാരഗ്രാഫിനെ എൻഡ് ചെയ്ത് കൊണ്ട് പോകരുത് നിങ്ങൾ. ഇപ്പൊ ഇതിനകത്ത് നിങ്ങൾ പ്ലാൻ ചെയ്യും ചിലപ്പോൾ പാസ്റ്റും സോഷ്യലും കൂടെ ഒരുമിച്ച് എഴുതാന്ന്. ഓക്കെ, ഇവിടെ നമുക്ക് എഴുതാനുള്ള കാര്യങ്ങൾ ഉണ്ട് പാസ്റ്റിനകത്ത്. നിങ്ങൾക്ക് ഹൈപ്പർ ടെൻഷൻ നോക്കിയാൽ ഹൈപ്പർ ടെൻഷൻ, ടൈപ്പ് 2 ഡയബറ്റീസ് മെലിറ്റസ് ഉണ്ട്, ഡിപ്രഷൻ, ഓസ്റ്റിയോആർത്രൈറ്റിസ്, അത് കൂടാതെ കുറെ മെഡിസിൻസും ഉണ്ട്, കണ്ടോ? അപ്പോ ഈ മെഡിസിൻസ് ഇപ്പൊ പേഷ്യന്റ് ഓൾറെഡി ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റിക് ഒക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഈ മെഡിസിൻസ് എല്ലാം എഴുതേണ്ടി വരും. അല്ലെങ്കിൽ അത്യാവശ്യമുള്ള മെഡിസിൻസ് എഴുതിയിട്ട് ബാക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ എൻക്ലോസ് ചെയ്യാം. അത് ഡിപ്പെൻസ് അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോ നിങ്ങൾ അവിടെ ചെയ്യേണ്ടത് ഈ 2 കാര്യങ്ങൾ വരുമ്പോൾ തന്നെ ആ പാരഗ്രാഫ് ഒരു 6 or 7 ലൈനിൽ വരും, അല്ലെങ്കിൽ ഒരു 5 or 6 ലൈനിൽ വരും, ഇല്ലേ? ഒബ്വിയസ്ലി എന്തായാലും വരും. ഓക്കെ, അപ്പോ അതിന്റെ കൂട്ടത്തിൽ വീണ്ടും നിങ്ങൾ പേഷ്യന്റിന്റെ സോഷ്യൽ ഹിസ്റ്ററി കൂടെ കയറ്റാൻ പോയാൽ ആ ഒരു പാരഗ്രാഫ് എത്ര ലൈനിലോട്ട് പോകും? 10 അതിൽ കൂടുതൽ ലൈനിലോട്ട് പോകും. നിങ്ങൾ നോർമലി എന്ത് ചെയ്യുക? അതിനെ സ്പ്ലിറ്റ് ചെയ്യുക. മനസ്സിലായോ? സ്പ്ലിറ്റ് ചെയ്തിട്ട് സോഷ്യൽ ഹിസ്റ്ററിനെ അടുത്തൊരു പാരഗ്രാഫ് ആക്കുക. ഓക്കെ, അപ്പോ അടുത്ത പാരഗ്രാഫ് ആക്കിയിട്ട് എന്ത് ചെയ്യുക? സോഷ്യൽ ഹിസ്റ്ററി ചിലപ്പോൾ 3 ലൈനേ കാണുള്ളൂ, അല്ലെങ്കിൽ 2 ലൈനേ കാണുള്ളൂ, നോ പ്രോബ്ലം, അതിൽ നിർത്തുക, ഒരു പാരഗ്രാഫ് കഴിഞ്ഞു. ഓക്കെ അല്ലേ? അല്ലാതെ അവിടെ സോഷ്യൽ ഹിസ്റ്ററി എഴുതിയിട്ട് അതിന്റെ തൊട്ട് താഴെ ഇയാൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസിൻ എടുത്ത് എഴുതരുത്, പാരഗ്രാഫ് ചെറുതായി പോയി എന്ന് പറഞ്ഞിട്ട്. മനസ്സിലായോ? അങ്ങനത്തെ ഇറലവന്റ് ആയിട്ടുള്ള കാര്യങ്ങളെ കൊണ്ട് പാരഗ്രാഫ് ചെറുതായെന്ന് പറഞ്ഞിട്ട് കൊണ്ട് ജോയിൻ ചെയ്ത് വെക്കരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ അല്ലേ? സോ ആവശ്യമായിട്ടുള്ള, അതായത് ഒരു പാരഗ്രാഫ് ഇപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ റീഡിങ്ങിന് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആണെന്ന്. എന്തുകൊണ്ട് ഇൻട്രസ്റ്റിംഗ് ആണ്? ഇപ്പൊ അനീമിയാണ് അതിനകത്ത് പറയുന്നെങ്കിൽ ഫസ്റ്റ് അനീമിയുടെ ഡെഫിനിഷൻ ആയിരിക്കും, ഇല്ലേ? ഓരോ പാരഗ്രാഫിനും ഓരോ തീം കാണും, ഓരോ ഐഡിയ കാണും, ഇല്ലേ? അപ്പൊ അത്രയും ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. നിങ്ങൾ പറയാൻ പോകുന്ന പാരഗ്രാഫിനകത്ത് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക് അതിനകത്ത് കാണണം. പ്രസന്റ് മെഡിക്കൽ ഹിസ്റ്ററി പറയുകയാണെങ്കിൽ പ്രസന്റ് മെഡിക്കൽ ഹിസ്റ്ററി പ്ലസ് പേഷ്യന്റ് അസസ്മെന്റ് ഇപ്പൊ എങ്ങനെ മാനേജ് ചെയ്തു, അത് കഴിഞ്ഞാൽ എന്താണ് ഇപ്പോഴത്തെ പേഷ്യന്റ് സിറ്റുവേഷൻ എന്നുള്ള ആൾക്ക് മനസ്സിലായി കാണും. ഓക്കെ, ഇനി പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററിയിലോട്ട് പോകുന്ന സമയത്ത് പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി പ്ലസ് അയാൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസിൻസ് ആണെന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനെയും സ്പ്ലിറ്റ് ചെയ്യാം. എന്ത് ചെയ്യാം? വേണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് പാരഗ്രാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇൻ വ്യൂ ഓഫ് ദി അബോവ് മെഡിക്കൽ കണ്ടീഷൻ, മുകളിൽ പറഞ്ഞിരിക്കുന്ന മെഡിക്കൽ കാര്യം പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി ഒരുപാട് ഉണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്തിട്ട് വീണ്ടും അതിനെ നിങ്ങൾക്ക് തോന്നുകയാണ് ഡിവൈഡ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ പറയാണ്, മേ ബി ഒരു ചാൻസ് വന്നാൽ അതിനെ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിനകത്ത് മെഡിക്കേഷൻസ് മാത്രം എഴുതാം, ഒരു കുഴപ്പമില്ല. ദെൻ അടുത്ത പാരഗ്രാഫ് ആയിട്ട് നിങ്ങൾ സോഷ്യൽ ഹിസ്റ്ററി ചെയ്ത പേഷ്യന്റ് എന്താ, മാരീഡ് ആണ്, ലിവ്സ് വിത്ത് ഹിസ് വൈഫ് ആൻഡ് സൺ ആണ്, ഡസൻ ഡ്രിങ്ക് ആണ്, സ്മോക്ക് ഉണ്ട്, ചൂസ് ടൊബാക്കോ ഉണ്ട്, ഫാമിലി ഹിസ്റ്ററി അവൈലബിൾ അല്ല, അത് എഴുതാം എഴുതാതിരിക്കാം നിങ്ങളുടെ ഇഷ്ടമാണ്. ഇതിനകത്ത് ഒന്നും ഇറലവന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഇല്ല. ഉണ്ടോ എന്തെങ്കിലും? ചിഞ്ചു എന്താ ഡൗട്ട് ഉള്ള? ചിഞ്ചു ചോദിച്ചോ. സർ, നമ്മൾ ഈ മെഡിക്കേഷൻസ് എഴുതുന്ന സമയത്ത് അതിന്റെ ഡോസും ഫ്രീക്വൻസി എഴുതണം എന്നുള്ളത് നിർബന്ധമാണോ? ഡോസും ഫ്രീക്വൻസിയും എഴുതാം ചിഞ്ചു. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ പറഞ്ഞില്ലേ, ഇപ്പൊ ഇതിനകത്ത് ഡോസും ഫ്രീക്വൻസിയും നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഡോസ് ആൻഡ് ഫ്രീക്വൻസി എഴുതുക. അത് നിങ്ങൾ നോക്കുക, ആർക്കാണ് നിങ്ങൾ ലെറ്റർ എഴുതുന്നത്. ഇപ്പൊ ഒരു സ്പെഷ്യലിസ്റ്റിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡോസ് അറിയണ്ടേ, പേഷ്യന്റ് ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ ആണോ കറക്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണ്ടേ, നമ്മൾ അങ്ങനെ ചിന്തിക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മളിപ്പോ ഒരു ഡോക്ടറിനെ നമ്മൾ കാണാൻ പോവാണ്, ഓക്കെ, അല്ലെങ്കിൽ ഇപ്പൊ എനിക്കിപ്പോ ചിഞ്ചു ഒരു പേഷ്യന്റ് ഹാൻഡ് ഓവർ തരുന്ന സമയത്ത് ആ പേഷ്യന്റ് മെറ്റ്ഫോമിൻ 500 mg കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമ്മളത് പറയണ്ടേ, ഒരു ഡയബറ്റിക് മെഡിക്കേഷൻ ആയിരിക്കെ 500 ആണ് കഴിക്കുന്നതെന്നുള്ളത്, ഇല്ലേ? അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ലൈക്ക് പേഷ്യന്റ് 500 കഴിക്കേണ്ട അടുത്ത് നമ്മൾ 1000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പേഷ്യന്റിന് എന്തൊക്കെ രീതിയിൽ അത് ബാധിക്കാൻ പോവാ? പേഷ്യന്റിന്റെ ഷുഗർ ലെവൽ കുറയും, ഇല്ലേ? പേഷ്യന്റ് പല രീതിയിൽ അതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. മനസ്സിലായോ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന്? മനസ്സിലായി. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? അതെ അതെ. ഓക്കെ, ഫൈൻ, വെരി ഗുഡ്. ശരി, ദെൻ നെക്സ്റ്റ് വേറെ ആരോ ഹാൻഡ് റൈസ് ചെയ്ത പറഞ്ഞു. ഞാനാണ്. ഈ മെഡിക്കേഷൻസ്, ഇത്രയും മെഡിക്കേഷൻസ് ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് ഹെർ ഓൺ ഗോയിങ് മെഡിക്കേഷൻ ഹാസ് ബീൻ എൻക്ലോസ്ഡ് വിത്ത് ദിസ് ലെറ്റർ എന്ന് എഴുതിയാൽ മതിയോ? അതായത് ഇപ്പൊ ഇതിനകത്ത് നമ്മളൊരു ഹൈപ്പർ ടെൻഷൻ അല്ലേ പറയുന്നത്, റീസൺ ഇഷ്യൂ പറയുന്നത് അല്ലെ? അപ്പോ ഹൈപ്പർ ടെൻഷൻ പറഞ്ഞിരിക്കെ തന്നെ ഹൈപ്പർ ടെൻഷൻ പേഷ്യന്റ് ഇതിനകത്ത് മെഡിസിൻ കഴിക്കുന്നുണ്ട് അല്ലെ? പേഷ്യന്റ് ഡയബറ്റിക് ആണ്. സോ ഇതിനകത്തുള്ള മെഡിസിൻസ് ഓഫ് കോഴ്സ് ഞാൻ റെക്കമെൻഡ് ചെയ്യും നിങ്ങൾ എല്ലാ മെഡിസിൻസ് എഴുതാനേ ഞാൻ പറയുള്ളൂ. ഇപ്പൊ ഇതിനകത്ത് ഫിഷ് ഓയിൽ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത്യാവശ്യമുള്ള മെഡിസിൻസ്, അതായത് ക്രിട്ടിക്കൽ മെഡിസിൻസ് ആണ് ഇതിനകത്തുള്ളതല്ല. ശ്രദ്ധിച്ചോ? ഇതിനകത്തുള്ള മെഡിസിൻസ് അല്ല. എന്തെങ്കിലും ഇറലവന്റ് ആയിട്ടുള്ള മെഡിസിൻ ഉണ്ടോ? എനിക്ക് ആകെ ഒരു ഫിഷ് ഓയിൽ ഒഴികെ, ഫിഷ് ഓയിൽ പേഷ്യന്റ് എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നോണ്ടായിരിക്കും പേഷ്യന്റിന് കൊടുത്തിരിക്കുന്നത്. അതൊഴികെ ബാക്കി എല്ലാം പേഷ്യന്റിന് അത്യാവശ്യമുള്ള മെഡിസിൻസ് തന്നെയല്ലേ, ക്രിട്ടിക്കൽ മെഡിസിൻസ് തന്നെയല്ലേ? അതെ. അപ്പൊ ഇതെല്ലാം എന്റെ റെക്കമെൻഡേഷൻ. ഓഫ് കോഴ്സ് കാര്യം ഈ ലെറ്റർ കുഞ്ഞാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, കണ്ടോ?
ഒന്നുമില്ല ഈ ലെറ്ററിനകത്ത്. സിംപ്ലി വളരെ ചെറിയൊരു ലെറ്റർ, ഒന്നും തന്നെ പറയുന്നില്ല. ദേ ലെറ്റർ കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. എന്തെങ്കിലും ഉണ്ടോ അതിനകത്ത്? പേഷ്യന്റ് എന്തുകൊണ്ട് വന്നു എന്ന് എഴുതിയിട്ടുണ്ട്. ഡയഗ്നോസിസ് ഹൈ ബ്ലഡ് പ്രഷർ ആണ്, റിസൾട്ട് ഹൈപ്പർ ടെൻഷൻ. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഇത് എൻക്ലോസ് ചെയ്യാണെന്ന് പറഞ്ഞാൽ ഓക്കെ, നമ്മൾ സേഫർ സൈഡിലാണ്, ഒരു കുഴപ്പമില്ല. ഓക്കെ, പക്ഷേ പേഷ്യന്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ മെഡിസിൻസ് അറിഞ്ഞാലല്ലേ അയാൾക്ക് ഡോസ് കൂട്ടണോ വേണ്ടെന്നുള്ള കാര്യം തീരുമാനിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഈ മെഡിസിൻ മാറ്റണോ വേണ്ടെന്നുള്ള കാര്യം അറിയാൻ പറ്റുള്ളൂ, ഇല്ലേ? ഇപ്പൊ പേഷ്യന്റ് ലിസ്നോപ്രിൽ എടുക്കുന്നുണ്ട്, ഫിറോസിമായിട്ട് എടുക്കുന്നുണ്ട്. ലൈക്ക് നമ്മുടെ ഒരു സൈഡ് ഓഫ് മെഡിക്കൽ നോളജ് കൂടെ അതിനകത്ത് കയറി വരും. അത്രേ ഉള്ളൂ, ചെറിയ രീതിയിൽ. മനസ്സിലായോ? നിങ്ങൾക്ക് എഴുതാം, എന്നാലും ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അത്രേ ഉള്ളൂ കാര്യം. ഓക്കെ അല്ലേ? പിന്നെ ഞാൻ പറയാൻ വന്നതൊന്നുമല്ല, നിങ്ങൾ ഈ പാരഗ്രാഫ് ഇപ്പൊ നിങ്ങൾ സീക്വൻസ് ചെയ്ത കാര്യം പറഞ്ഞു. എന്തായിരുന്നു? ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് വന്നു, പ്രസന്റ് മെഡിക്കൽ ഹിസ്റ്ററി, പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി, ദെൻ സോഷ്യൽ ഹിസ്റ്ററിയിലോട്ട് പോയി. ഈ പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട് ഇതിനകത്ത്, ഇല്ലേ? പാസ്റ്റ് മെഡിക്കൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, ഡയബറ്റീസ് ഉണ്ട്, ഡിപ്രഷൻ ഉണ്ട്, ഓസ്റ്റിയോ ഉണ്ട്, ഹൈപ്പർ ലിപ്പോപ്രോട്ടീനീമിയ. ഇതിനകത്ത് നിങ്ങൾ ഏതിനെ ആദ്യം എഴുതും? അങ്ങനെ നിങ്ങൾ സീക്വൻസ് ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏത് ഇൻഫർമേഷൻ? ഹൈപ്പർടെൻഷൻ, ബിക്കോസ് ഇതാണ് ഇപ്പോഴത്തെ കറന്റ് ഇഷ്യൂ. അതെ, ഉറപ്പായിട്ടും. അതെ, അത്രേ ഉള്ളൂ. അപ്പൊ എനിക്ക് പറയാനുള്ളതും അത് തന്നെയാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഐഡിയ ഇല്ലാന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? പ്രസന്റ് മെഡിക്കൽ ഹിസ്റ്ററി എന്താണെന്ന് നോക്കുക. ഫോർ എക്സാമ്പിൾ ഇത്രയേ ഉള്ളൂ, നിങ്ങൾ എഴുതുന്ന പാരഗ്രാഫിനെ നിങ്ങൾ സീക്വൻസ് ചെയ്യുന്ന പോലെ തന്നെ പാരഗ്രാഫിനകത്തുള്ള ഇൻഫർമേഷനെ നിങ്ങൾ എന്ത് ചെയ്യണം? സീക്വൻസ് ചെയ്യണം നല്ല രീതിയിൽ. ഓക്കെ അല്ലേ? കറസ്പോണ്ടിങ് ആയിരിക്കണം കാര്യങ്ങൾ. അപ്പൊ ഇൻഫർമേഷനെ നിങ്ങൾ സീക്വൻസ് ചെയ്യുമ്പോൾ എന്താണ് പ്രസന്റ് മെഡിക്കൽ ഹിസ്റ്ററി നോക്കാൻ നമുക്ക് കാണാം ഹൈപ്പർ ടെൻഷൻ ആണെന്നുള്ള കാര്യം. അപ്പോൾ ഡയബറ്റിസോ ഡിപ്രഷനോ ഓസ്റ്റിയോ ആർത്രൈറ്റിസോ പറയുന്നതിന് മുന്നേ തന്നെ എന്ത് പറയുക? ആദ്യം ഹൈപ്പർ ടെൻഷന്റെ കാര്യം പറയുക. കൊളസ്ട്രോൾ. അതെ, ഹൈപ്പർ ടെൻഷൻ, ബ്ലഡ് കൊളസ്ട്രോൾ, ഉറപ്പായിട്ടും അങ്ങനെ തന്നെ നമുക്ക് പറയാം. എന്നിട്ട് ബാക്കിയുള്ള കാര്യത്തിലോട്ട് നമുക്ക് പോവാം. ഓക്കെ അല്ലേ? ഇനി ഇവിടെ പേഷ്യന്റെ മെഡിക്കൽ കണ്ടീഷൻ എന്ന് പറയുന്നത് ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസ് ആയിരുന്നെങ്കിലോ, അല്ലെങ്കിൽ പേഷ്യന്റ് ഇപ്പോൾ വന്നത് അൺസ്റ്റേബിൾ ഡയബറ്റിസ് മെലിറ്റസ് അല്ലെങ്കിൽ DK ആയിട്ടാണ് പേഷ്യന്റ് വന്നതെന്ന് വെച്ചോ, എങ്കിൽ നിങ്ങൾ ആദ്യം ഏത് എഴുതിയായിരുന്നു? ഡയബറ്റിസ് മെലിറ്റസ്. ഇല്ലേ? ഉറപ്പായിട്ടും. പേഷ്യന്റ് ഇപ്പൊ വന്നത് സിവിയർ ഡിപ്രഷൻ ആൻഡ് സൂയിസൈഡൽ തോട്ട് ആയിട്ടാണ് വന്നിരുന്നെങ്കിൽ നിങ്ങൾ ആദ്യം എഴുതിയായിരുന്നു എന്ത് എഴുതുമായിരുന്നു? ഡിപ്രഷൻ. ഉറപ്പായിട്ടും എഴുതില്ലേ? ക്ലിയർ ആയോ? ഇൻഫർമേഷൻ സീക്വൻസ് ചെയ്യുന്ന കാര്യം മനസ്സിലായോ? ഇനി നിങ്ങൾ ഇപ്പൊ ഡിപ്രഷൻ ആയിട്ടാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി സോഷ്യൽ ഹിസ്റ്ററി നിങ്ങൾ എഴുതുന്ന സമയത്ത് ഇതിനകത്ത് സോഷ്യൽ ഹിസ്റ്ററിക്കകത്ത് ഫാമിലി ഹിസ്റ്ററിയിൽ പറയുന്നത് പേഷ്യന്റെ ഫാമിലിയിൽ 5 പേര് ഓൾറെഡി ഡിപ്രഷൻ ആണ് എങ്കിൽ നിങ്ങൾ ഫാമിലി ഹിസ്റ്ററി എഴുതുമ്പോൾ ആദ്യം എന്ത് എഴുതിയായിരുന്നു? ഫാമിലിയുടെ കാര്യം. ഫാമിലിയുടെ ഫാമിലി സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി ഡിപ്രഷൻ ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് പറയാം, ഇല്ലേ? ക്ലിയർ ആണല്ലോ അതിന്റെ കാര്യം കൂടി? ഓക്കെ അല്ലേ? അപ്പൊ ഇത്രേ ഉള്ളൂ. ലൈക്ക് പറഞ്ഞു വന്നത്, നിങ്ങൾ എന്താ ഇൻഫർമേഷൻസിനെ പാരഗ്രാഫ് സീക്വൻസ് ചെയ്യുന്ന പോലെ തന്നെ എന്തിനേയും കൂടെ സീക്വൻസ് ചെയ്യുക, അറേഞ്ച് ചെയ്യുക. സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസിനെ അതിനനുസരിച്ച് അറേഞ്ച് ചെയ്യുക. അതിന് നിങ്ങൾക്ക് പ്ലസ് പോയിന്റ് ആണ് അവിടെ. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ, ഫൈൻ, വെരി ഗുഡ്. ചോദിച്ചോ. ഇതിപ്പം ഇതിനകത്ത് ഈ സോഷ്യൽ ഹിസ്റ്ററിയും പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററിയും കുറെ ഉള്ളത് കൊണ്ട് നമുക്ക് സെപ്പറേറ്റ് പാരഗ്രാഫ് ആക്കാം. ഇനി ഇത് കുറച്ച് ഇൻഫർമേഷൻ ഉള്ളപ്പം നമ്മള് ഫസ്റ്റ് ഒറ്റ പാരഗ്രാഫിൽ എഴുതത്തില്ലേ? അപ്പൊ ഫസ്റ്റ് പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി ആണോ സോഷ്യൽ മെഡിക്കൽ ഹിസ്റ്ററിയിലാണോ തുടങ്ങുക? പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി. അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മളിപ്പോ ഇത്രയും പറഞ്ഞ അതിനെ പറ്റിയിട്ടാണ്, ഇല്ലേ? നമ്മൾ ഉറപ്പായിട്ട് എന്ത് തന്നെ ചെയ്യും? പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി തന്നെ എഴുതും. ഇനി അതേസമയം നിങ്ങളിപ്പോ ഒരു പറഞ്ഞോ, എന്നിട്ട് അത് അടുത്ത പാരഗ്രാഫ് അല്ല, ആ സെന്റൻസ് കഴിയുമ്പോ പിന്നെ സോഷ്യലി എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ഹി ലിവ്സ് വിത്ത് അങ്ങനെയും കണ്ടിന്യൂ ചെയ്താൽ മതി. എഴുതാം, സോഷ്യലി നിങ്ങൾക്ക് എഴുതാം. അത് ലൈക്ക് നിങ്ങൾ എങ്ങനെയാണോ പ്രാക്ടീസ് ചെയ്തിരിക്കുന്നത് അതിനൊന്നും ഞാൻ ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല. ബിക്കോസ് എക്സാം അടുത്താണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾ ചിലപ്പോൾ എഴുതുന്നത് ഇൻ ടേംസ് ഓഫ് സോഷ്യൽ ഹിസ്റ്ററി എന്നായിരിക്കും, അല്ലെങ്കിൽ സോഷ്യലി എന്നായിരിക്കും, അല്ലെങ്കിൽ ഡയറക്റ്റ് മിസ്റ്റർ സാമുവൽ ലിവ്സ് വിത്ത് ഫാമിലി, അല്ലെങ്കിൽ മിസ്റ്റർ സാമുവൽ ഇസ് മാരീഡ്. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. എങ്ങനെയാണോ നിങ്ങൾ പഠിച്ചിരിക്കുന്നത് അത് എഴുതുക, നോ പ്രോബ്ലം. അങ്ങനെ തന്നെ നിങ്ങൾക്ക് തുടങ്ങാം. അടുത്ത ജോയിൻ ചെയ്യണമെങ്കിൽ അങ്ങനെയും ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പൊ പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി 2 ലൈനേ ഉള്ളൂ, സോഷ്യൽ ഹിസ്റ്ററി കൂടെ എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, നോ പ്രോബ്ലം. സെയിം പാരഗ്രാഫിൽ കണ്ടിന്യൂഷൻ ആയിട്ട് എഴുതിക്കോ. ഉറപ്പായിട്ടും ഇൻ ടേംസ് ഓഫ് സോഷ്യൽ ഹിസ്റ്ററി എഴുതിക്കോ, നോ പ്രോബ്ലം. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറഞ്ഞു പോയാൽ മതി. പിന്നെ സാർ ഒരു കാര്യം കൂടി, ഇപ്പം സപ്പോസ് സോഷ്യൽ ഹിസ്റ്ററി ഉണ്ട്, പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി ഒന്നും പ്രത്യേകിച്ചില്ല, മെഡിക്കേഷൻസ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഏതിനാ പ്രയോറിറ്റി കൊടുക്കേണ്ടത്? പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി അവിടെ ഇല്ല. ഫസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി ഇല്ലാന്നുണ്ടെങ്കിൽ എങ്കിൽ പോലും നമ്മൾ ആ മെഡിക്കേഷൻസ് കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പറയാം എന്താ, മിസ്റ്റർ എക്സ് ഹാസ് നോ റെലവന്റ് പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി. പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി ഇല്ലാന്നുണ്ടെങ്കിൽ മെഡിസിൻസ് കഴിക്കോ എന്തെങ്കിലും? അല്ലെ? അതൊരു ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, വേറൊരു പോയിന്റ്. ഓക്കെ, അപ്പോൾ ലൈക്ക് എന്തെങ്കിലും ഒരു പോയിന്റ് ചിലപ്പോൾ കാണുമായിരിക്കും. മേ ബി അതുകൊണ്ടായിരിക്കും പേഷ്യന്റ് ചിലപ്പോൾ പേഷ്യന്റ് സ്ട്രെസ് ആയിരിക്കാം. ഓക്കെ, പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി ഒന്നും ആയിരിക്കണമെന്നില്ല, സ്ട്രെസ് ആയിരിക്കാം. അതുകൊണ്ട് ചിലപ്പോൾ റെഗുലർ മെഡിക്കേഷൻസ് എടുക്കുന്നു വെച്ചോ.
അപ്പൊ നമുക്ക് റെലവന്റ് പാസ് മെഡിക്കൽ ഹിസ്റ്ററി ഒന്നുമില്ല. നമുക്ക് അടുത്തൊരു പോയിന്റ് ആയിട്ട് പ്ലീസ് നോട്ട് ഹി ഈസ് ഓൺ റെഗുലർ മെഡിക്കേഷൻസ് ഇൻക്ലൂഡിംഗ് എന്ന് പറഞ്ഞിട്ട് ആ മെഡിസിൻസ് എഴുതാം ആ പാരഗ്രാഫിൽ. എന്നിട്ട് സോഷ്യൽ ഹിസ്റ്ററി എഴുതിയാൽ മതി. അടുത്ത പാരഗ്രാഫ് ആക്കണം, അത് ആ മെഡിക്കേഷന് കൂടെ എഴുതാൻ പറ്റുമോ? മെഡിക്കേഷനെ കൂടെ എഴുതാം. അതിന്റെ കൂട്ടത്തിൽ തന്നെ പാസ് മെഡിക്കൽ ഹിസ്റ്ററിയിൽ വേറെ റെലവന്റ് പാസ് മെഡിക്കൽ ഹിസ്റ്ററി ഒന്നുമില്ല. പക്ഷെ സ്റ്റിൽ അതാ ഞാൻ പറഞ്ഞത്, ഒരു മെഡിക്കൽ ഹിസ്റ്ററി ഇല്ലാതെ പേഷ്യന്റിന് മെഡിസിൻ എടുക്കുന്നു എന്നുള്ള കാര്യം ഒരിക്കലും ലെറ്ററിനകത്ത് കാണില്ല. മനസ്സിലായോ? ഓക്കെ അല്ലേ? അപ്പൊ അത് ചിന്തിക്കുക. എന്തെങ്കിലും ഒരു പോയിന്റ് അതിനകത്ത് കാണുമായിരിക്കും. അതിന് മെഡിക്കേഷൻ എടുക്കുകയാണെങ്കിൽ അത് നമുക്ക് ജോയിൻ ചെയ്യാം. ഇനി ഒരു പാസ് മെഡിക്കൽ ഹിസ്റ്ററി ഇല്ലാന്നുണ്ടെങ്കിൽ, ഒന്നും തന്നെ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതാം? ആദ്യം സോഷ്യൽ ഹിസ്റ്ററി എഴുതാം. സോഷ്യൽ ഹിസ്റ്ററിയുടെ ലാസ്റ്റ് പോയിന്റ് ആയിട്ട് എന്ത് എഴുതാൻ വേണമെങ്കിൽ ഓഫ് നോട്ട് ഹി ഹാസ് നോ റെലവന്റ് പാസ് മെഡിക്കൽ ഹിസ്റ്ററി എന്ന് എഴുതിയാൽ മതി. അല്ലാതെ അതിന് പാസ് മെഡിക്കൽ ഹിസ്റ്ററി ആദ്യം എഴുതണമെന്ന് ഒരു നിർബന്ധമില്ല. ഓക്കെ അല്ലേ? ഒരു കാര്യം ചോദിച്ചോട്ടെ, മറ്റേ നമ്മൾ ഈ ലിസ്റ്റ് ഓഫ് മെഡിക്കേഷൻസ് പറഞ്ഞിട്ടില്ലേ, അതിപ്പം സാറ് പറഞ്ഞില്ലേ ദ മെഡിക്കൽ റെക്കോർഡ്സ് ആർ എൻക്ലോസ്ഡ് വിത്ത് ദിസ് ഫയൽ എഴുതുന്നതിൽ നല്ലത് എടുത്തെടുത്ത് എഴുതുന്നതാണ് നല്ലതെന്ന് പറഞ്ഞില്ലേ? അത് എല്ലാ എപ്പോഴുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞു. ഇപ്പൊ നമുക്കൊരു 10-20 മെഡിസിൻസ് ഒക്കെ ഒരുമിച്ച് വരുന്ന സിറ്റുവേഷൻ കാണും. ഒരിക്കലും റെലവന്റ് അല്ലാത്ത കാര്യങ്ങൾ കാണും. ഓക്കെ അല്ലേ? അപ്പോ ഇപ്പൊ പേഷ്യന്റ് ഡയബറ്റിസ് ആണ്, ആ ഡയബറ്റീസുമായിട്ട് ബന്ധമില്ലാത്ത കുറെ മെഡിസിൻസ് കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചോ. ഓക്കെ അല്ലേ? അപ്പോ അതൊന്നും നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ലൈക്ക് പേഷ്യന്റ് ഇപ്പൊ വൈറ്റമിൻ സി എടുക്കാം, അല്ലെങ്കിൽ ഫോളിക് ആസിഡ് എടുക്കുന്നവരാണ്, അതൊന്നും ഇപ്പോഴത്തെ കേസിന് റിലവന്റ് അല്ലാന്ന് വെച്ചോ. എങ്കിൽ റിലവന്റ് ആയിട്ടുള്ള മെഡിസിൻ പറഞ്ഞിട്ട് നമുക്കൊരു റെക്കമെൻഡേഷൻ നോട്ട് കൊടുക്കാം. പ്ലീസ് നോട്ട് ഹിസ് എന്താ ഡീറ്റെയിൽഡ് ലിസ്റ്റ് ഓഫ് മെഡിക്കേഷൻ ഹാസ് ബീൻ എൻക്ലോസ്ഡ് വിത്ത് ദിസ് ലെറ്റർ എന്ന് നമുക്കൊരു നോട്ട് എഴുതി വെക്കാം. അത്രയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ എല്ലാം എഴുതണ്ട, ഇങ്ങനെ എഴുതണം അങ്ങനല്ല ഉദ്ദേശിച്ചത്. സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. നമ്മളിപ്പം BD ആയിട്ട് എടുക്കുന്ന 2 മെഡിസിൻസ് ഉണ്ടെങ്കിൽ നമ്മളത് 2 മെഡിസിനും ഒരുമിച്ച് എഴുതിയിട്ട് ട്വൈസ് ഡെയിലി എഴുതിയാൽ മതിയാവോ? ഉറപ്പായിട്ടും. പിന്നെന്താ, ട്വൈസ് ഡെയിലി നമുക്ക് എഴുതാം, ഒരു കുഴപ്പമില്ല. ആ 2നെ ആഡ് ചെയ്തിട്ട് ട്വൈസ് ഡെയിലി റെസ്പെക്റ്റീവ്ലി എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ സർ, താങ്ക് യു സർ. ഓക്കെ ഫൈൻ. അടുത്ത അനു എന്താ ചോദിച്ചാ? അനു ആണോ ഇപ്പൊ സംസാരിക്കുന്നേ? എക്സ്ക്യൂസ് മീ സർ. ഓക്കെ, അറ്റ് എ ടൈം ഒരാൾ പറയട്ടോ. സർ, നമ്മള് മെഡിസിൻ എഴുതുമ്പോൾ BD എന്ന് പറയുന്നത് എക്സ്പാൻഡ് ചെയ്തിട്ട് എഴുതണോ? ഒരു നിർബന്ധമില്ല. നിങ്ങളുടെ ലെറ്ററിനകത്ത് നിങ്ങളിപ്പോ ക്വസ്റ്റ്യൻ ഇത് തന്നെ ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതിനകത്ത് BID ഉണ്ട്, QHS ഉണ്ട്, QD ഉണ്ട്, QD ഉണ്ട്, QD QAM ഉണ്ട്. ഇത് എന്താണോ ഇതിനകത്ത് തന്നിരിക്കുന്നത് അത് അതേപോലെ എഴുതുക. അല്ലാതെ ഇതിനൊന്നും എക്സ്പാൻഡ് ചെയ്യണമെന്ന് ഒരിടത്ത് ഒരു റൂളും പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ മെഡിക്കൽ നോളജിലുപരി നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. മെഡിക്കൽ നോളജ് ഇല്ല എന്നല്ല റെഫർ ചെയ്യും. പക്ഷെ ഇതിന്റെയൊക്കെ ഫുൾ ഫോം നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടോ എന്നല്ല OET-കാർ നോക്കുന്നത്. ഓക്കെ, നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ സാർ ഇത് അബ്രിവേഷൻസ് ഉപയോഗിക്കരുതെന്ന് നമ്മളോട് ഇങ്ങനെ മെഡിക്കൽ ടേംസിലെ. ഏതിനകത്ത് മെഡിക്കൽ ടേംസിൽ പറഞ്ഞിട്ടുണ്ട് അബ്രിവേഷൻസ് യൂസ് ചെയ്ത്? ഇപ്പൊ ഞാൻ കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ നിങ്ങൾ ലൈക്ക് ഇത്രേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട്. ഇപ്പം QHS എന്ന് പറയുന്നത് നൈറ്റ് ടൈം ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പൊ അറിയില്ല, നിങ്ങൾ അതിനെ എന്ത് എഴുതി വെക്കുന്നു? അങ്ങനെയാണെങ്കിൽ ആഫ്റ്റർനൂൺ എഴുതി വെക്കുന്നു. അപ്പൊ തെറ്റായില്ലേ അത്? ഇത്രേ ഉള്ളൂ സംഭവം. ലൈക്ക് സിംപ്ലി QHS എന്ന് പറയുന്നത് അക്സെപ്റ്റഡ് അബ്രിവേഷൻസ് യൂസ് ചെയ്തെന്ന് പറയുന്നത് അങ്ങനെയല്ല. അതായത് അക്സെപ്റ്റഡ് അല്ലാത്ത അബ്രിവേഷൻസ് യൂസ് ചെയ്യരുതെന്നാണ്. നിങ്ങൾ പഠിക്കുമ്പോ കറക്റ്റ് ആയിട്ട് പഠിക്കുക. മനസ്സിലായോ? ഇപ്പോ ഞാൻ തന്നെ നമ്മുടെ ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അക്സെപ്റ്റഡ് ആയിട്ടുള്ള NHS അക്സെപ്റ്റഡ് ആയിട്ടുള്ള അബ്രിവേഷൻസും കാര്യങ്ങളും എല്ലാത്തിന്റെ ഒരു ലിസ്റ്റ് ഓഫ് കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ അല്ലാതെ തന്നെ. അപ്പോ ഈ QHS എന്ന് പറയുന്നത്, അല്ലെങ്കിൽ QD എന്ന് പറയുന്നത്, അല്ലെങ്കിൽ BD എന്ന് പറയുന്നതല്ല അക്സെപ്റ്റഡ് ടെർമിനോളജീസ് ആണ്, അക്സെപ്റ്റഡ് അബ്രിവേഷൻസ് ആണ്. മനസ്സിലായോ? അപ്പോ ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾ ബ്ലഡ് പ്രഷറിന് അല്ലെങ്കിൽ ഇപ്പം ഡയബറ്റീസ് മെഡിസിൻ നിങ്ങൾ DI അല്ലെങ്കിൽ DIAB ഇട്ടിട്ട് മെലിറ്റസിന് MEL ഇട്ടു. ഇത് നിങ്ങളുടെ ഫോം ആണ്, അല്ലാതെ ഇതൊന്നും അക്സെപ്റ്റഡ് ഫോം അല്ല. മനസ്സിലായോ? സാർ അക്സെപ്റ്റഡ് ഫോംസ് ഒന്ന് ഇട്ട് തരാമോ ഞങ്ങൾക്ക്? ഇനി വാട്സാപ്പിലെ ഗ്രൂപ്പിൽ ഇടുവോ സാർ? അതോ ഞാൻ വാട്സാപ്പിലും ടെലഗ്രാമിലും എന്തായാലും വീണ്ടും ഷെയർ ചെയ്തിരിക്കാം. ഓക്കെ അല്ലേ? ഞാൻ വാട്സാപ്പിൽ ഇന്നാ സാർ ആഡ് ആയത്. അപ്പം സാറിന്റെ മെയിൻ നോട്ട്സ് ഒക്കെ യൂട്യൂബിലെല്ലാം കാണുന്നുണ്ട്. കുഴപ്പമില്ല. ഓക്കെ, ഞാൻ സജസ്റ്റ് ചെയ്യാൻ ലൈക്ക് ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വാട്സാപ്പിൽ ജോയിൻ ചെയ്യാൻ പ്രശ്നമില്ല. പക്ഷെ നോർമലി നിങ്ങൾ ടെലഗ്രാമിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, കാര്യങ്ങളെല്ലാം പഴയ നേരത്തെ ഷെയർ ചെയ്തിട്ടുള്ള ഫയൽസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടും. വാട്സാപ്പിൽ ജോയിൻ ഗ്രൂപ്പ് അടിച്ചിട്ട് അത് സാറ് അക്സെപ്റ്റ് ചെയ്യും. അതോ അത് വരുന്നില്ല സാർ? ഞാൻ ഇന്ന് രാവിലെ തൊട്ട് ട്രൈ ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ടെക്നിക്കൽ ഉണ്ടെങ്കിൽ ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് കയറാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. ഓക്കെ അല്ലേ? അപ്പൊ ടെലഗ്രാം ആകുമ്പോൾ നിങ്ങൾക്ക് ഫയൽ ഒന്നും ഞാൻ വീണ്ടും ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഷെയർഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് തന്നെ കാണും. ഫയൽസ് എടുത്ത് നിങ്ങൾ നോക്കിയാൽ മാത്രം മതിയായിരിക്കും. ഓക്കെ അല്ലേ? സാർ ഇത് തീരുന്നതിന് മുമ്പേ നമുക്ക് കണ്ടീഷന് മുമ്പായിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് വരത്തില്ലേ? ന്യൂമോണിയ, അതിന് ക്വസ്റ്റ്യൻ മാർക്ക് ന്യൂമോണിയ. സാർ ഇത് തീരുന്നതിന് മുമ്പ് അതൊന്ന് അതിനെപ്പറ്റി ഒന്ന് പറയാം. അത് ഞാനിപ്പോ പറഞ്ഞുതരാം. ഒരു സെക്കൻഡ്. ഓക്കെ, ഒരു സെക്കൻഡ്.
അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് എനിക്ക് തോന്നുന്നു സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. നമ്മളിപ്പോ ഏകദേശം ഒരുപാട് സമയമായില്ലേ? അതെ, ഒരു സെക്കൻഡ് സാർ ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോ. സാർ ഇപ്പൊ നമ്മളൊരു ഈ ഒരു ലെറ്റർ നമ്മള് ഓർത്തോ ഡോക്ടറിന് റെഫർ ചെയ്യണ്ടെങ്കിൽ നമുക്ക് പാസ് മെഡിക്കൽ ഹിസ്റ്ററിയിൽ ആ ഓർത്തോ റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കിയൊന്നും എഴുതണ്ടല്ലോ? ഇപ്പൊ അതിനകത്ത് പറയാണ് പേഷ്യന്റ് അപ്പൻഡിക്സിന്റെ സർജറി പേഷ്യന്റ് 10 വർഷം മുന്നേ കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ അതൊന്നും നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല അതിനകത്ത്. പക്ഷെ നിങ്ങൾ കാണുമ്പോൾ ഈ അപ്പൻഡിക്സിന്റെ സർജറി അല്ലേ എഴുതിയേക്കാം എന്നവിടെ തോന്നേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? അത്രേ ഉള്ളൂ. ഇപ്പൊ ഹൈപ്പർ ടെൻഷനും ഡയബറ്റീസും ഉണ്ടെങ്കിൽ കൂടെ അതൊക്കെ എഴുതാം, അതൊക്കെ നിങ്ങൾക്ക് എഴുതാം, അതൊന്നും കുഴപ്പമില്ല. അതൊക്കെ ഇപ്പോഴത്തെ സ്റ്റിൽ ക്രോണിക് കണ്ടീഷൻസ് അല്ലേ, അതൊന്നും പോകുന്നില്ലല്ലോ, പേഷ്യന്റ് സ്റ്റിൽ ഉള്ളതല്ലേ. മനസ്സിലായോ? അപ്പോ ജസ്റ്റ് ഒന്ന് നോക്കുക ഏതാണ് ആവശ്യമുള്ളത്. ലൈക്ക് നിങ്ങൾക്ക് ആസ് എ നഴ്സ് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അറിയായിരിക്കുമല്ലോ, എന്താണ് ആവശ്യമുള്ളത് ആവശ്യമില്ലാത്തെന്നുള്ള കാര്യങ്ങളൊക്കെ. മനസ്സിലായോ? അതൊന്ന് നോക്കിയാൽ മതി. ഞാനിപ്പോ ജസ്റ്റ് ഒന്ന് നിങ്ങളിത് മെഡിക്കേഷനും അതുപോലെ തന്നെയാണ് ആവശ്യമുള്ളത്. സാർ കുഴപ്പമില്ലെങ്കിൽ നമ്മൾ മെഡിക്കേഷൻ എഴുതി വെച്ചിട്ട് ഒരു കോമ ഇട്ടിട്ട് ഡോസേജ് പിന്നെ അതിന്റെ ക്യാപിറ്റലൈസ് ചെയ്യേണ്ട മെഡിക്കേഷൻസിന്റെ നെയിംസ് ഒക്കെ ഉണ്ടല്ലോ സെപ്പറേറ്റ്, നമ്മള് അതിനെ കുറിച്ചും കൂടി ഒന്ന് പറഞ്ഞു തരുമോ? ഓക്കെ, അപ്പൊ അതിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ഞാൻ ഈ അബ്രിവേഷൻസിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ സിംപ്ലി ഇത്രയേ ഉള്ളൂ സംഭവം. അതിനകത്ത് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് എപ്പോഴും ലൈക്ക് നമ്മുടെ ട്രേഡ് ഫോംസ് ഉണ്ട്, ട്രേഡ് മെഡിസിൻസും ഉണ്ട്, അല്ലാതെ നമ്മുടെ ജനറിക് മെഡിസിൻസും ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ നോർമലി പറയുന്നത് നമ്മുടെ ട്രേഡ് നെയിമിൽ വരുന്നത് അല്ലെങ്കിൽ ബ്രാൻഡ് നെയിമിൽ വരുന്ന മെഡിസിൻസിന്റെ ഫസ്റ്റ് ലെറ്റർ ഷുഡ് ബി ഇൻ ക്യാപിറ്റൽ. ഓക്കെ, ജനറിക് മെഡിസിൻസ് ആണെങ്കിൽ അതിന്റെ എല്ലാം നമുക്ക് സ്മോൾ ലെറ്റേഴ്സിൽ എഴുതാം. നമുക്ക് എല്ലാ മെഡിസിൻസും ഇതിനകത്ത് വരുന്ന ഒന്നും നിങ്ങൾ യൂസ്ഡ് ആയിട്ടുള്ള മെഡിസിൻസ് ആയിരിക്കില്ല. സോ സേഫർ സൈഡ് എന്ന് പറയുന്നത് എന്താണോ ഇതിനകത്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കുന്നത് അത് അതേപടി തന്നെ നിങ്ങൾ അതിലേക്ക് കോപ്പി ചെയ്യുക. ഓക്കെ, അതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന പോയിന്റ്. സോ ഇതിനകത്ത് എന്ത് തന്നിരിക്കുന്നോ നിങ്ങൾക്ക് അതുപോലെ എഴുതാം. അതേസമയം നിങ്ങൾ അവിടെ നിങ്ങൾക്ക് ബ്രാൻഡ് നെയിമോ ജനറിക് നെയിമോ അറിഞ്ഞുകൂടാതെ നിങ്ങൾ കിടന്ന് കൺഫ്യൂസ്ഡ് ആയാൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുമായിരിക്കും നിങ്ങൾ എത്രത്തോളം സമയം അവിടെ വേസ്റ്റ് ചെയ്യും എന്നുള്ള കാര്യം. ആണോ ഇല്ലയോ? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് സിംപ്ലി യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്താണോ നിങ്ങളുടെ റൈറ്റിംഗ് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് തന്നിരിക്കുന്നത് അതിനെ വേറെ ഓൾട്ടറേഷൻ ഒന്നും വരുത്താതെ നിങ്ങൾക്ക് എഴുതാം. ഇനി ഇപ്പൊ നേരത്തെ നമ്മൾ കണ്ടു ലാസിക്സ് എന്നും പറയും, ഫുറോസിമാഡ് എന്നും പറയും, ഇല്ലേ? ഈ ഇതിന് ഏതാ ജനറിക് നെയിം, ഏതാ ട്രേഡ് നെയിം അറിയോ? ഫ്രൂസമൈഡ് ജനറിക് നെയിം, അതെ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത്? അങ്ങനെയാണെങ്കിൽ തന്നെ ഫിറോസിമൈഡിന്റെ എഫ് സ്മോൾ ലെറ്റേഴ്സ് അല്ലെങ്കിൽ ജനറിക് നെയിം എന്ന് പറയുന്ന സ്മോൾ ലെറ്റേഴ്സിൽ നമ്മൾ എഴുതിപ്പോ ലാസിക്സിന്റെ എല്ലാം തരുമ്പോൾ നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക. മനസ്സിലായോ? ഇത്രയുള്ള ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പക്ഷെ എല്ലാ ഡ്രഗും നമുക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ കൺഫേം ആയിട്ടുള്ള കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് അതേപടി എഴുതാം. നിങ്ങൾക്ക് എന്താണോ അറിയാവുന്ന അത് എഴുതാം. ഇല്ലാന്നുണ്ടെങ്കിൽ എന്താണ് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത് അത് ഒരു ഡൗട്ടും ഇല്ലാതെ അതിനെ അങ്ങ് കോപ്പി ചെയ്യുക, അല്ലാതെ ആലോചിച്ച് സമയം കളയരുത്. ഓക്കെ അല്ലേ? അത് എന്തുകൊണ്ട് യൂസ് ആവാൻ പോകുന്നില്ല അവിടെ? നിങ്ങൾ തെറ്റിക്കുന്നതിനെ കാട്ടി നല്ലത് എന്താ? അത് അതേപടി ക്യാപിറ്റൽ ലെറ്റേഴ്സ് എല്ലാം ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ ഒരിക്കലും തരാറില്ലല്ലോ ഡ്രഗ്സ്. ഏതെങ്കിലും ഫസ്റ്റ് ലെറ്റർ മാത്രമല്ല ക്യാപിറ്റൽ ലെറ്റർ തരാറുള്ളൂ, ഇല്ലേ? ലെറ്റേഴ്സിൽ എപ്പോഴും. അല്ലാതെ ഏതെങ്കിലും ലെറ്റർ നിങ്ങൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ ഇത്രയും നാൾ കണ്ടതിൽ എല്ലാം ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ തന്നിട്ടുണ്ടോ? ഇല്ല. കേട്ടില്ല. സർ, മെഡിക്കേഷൻസ് റിവൈസ് ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്കത് ലെറ്ററിന്റെ ഏറ്റവും എൻഡില് മെഡിക്കേഷൻസ് ക്യാൻ ബി അറ്റാച്ച്ഡ് എന്ന് പറഞ്ഞ് എഴുതുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ? മനസ്സിലായില്ല. റിവൈസ് എന്ന് പറഞ്ഞിട്ട് പിന്നെ അറ്റാച്ച് ചെയ്യണം എന്നുള്ള കാര്യമോ? മെഡിസിൻസിന്റെ ആദ്യം കൊടുത്ത ഡോസ് ഒന്നും കൂടെ ഇൻക്രീസ് ചെയ്തു. അപ്പോ മെഡിക്കേഷൻസ് അത്യാവശ്യം ലാർജ് കുറെ ഉള്ളത് കൊണ്ട് നമുക്ക് ലെറ്ററിന്റെ എൻഡില് പ്ലീസ് നോട്ട് എന്ന് പറഞ്ഞിട്ട് റിവൈസ്ഡ് മെഡിസിൻസ് നിങ്ങൾ ഹിസ്റ്ററിയിൽ എഴുതുക, ആ പാരഗ്രാഫിൽ എഴുതുക. ബാക്കിയുള്ള മെഡിസിൻസ് ഒരുപാടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് തന്നെ അറ്റാച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഇതിന്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്യാം. ഒരു കുഴപ്പമില്ല. ഈ റെക്കമെൻഡേഷൻ സർ, അപ്പോൾ റിവൈസ്ഡ് മെഡിക്കേഷൻസ് ലെറ്ററിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് മസ്റ്റ് ആണോ? ഉറപ്പായിട്ടും നിങ്ങളിപ്പോ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള മെഡിസിൻ നിങ്ങൾ എഴുതുന്ന ആളെ നോക്കുക. ഇപ്പൊ നിങ്ങളൊരു സോഷ്യൽ വർക്കറിനാണ് നിങ്ങൾ ഇയാളെ അയച്ചു കൊടുക്കുന്നത്, നമ്മുടെ പേഷ്യന്റ് അയച്ചു കൊടുക്കുന്നത്, അയാൾക്ക് റിവൈസ് ചെയ്ത മെഡിസിൻസിന്റെ കാര്യം ഒന്നും പറയേണ്ട ആവശ്യം കാണത്തില്ല. അപ്പോ മനസ്സിലായോ? ഇപ്പൊ ഒരു കാർഡിയോതൊറാസിക് സർജൻ ആണ് നിങ്ങൾ പേഷ്യന്റിനെ വിടുന്നത്. പേഷ്യന്റിനെ പൊക്കോണ്ടിരുന്ന റിവറോക്സാബൻ അല്ലെങ്കിൽ അപ്പിക്സബൻ അല്ലെങ്കിൽ ക്ലോപ്പിഡോഗറിൽ കഴിച്ചുകൊണ്ടിരുന്ന 75 ആയിരുന്നു, ഇപ്പൊ അത് 300 ആക്കി. നിങ്ങളത് പറയണ്ടേ? എഴുതാതിരിക്കാൻ പറ്റുമോ നമുക്ക്? ലൈക്ക് സിറ്റുവേഷൻ നോക്കുക. മനസ്സിലായോ? അത്രേ ഉള്ളൂ. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരു ഡൗട്ട് നിങ്ങൾ ചോദിച്ച പോലെ ലൈക്ക് എന്താ ഈ നമ്മുടെ ഡയഗ്നോസിസിനകത്ത് ക്വസ്റ്റ്യൻ മാർക്ക് വന്നാൽ എങ്ങനെയാണെന്നുള്ള കാര്യം ഞാനൊന്ന് ക്ലിയർ ആക്കാം. ഓക്കെ അല്ലേ? അപ്പോ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇതിനകത്ത് കാണുന്നുണ്ടോ? ഇവിടെ സിവിയർ ഹൈഡ്രോനെഫ്രോസിസ്, അൾട്രാസൗണ്ടിനകത്ത് സിവിയർ ഹൈഡ്രോനെഫ്രോസിസ്
ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടുണ്ട്, മാസ് അറ്റാച്ച്ഡ് ടു ദ ലിവർ. കണ്ടോ? ഓക്കെ. അപ്പോ ഇതിനകത്ത് നിങ്ങൾ എന്താ പറയുന്നത്? ഇതിൽ ഏതായിരിക്കും ക്വറി? ഏതാ സസ്പെക്റ്റഡ്? മാസ് ആണോ? ഇല്ല, ഹൈഡ്രോനെഫ്രോസിസ്, സിവിയർ ഹൈഡ്രോനെഫ്രോസിസ് ആണ് സസ്പെക്റ്റഡ്. അതാണോ സസ്പെക്റ്റഡ്? അല്ല, മാസ് അറ്റാച്ച്ഡ് ടു ദ ലിവർ. ഓക്കെ, കൺഫ്യൂഷൻ ആണ് അല്ലെ? അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഇതിന്റെ റിയാലിറ്റി എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ? അപ്പൊ ഇനി അതിലോട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ശരി, ഇത് നിങ്ങൾ കണ്ടല്ലോ എന്തായാലും ഇല്ലേ? നമ്മൾ വീണ്ടും ഓക്കെ, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും എന്ത് ചെയ്യാം, ചുമ്മാ ലെറ്റർ നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ വീണ്ടും താഴോട്ട് പോകുമ്പോ പേഷ്യന്റിനകത്ത് എന്താ, പേഷ്യന്റ് ഒബ്ജക്റ്റീവ് ഡേറ്റയ്ക്ക് അത് താഴോട്ട് പോയപ്പോൾ വീണ്ടും ഇവിടെ പറയുന്നുണ്ട് എനിക്ക് ഹൈഡ്രോനെഫ്രോസിസ് പോസിറ്റീവ് എന്ന് പറയുന്നുണ്ട്. ഇതിപ്പോ സസ്പെക്റ്റഡ് ആണോ അതോ കൺഫേംഡ് ആണോ? അതെ, ചില സമയത്ത് ഇങ്ങനെയൊന്നും കാണണമെന്നില്ല. ഇതിലിപ്പോ ഇങ്ങനെ ഉള്ളതുകൊണ്ട് ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ. ചിലപ്പോ ഇങ്ങനെ കാണില്ല, സിംപ്ലി ക്വസ്റ്റ്യൻ മാർക്ക് മാത്രമേ കാണുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോ ഇവിടെ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നിങ്ങൾക്ക് ലൈക്ക് ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം, ഒരു സെക്കൻഡ്. വൈറ്റ് ബോർഡ് കാണുന്നുണ്ടോ? ഓക്കെ. അപ്പൊ ഇതിനകത്ത് എനിക്കിപ്പോ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് ഇങ്ങനെ ഇട്ടു. ഓക്കെ, ഇങ്ങനെ ഇട്ടു. ഓക്കെ, ഇപ്പോ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അപ്പൻഡിസൈറ്റിസ്. ഫസ്റ്റത്തെ ഇത് ഇട്ടിരിക്കുന്നത് എന്താണ്? ആദ്യത്തെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു. അതെ, അപ്പൻഡിസൈറ്റിസ് ഉണ്ട്. അതെ, ഇത് ക്വറി ആണ് അല്ലേ? കൺഫേംഡ് ആണ്. ഓക്കെ, ക്വറി ആണ്. ഇനി ഇവിടെ ഉള്ള സംഭവം നോക്കിയേ, ഇതെന്താ സംഭവം ഇതിനകത്ത്? അതെ, ഹെർണിയ ക്വറി ആണ്. ഹെഡ് ഇഞ്ചുറി എന്താണ്? ക്വറി ആണ് അല്ലെ? കണ്ടോ? മനസ്സിലായോ? അപ്പൊ നമ്മള് ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ക്വറി എന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ഡയഗ്നോസിന്റെ തൊട്ട് മുന്നേ ആയിരിക്കും നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ക്വസ്റ്റ്യൻ മാർക്ക് യൂസ് ചെയ്യുക. ഓക്കെ, അതിനും അല്ലെങ്കിൽ അല്ലാതെ അതിന്റെ കൂടെ ഈ ഒരു കണ്ടീഷൻ നമ്മൾ പറഞ്ഞ് അതിന്റെ കൂടെ അതിന് ശേഷം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടാൽ ഒരിക്കലും അത് എന്താവില്ല? ക്വറി ആവില്ല. ഇപ്പൊ ഇവിടെ നമ്മൾ പറയുമ്പോ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് ഇപ്പൊ പറയാം സിംപ്ലി അപ്പൻഡിസൈറ്റിസ് നടക്കണമെങ്കിൽ ഇത് ഒരിക്കലും എന്തല്ല, ഇത് കൺഫേംഡ് ഡയഗ്നോസിസ് ആണ്. മനസ്സിലായോ? ഓക്കെ, ഇതെന്താണ്? കൺഫേംഡ് ഡയഗ്നോസിസ് ആണ്. ബാക്കി എല്ലാം ഇതിനകത്ത് കിടക്കുന്ന എന്താണ്? ക്ലിയർ ആയോ? അപ്പൊ ഇതാണോ നമ്മുടെ ഇതിനകത്ത് കിടക്കുന്നത്? നിങ്ങൾ നോക്കിയേ, എന്താ കിടക്കുന്നത്? ഇവിടെ വീണ്ടും ഒന്നും കൂടെ ഉണ്ട്. നോക്കിയേ, ഡയഗ്നോസിസ് ഇട്ടിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് യൂറിറ്ററി കോളിക്. കണ്ടോ? അപ്പൊ സസ്പെക്റ്റഡ് ആണ് ഇല്ലേ? ദെൻ അതുപോലെ നമ്മൾ നേരത്തെ നോക്കിയാൽ നമുക്ക് ഒന്നുകൂടെ നോക്കാം. അൾട്രാസൗണ്ടിനകത്ത് സിവിയർ ഹൈഡ്രോനെഫ്രോസിസും മാസ് അറ്റാച്ച്ഡ് ടു ദ ലിവർ. കണ്ടോ? അപ്പൊ ഏതാ ഇതിനകത്ത് ക്വറി ഉള്ളത്? ലിവർ. ഹൈഡ്രോനെഫ്രോസിസ് അപ്പൊ എന്താ? സിംപ്ലി കൺഫേംഡ്. ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ? ഇപ്പൊ അതിന്റെ ഒരു കാര്യം ഡൗട്ട് ക്ലിയർ അല്ലേ? എന്തായാലും ഒരു ഡൗട്ട് പറഞ്ഞോ. സർ, അപ്പൊ നമുക്കിങ്ങനെ പറയാലോ, കണ്ടീഷന് മുന്നേ ആണ് ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നതെങ്കിൽ ആ കണ്ടീഷൻ ആയിരിക്കും സസ്പെക്റ്റഡ് എന്ന് നമ്മൾ എഴുതേണ്ടത്. ഉറപ്പായിട്ടും അത് തന്നെ. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഞാനിപ്പോ എഴുതി അയച്ചു, അത് ലൈക്ക് ടൈപ്പ് ചെയ്തപ്പോ ക്ലിയർ ആയില്ലേ? അത്രേ ഉള്ളൂ സംഭവം. ഓക്കെ അല്ലേ? ഫൈൻ. ഓക്കെ, പറഞ്ഞോ. നമ്മൾ ഇൻട്രോയില് നമ്മൾ ഹാസ് ബീൻ ലോങ് ടൈം കണ്ടീഷൻ ആണെങ്കിൽ ഹു വാസ് ഡയഗ്നോസ്ഡ് വിത്ത് ഹാസ് ബീൻ എന്നല്ലേ എഴുതുന്നത്. ഞാൻ ഓൾറെഡി ന്യൂമോണിയയുടെ കാര്യമൊക്കെ എക്സാമ്പിൾ പറഞ്ഞായിരുന്നു. ഞാൻ വീണ്ടും ഈ വീഡിയോ യൂട്യൂബിൽ ഇടുന്ന സമയത്ത് ആദ്യം കേൾക്കുക, അതിനെപ്പറ്റി എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? അത്യാവശ്യം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇനി ഒരു 7 minutes ഉള്ളൂ. ഞാൻ 2-3 പോയിന്റ്സ് കൂടെ പറഞ്ഞൊന്ന് ഫൈനലൈസ് ചെയ്യാം. നിങ്ങളുടെ ക്വയറീസും കാര്യങ്ങളെല്ലാം ഞാൻ ബാക്കി ക്ലിയർ ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പൊ എനിക്ക് ലാസ്റ്റ് ജസ്റ്റ് ഒന്ന് പറയാനുള്ളത് യുവേഴ്സ് സിൻസിയർലി യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്നൊരു പോയിന്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒന്ന് ക്ലിയർ ആക്കാൻ ഞാൻ പറയാണ്. അത് നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യേണ്ട എവിടെയായിരിക്കും? യുവേഴ്സ് സിൻസിയർലി യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്ന് പറയുന്നത് പേഷ്യന്റ് ആണെങ്കിൽ അതെ, നോൺ
ആണെങ്കിൽ അല്ലല്ല, അതായത് സിൻസിയർലി പേഷ്യന്റ് നെയിം അല്ല നമ്മൾ എഴുതേണ്ട റീഡറിന്റെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സിൻസിയർലി യൂസ് ചെയ്യണം. ഡിയർ സാർ ഓർ മാഡം ആണ് യൂസ് ചെയ്യുമെങ്കിൽ യുഎസ് ഫെയ്ത്ത്ഫുള്ളി ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഇതിനകത്ത് ഞാൻ ടൈപ്പ് ചെയ്യുന്ന കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, ഞാനൊന്ന് പറയാം കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് നിങ്ങൾ എഴുതേണ്ടത്. യുവേഴ്സ് സിൻസിയർലി കഴിഞ്ഞ് ഒരു കോമ, യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി ആണെങ്കിൽ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി കഴിഞ്ഞ് കോമ. യുവേഴ്സിന് അപ്പോസ്ട്രോഫി എസ് ഇല്ല. സിൻസിയർലിയുടെ എസ് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റേഴ്സിലായിരിക്കും, ഫെയ്ത്ത്ഫുള്ളിയുടെ എഫ് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ ആയിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ, ഇനി നിങ്ങളുടെ പേഷ്യന്റിന് ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള ലെറ്റേഴ്സിലെല്ലാം, നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്ത ലെറ്റേഴ്സിലെല്ലാം ഒരു റെസിപ്പിയന്റിന് പേരുണ്ടായിരുന്നു ഇല്ലേ? ഓക്കെ, റെസിപ്പിയന്റിന് പേരുണ്ടായിരുന്നു. റെസിപ്പിയന്റിന് പേരുണ്ടെങ്കിൽ, നിങ്ങളുടെ റെസിപ്പിയന്റ് നെയിംഡ് ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, റെസിപ്പിയൻ നെയിം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം? സിൻസിയർലി യൂസ് ചെയ്യാം. വിത്ത് നെയിം ആണ് റെസിപ്പിയന്റ് എങ്കിൽ, ഓക്കെ, നെയിം ആണെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? സിൻസിയർലി യൂസ് ചെയ്യാം. ഇനി റെസിപ്പിയന് നിങ്ങൾക്ക് പേരില്ലെങ്കിൽ, റെസിപ്പിയന്റ് പേരില്ല എന്നുണ്ടെങ്കിൽ എന്ത് യൂസ് ചെയ്യണം? ഫോർ എക്സാമ്പിൾ ഇപ്പൊ എന്ത് പറയാം നമുക്ക് വേണമെങ്കിൽ? കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സ്, മാനേജർ, അഡ്മിനിസ്ട്രേറ്റർ. അതെ, മാനേജർ വരാം, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സ് ആവാം, അല്ലെങ്കിൽ ഡോക്ടർ ആവാം. ഓക്കെ, ഫൈൻ. അങ്ങനെ എന്ത് വന്നാലും നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം? യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയേ ഉള്ളൂ. പറഞ്ഞോ. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? വേഗം ചോദിച്ചോ. നമ്മളിപ്പോ എന്താ അബ്രിവേഷന്റെ കാര്യം പറഞ്ഞില്ലേ? അതെ. അന്നേരം നമ്മളുടെ ലെറ്ററില് CT, MRI അതെന്തും ആയിക്കോട്ടെ, അങ്ങനെ എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ എഴുതിയാൽ മീൻസ് IV ഫ്ലൂയിഡ്, IV ആന്റിബയോട്ടിക്സ് അങ്ങനെയൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ IV തന്നെ എഴുതിയാൽ മതിയോ? അതോ അത് എക്സ്പാൻഡ് ഉറപ്പായിട്ടും അതൊന്നും എക്സ്പാൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, ലൈക്ക് CT എന്ന് പറയുന്നത് ഓൾറെഡി അക്സെപ്റ്റഡ് ടെർമിനോളജീസ് ആണ്. അതെല്ലാം നിങ്ങൾക്ക് അങ്ങനെ തന്നെ എഴുതിയത്. ഇനി നിങ്ങൾക്ക് എഴുതണം തോന്നുകയാണ്, CTക്ക് നിങ്ങൾക്ക് സമയമുണ്ട് കമ്പ്യൂട്ടർ ടോമോഗ്രാഫി എന്ന് എഴുതാൻ, MRIക്ക് മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് എന്റെ കൂട്ടത്തിൽ എഴുതി പോകാൻ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ എഴുതിക്കോ, നോ പ്രോബ്ലം. സമയമുണ്ടെങ്കിൽ നമ്മുടെ ലെറ്ററിന്റെ താഴെ തന്നിട്ടില്ല ഡോണ്ട് യൂസ് ഷോർട്ട് ഫോം, അതെന്താ അങ്ങനെ ഉദ്ദേശിക്കുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾ ഇപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഇതിനകത്ത് മാഗ്നറ്റിക് MRIയുടെ കാര്യം പറഞ്ഞു. നിങ്ങൾക്ക് MAG എന്നിട്ടിട്ട് റെസൊണൻസിങ്ങിന് RES എന്നിട്ടിട്ട് ഇമേജിങ്ങിന് IM എന്നിട്ട് എഴുതാൻ പാടില്ല. അതാണ് ഷോർട്ട് ഫോം എന്ന് പറയുന്നത്. ഇനി ട്രീറ്റ്മെന്റിന് നിങ്ങൾ RX എന്നിട്ടിട്ട് ട്രീറ്റ്മെന്റ് ഇടാറുണ്ട്, ഡയഗ്നോസിന് DX എന്ന് ഇടാറുണ്ട്. ഇതൊന്നും അക്സെപ്റ്റഡ് അല്ല, മനസ്സിലായോ? ഇതാണ് ഷോർട്ട് ഫോംസ് എന്ന് പറയുന്നത്. ഇങ്ങനെ എഴുതി വെക്കരുത്. ഇപ്പൊ ബ്രസ്റ്റ് ക്യാൻസറിന് നിങ്ങൾ BR ഇട്ടിട്ട് വേണമെങ്കിൽ BR ഇട്ടിട്ട് CA എന്നിട്ട് വെക്കും. ഓക്കെ, അത് തെറ്റാണ്, ഷോർട്ട് ഫോം ആണ്, എഴുതാൻ പാടില്ല. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമ്മുടെ ലെക്ചർ ആദ്യം തുടങ്ങിയപ്പോ പറഞ്ഞില്ലേ, ഒരു പക്ഷെ നമ്മുടെ പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വന്നു, ഏജ്ഡ് ആണ്, അവിടെ വന്ന് അസസ് ചെയ്തപ്പോഴാണ് നമ്മളെ പേഷ്യന്റിനെ ഒരു നേഴ്സിംഗ് ഹോമിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. നമ്മൾ റീസൺ എന്താണ്? ഒറ്റയ്ക്കായതുകൊണ്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഫാമിലി മീറ്റിംഗ് കണ്ടക്ട് ചെയ്തു. അന്നേരം ആ റീസൺ സ്പെസിഫൈ ചെയ്ത് എഴുതണോ, ഇന്നത് കൊണ്ടാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന്? അത് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും ഉറപ്പായിട്ടും. അതുകൊണ്ടായിരിക്കും പിള്ളേരും പറയുന്നത് ഞാൻ അതന്നേരം നമ്മുടെ ലെറ്ററിൽ എഴുതണോ? ലെറ്ററിനകത്ത് ഉണ്ടെങ്കിൽ നമുക്ക് എഴുതാം കണ്ടീഷൻ, ഉറപ്പായിട്ടും. അതിനകത്ത് സിറ്റുവേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് പാരഗ്രാഫിൽ തന്നെ എഴുതാം, അല്ലെങ്കിൽ ഫസ്റ്റിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ജോയിൻ ചെയ്യാം, നോ പ്രോബ്ലം. ഈ റീസൺ കൊണ്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്നുള്ളത് ഉറപ്പായിട്ടും ആഡ് ചെയ്യാം. നമുക്ക് എന്തായാലും നമ്മൾ എഴുതാറുണ്ടല്ലോ ഡ്യൂ ടു എന്നുള്ള റീസൺ. ഓക്കെ അല്ലേ? അങ്ങനെ പറയാം. ഓക്കെ, അപ്പൊ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എനിവേ ബാക്കി എന്തായാലും സെഷൻസും കാര്യങ്ങളും എന്തായാലും എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പോ ടൈം ഉണ്ടെന്നുള്ള കാര്യം. വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി. നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ചോദിക്കാം, ഞാൻ ടൈം ഉണ്ടെങ്കിൽ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, സോ എനിവേ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു കാര്യങ്ങളൊക്കെ. ഓക്കെ അല്ലേ? അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി തോന്നുന്നു. ഒരു 40 മിനിറ്റ്സിന്റെ സെഷൻ കഴിച്ചിട്ട് ഇപ്പൊ ഏകദേശം ഒരു 2 hours സെഷൻസോളം ആയി. നിങ്ങൾക്ക് എല്ലാവർക്കും കുറെ നല്ലതായിരുന്നു സാർ, നല്ലതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോ എനിവേ എന്തായാലും ലൈക്ക് നിങ്ങൾക്ക് ഇപ്പോ ഓക്കെ, അപ്പോ ഞാൻ എല്ലാ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് മെസ്സേജ് അയക്കുന്ന ഞാനും മാമും മാത്രമായിരിക്കും. എന്റെ മെസ്സേജോ അല്ലെങ്കിൽ ആർഷ മാമിന്റെ മെസ്സേജ് മാത്രമായിരിക്കും ഗ്രൂപ്പിൽ വരിക. ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് ഇപ്പൊ ഈ OET വിത്ത് MNC അല്ലെങ്കിൽ മല്ലു നഴ്സിംഗ് കപ്പിൾ എന്നുള്ള ഇതിലുള്ളൂ, വേറെ ആരും തന്നെ ഇല്ല. അപ്പോ ലൈക്ക് നിങ്ങൾക്ക് അതിനകത്ത് മെസ്സേജ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പേഴ്സണൽ മെസ്സേജ് അയക്കാം. ലൈക്ക് നമുക്ക് ക്ലാസ്സസ് ഉണ്ട്, ഡ്യൂട്ടി ഉണ്ട്. സോ റെസ്പോണ്ട് ചെയ്യുന്ന ചിലപ്പോൾ 1-2 ദിവസം പിടിക്കും, ചിലപ്പോൾ പെട്ടെന്ന് കാണുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യും. എനിവേ നിങ്ങൾക്ക് എല്ലാവർക്കും ആക്സസ് ചെയ്യാനായിട്ട് ഒരു വെബ്സൈറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് താമസിയാതെ തന്നെ. അതിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളും നിങ്ങളെ അറിയിക്കാം. ഓക്കെ,
സോ ആ വെബ്സൈറ്റിൽ നിങ്ങൾ ചെയ്യുന്നത് ലൈക്ക് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ തന്നെ ഇപ്പോഴത്തെ ഹ്യൂജ് റെക്കമെൻഡേഷൻ കാരണം നിങ്ങൾക്ക് അറിയാം നമ്മളിപ്പോൾ ഇൻഡിവിജ്വൽ ക്ലാസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ക്ലാസ് എടുക്കാൻ പറ്റില്ല. ഓക്കെ, അഡ്മിഷൻസ് ഒരുപാട് വരുന്നുണ്ട്, പക്ഷെ നമ്മൾ വളരെ ലിമിറ്റഡ്. ഇതിനകത്ത് നമ്മുടെ സ്റ്റുഡൻസ് ഉണ്ട്, ഒരുപാട് പേരുണ്ട്. സോ അവർക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഒരു ക്ലാസ് എടുക്കുമ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം 24 മണിക്കൂർ ഒരാൾക്കുള്ളൂ അല്ലേ. അപ്പൊ നമുക്ക് മാക്സിമം കൂടി പോയി 5-10 പേരെ നമ്മൾ പഠിപ്പിക്കാറുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു ലിമിറ്റേഷൻസിൽ നിന്ന് മാറിയിട്ട് എല്ലാവർക്കും ആക്സസ് ചെയ്യാനുള്ള രീതിയിൽ നമ്മൾ വെബ്സൈറ്റ്സിൽ നമ്മുടെ തന്നെ പ്രീ റെക്കോർഡഡ് ക്ലാസ്സസ് എല്ലാം ഇനി അപ്ലോഡ് ചെയ്യാൻ പോവാണ്. കൂടാതെ സൂം സെഷൻസിനകത്ത് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു 50 പേർക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ക്ലാസ്സസ് ഷെഡ്യൂൾ ചെയ്യാൻ പോകുന്നുണ്ട്. അതെല്ലാം നിങ്ങൾ ടൈം ബൈ ടൈം ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്കോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ ബാക്കിയുള്ളവർക്കോ, നിങ്ങൾ എക്സാം എഴുതുന്നവർ നന്നായിട്ട് തന്നെ എഴുതി ക്ലിയർ ആവട്ടെ, ബാക്കി നിങ്ങളുടെ ഫ്രണ്ട്സ് ആവട്ടെ, ബാക്കിയുള്ള ബിഗിനേഴ്സ് ആവട്ടെ, അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റ്സോ ഫീഡ്ബാക്സോ വേണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കുറെ സർവേസ് ഞങ്ങൾ നടത്തിയായിരുന്നു. നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള ഒരുപാട് പേർക്ക് ഞങ്ങൾ അതിന്റെ ഒരു ഗൂഗിൾ ഫോം ഡോക്യുമെന്റ് അയച്ചു കൊടുത്തു, നിങ്ങൾക്ക് എന്താണ് താല്പര്യം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ലൈക്ക് നമ്മൾ ഇതേപോലെ ഇപ്പൊ ഞാൻ ഈ ലെറ്റർ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ലെറ്റർ ഇതേപോലെ തന്നെ ഡിസ്കസ് ചെയ്ത് നമ്മൾ വെബ്സൈറ്റിൽ ഇടും. സോ നിങ്ങൾക്ക് ഒരു മിനിമൽ പേയ്മെന്റോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ള ലെറ്റേഴ്സ് കാണും അതിനകത്ത്. അതെല്ലാം കയറി നിങ്ങൾക്ക് 24/7 24 മണിക്കൂർ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം, ക്ലാസ് എടുക്കാം. ഓക്കെ, അങ്ങനെയുള്ള രീതിയിൽ എന്തായാലും ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. പ്ലസ് നമ്മൾ ഇതേപോലെ യൂട്യൂബിൽ ചെയ്യുന്നതാവട്ടെ അല്ലെങ്കിൽ സൂം സെഷൻസിൽ ചെയ്യുന്നതാവട്ടെ ആ കാര്യങ്ങളെല്ലാം സ്റ്റിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുന്നതായിരിക്കും. നിങ്ങൾക്ക് മാക്സിമം അപ്ഡേറ്റ്സ് നമ്മളെ വാട്സപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ടെലഗ്രാമിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ എല്ലാത്തിന്റെ അപ്ഡേറ്റ്സ് ലിങ്ക് കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നതായിരിക്കും യൂട്യൂബിൽ. നിങ്ങൾ യൂട്യൂബിനകത്ത് കയറി സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ അപ്ഡേറ്റ്സ് വീഡിയോസ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും. ഇനി ഇപ്പോൾ ഉള്ള വീഡിയോസ് ഇനി ഇടാൻ പോകുന്നത് ഈ സെഷൻ കഴിഞ്ഞതിന്റെ വീഡിയോ ഇടുന്നുണ്ട്. മാം ഇപ്പോൾ ചെയ്തിട്ടുള്ള റീസെന്റ് ആയിട്ടുള്ള റീഡിങ്ങിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നുണ്ട്. പിന്നെ എക്സാമിന് തൊട്ട് മുന്നേ അറിയാൻ പോകുന്ന കുറച്ച് പോയിന്റ്സിന്റെ ഒരു വീഡിയോ ഇടാൻ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ്. എനിവേ ബാക്കി സജഷൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ അറിയിക്കാം. ഓക്കെ അല്ലേ? എനിവേ അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബാക്കിയുള്ള സെഷൻസ് എന്തായാലും നിങ്ങളെ അറിയിക്കാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഓക്കെ, ടേക്ക് കെയർ, ബൈ. നന്നായിട്ട് എക്സാം എഴുതുക. Thank you so much.